Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2007 റിലീസായ ടോബി മാഗ്വയറിന്റെ 3 സ്പൈഡർമാൻ സിനിമകളിൽ ഏറ്റവും അവസാനത്തെ സിനിമയായിട്ടുള്ള സ്പൈഡർമാൻ 3 ആണ്. ഈ സിനിമ റിലീസായ സമയത്ത് കളക്ഷനൊക്കെ നന്നായിട്ട് കിട്ടി. പക്ഷേ ഒരുപാട് പേർക്ക് സ്പൈഡർമാൻ 3 ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പ്രധാന കാരണം ഈ സിനിമയുടെ കഥയിലെ പോരായ്മയാണ്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു വളരെ നല്ല സ്പൈഡർമാൻ മൂവി ആണെങ്കിലും ഇതിലെ കഥ വളരെ ഫാസ്റ്റ് ആയിട്ട് പറയുന്നത് പോലെ നമുക്ക് തോന്നും. ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് കുത്തിക്കയറ്റി വെച്ചതുപോലെ അനുഭവപ്പെടും. അതാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നം. പിന്നെ സ്പൈഡർമാൻ 1ലും 2ലും കണ്ട പലരുടെയും സ്വഭാവങ്ങൾ ഇതിൽ ഒരുപാട് മാറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. അതും ഈ സിനിമ പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ്. എന്തായാലും നമ്മൾക്ക് സമയം കളയാതെ ഈ സിനിമയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള പീറ്റർ പാർക്കറിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഹേയ്, നിങ്ങൾ എന്നെ മറന്നിട്ടൊന്നുമില്ലല്ലോ, ഇത് ഞാനാണ്, പീറ്റർ പാർക്കർ, യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. യെസ്, നിങ്ങൾ ആ പേര് അത്ര പെട്ടെന്ന് മറക്കാനൊന്നും ചാൻസ് ഇല്ല, അതെനിക്കറിയാം. നിങ്ങൾ എന്നെ അവസാനമായിട്ട് കണ്ടിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. എന്നെ ആദ്യമായിട്ട് ചിരന്തി കടിച്ച് ഞാൻ സ്പൈഡർമാൻ ആയി കഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്പൈഡർമാൻ ആയതുകൊണ്ട് വളരെ മോശം അവസ്ഥയിലായി മാറി. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഹീറോകളുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ പതുക്കെ ഞാൻ എന്റെ ജീവിതം സ്പൈഡർമാനായി ജീവിക്കാൻ തീരുമാനിച്ചു. ഒരു ഹീറോ ആവുന്നതിന്റെ പ്രശ്നങ്ങൾ ഞാൻ ശരിക്കും മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മാത്രമല്ല, ഇപ്പൊ എല്ലാവർക്കും സ്പൈഡർമാൻ ഇഷ്ടമാണ്. അവർ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു സ്പൈഡർമാൻ അവരുടെ ശത്രുവല്ല, അവരെ രക്ഷിക്കാൻ വരുന്ന അവരുടെ ഹീറോ ആണെന്നുള്ള കാര്യം. ഈ സിറ്റി ഇപ്പോ അത്യാവശ്യം സേഫ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഒരു കാരണം ഞാനും കൂടിയാണ്. അതെനിക്ക് അഭിമാനത്തോടെ പറയാം. ഇപ്പോ എന്റെ അങ്കിൾ ബെൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും എന്നെ ഓർത്ത് അഭിമാനിച്ചേനെ. ഇപ്പൊ പത്രങ്ങളിലും മാഗസിനുകളിലും ഒക്കെ എന്റെ ഒരുപാട് ചിത്രങ്ങൾ വരാറുണ്ട്. അതിൽ പലതും എടുക്കുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ ഡെയിലി ബ്യൂഗിൾ എന്ന് പറയുന്ന പേപ്പർ കമ്പനിയിലാണ് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നത്. ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എനിക്കിപ്പോ ക്ലാസ്സിന് പോകാനും ടൈം കിട്ടുന്നുണ്ട്. മാത്രമല്ല, ഞാനിപ്പോ ഡോക്ടർ കോണേഴ്സിന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. പക്ഷെ ഇപ്പോഴും പിന്നിലിരിക്കുന്ന കുറെ തലതെറിച്ചവന്മാർ എന്നെ ശല്യപ്പെടുത്താറുണ്ട്. ഞാനതൊന്നും കാര്യമാക്കാറില്ല. പിന്നെ എന്റെ ക്ലാസ്സിൽ പുതിയൊരു സ്റ്റുഡന്റ് കൂടി വന്നു, ഗ്വെൻ സ്റ്റേസി. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. പലപ്പോഴും ഡോക്ടർ കോണേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം ഉത്തരം പറയണമെന്നുണ്ടാവും. പക്ഷെ അപ്പോഴായിരിക്കും പിന്നിലിരിക്കുന്നവന്മാര് എന്നെ ശല്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യം ഉത്തരം പറയാനും പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാനത് പോട്ടെന്ന് വെക്കും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞില്ല, എന്റെ മേരി ജെയിൻ. യെസ്, കഴിഞ്ഞ വട്ടം നിങ്ങൾ എന്നെ കണ്ടപ്പോ നിങ്ങൾ മേരി ജെയിനെയും എന്റെ ഒപ്പം കണ്ടതാണ്. അവളുടെ വിവാഹം വേണ്ടെന്ന് വെച്ച് എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി എന്റെ അടുത്തേക്ക് ഓടി വന്നു, എന്റെ സ്വന്തം MJ. ഇപ്പോ എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിന് അവളെ പ്രപ്പോസ് ചെയ്യേണ്ട ഒരു നല്ല മോതിരം വേണം. പക്ഷെ മോതിരം നോക്കി പോകുമ്പോ അതിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. അത്ര പൈസ എന്റെ കയ്യിലില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനതിങ്ങനെ നീട്ടി വെക്കും. ഇപ്പൊ എന്റെ MJ പഴയ പോലെയല്ല. ഈ സിറ്റിയിലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അവളുടെ നാടകം കാണാൻ ഇഷ്ടം പോലെ പേര് വരാറുണ്ട്. ഞാനും MJക്ക് ഇഷ്ടപ്പെട്ട പോലെ അവളുടെ നാടകം കാണാൻ വേണ്ടി മുൻ സീറ്റിൽ തന്നെ ചെന്നിരിക്കും. അത് MJക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ MJയുടെ നാടകം കാണാൻ വേണ്ടി പീറ്റർ പാർക്കർ അവിടെ ഫസ്റ്റ് സീറ്റിൽ തന്നെ പോയിരിക്കുവാണ്. MJ ഓരോ വട്ടം കാണുമ്പോഴും പീറ്റർ വളരെ എക്സൈറ്റഡ് ആവും. അവൻ ചുറ്റും ഇരിക്കുന്നവരോട് ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ അതിസുന്ദരിയായിട്ടുള്ള MJ ഒരു മാലാഖയെ പോലെ ആ സ്റ്റേജിലേക്ക് കടന്നു വന്നു. എല്ലാവരും MJയെ തന്നെ നോക്കിയിരിക്കുവാണ്. പീറ്റർ ആണെങ്കിൽ ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ എന്ന് ആലോചിച്ച് അന്തം വിട്ടിരിക്കുവാണ്. ആ കാര്യം പീറ്ററിന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹേയ്, ഈ നാടകത്തിലെ നടി എന്തൊരു സുന്ദരിയാണല്ലേ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അവൾ എന്റെ ഗേൾ ഫ്രണ്ട്, മൈ ഗേൾ ഫ്രണ്ട്. പക്ഷെ നാടകം കാണാൻ വന്നതിൽ ഒരാൾ MJയെ അല്ല നോക്കിക്കൊണ്ടിരുന്നത്, മറിച്ച് MJയെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പീറ്റർ പാർക്കറിനെയാണ്. അതാരായിരുന്നെന്ന് വെച്ചാൽ ഹാരി ഓസ്ബോൺ ആണ്. MJയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന പീറ്ററിനെ ഹാരി പുച്ഛത്തോടെ നോക്കുന്നു. ഇപ്പോ അവന്റെ മനസ്സ് മുഴുവൻ പീറ്ററിനോടുള്ള ദേഷ്യമാണ്. കാരണം ഹാരിക്ക് ഇപ്പോ അറിയാം പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം. തന്റെ അച്ഛനെ കൊന്ന സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ പാർക്കറിനോട് ഹാരിക്ക് ഇപ്പോ തീർത്താൽ തീരാത്തത്ര ദേഷ്യമാണ്. അങ്ങനെ നാടകം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണ് പീറ്റർ ഹാരി പോകുന്നത് കാണുന്നത്. അവൻ തന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹാരിയുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി അവന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ചെല്ലുവാണ്. പക്ഷെ ഹാരി പീറ്ററിനെ മൈൻഡ് ചെയ്യുന്നേയില്ല. ഹാരി നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരുപാട് വട്ടം വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ എനിക്ക് നിന്നോട് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. സത്യത്തിൽ എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ മതി, നീ എന്നോടൊന്നും പറയണ്ട. മരിച്ച് മണ്ണിന്റെ അടിയിലേക്ക് പോയി എന്റെ അച്ഛനോട് പോയി പറ. നിനക്കൊണ്ട് എന്റെ അച്ഛനെ ജീവനോടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്റെ അച്ഛനെ കൊന്നിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു? എനിക്ക് നിന്നെ കാണാൻ തന്നെ താല്പര്യമില്ല. ഹാരി പ്ലീസ്, ഞാൻ ഇപ്പോഴും നിന്റെ നല്ലൊരു ഫ്രണ്ടാണ്. നിന്റെ അച്ഛനെ കൊന്നത് ഞാനല്ല, ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഹാരി കാർ എടുത്ത് ദേഷ്യത്തിൽ ഓടിച്ചു പോവാണ്. ഇനി പീറ്റർ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം തന്റെ അച്ഛനെ കൊന്നത് പീറ്റർ ആണെന്ന് ഹാരി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും പീറ്റർ നാടകം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന MJയെ കാണാൻ വേണ്ടി നേരെ ഉള്ളിലേക്ക് ചെല്ലുവാണ്. ഹേയ് MJ, വാവ്, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇന്നത്തെ നാടകം കണ്ടില്ലെങ്കിൽ അതെനിക്കൊരു നഷ്ടമായി പോയേനെ. നീ ഒരു അടിപൊളി ആക്ട്രസ് തന്നെ. മാത്രമല്ല നിന്റെ ലുക്കിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എല്ലാവരും നിന്നെ തന്നെ
നോക്കിയിരിക്കുവായിരുന്നു. പീറ്റർ, നീ ശരിക്കുമാണോ പറയുന്നത്, അതോ എന്നെ സോപ്പിടാൻ വേണ്ടി വെറുതെ പറയുന്നതാണ്? നോ, ഞാൻ ശരിക്കും പറഞ്ഞതാ. ഞാൻ നിന്റെ അടുത്ത് കള്ളം പറയൂ? ഒരിക്കലുമില്ല. പിന്നെ ഹാരി വന്നിരുന്നു. അവനും എന്റെ ആക്ടിങ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. മാത്രമല്ല എനിക്ക് വേണ്ടി അവൻ ഒരുപാട് പൂക്കളൊക്കെ കൊണ്ടുവന്നിരുന്നു. നീ ഹാരിയെ കണ്ടില്ലേ? നിങ്ങളിപ്പോ സംസാരിക്കുന്നത് കാണാറില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ? എന്നോട് പറ. പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, അത് പതുക്കെ ശരിയായിക്കോളും. പീറ്റർ, നിനക്കറിയോ, ഓരോ വട്ടം സ്റ്റേജ് വരുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത്രയും ആളുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ പേടിയാവും. അതിനെന്താ, നിനക്ക് പേടി തോന്നിയാലും അതൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ല. അതുകൊണ്ട് നിനക്ക് പേടിയുള്ള കാര്യം ഒരാൾക്ക് പോലും മനസ്സിലാവില്ല. പിന്നെന്താ കുഴപ്പം? പക്ഷെ പീറ്റർ, എനിക്കെന്തോ ആളുകൾ കൈയടിക്കുന്നില്ല എന്ന് തോന്നുന്നു. അവർക്ക് എന്റെ ആക്ടിങ് ഇഷ്ടപ്പെടുന്നില്ലേ? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവർ കൈയടിക്കാത്ത. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൈയടിച്ചു. എല്ലാവർക്കും നിന്റെ ആക്ടിങ് ഇഷ്ടമാണ്. എന്തിനാ എം ജെ നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത്? നീ സൂപ്പറാണ്. അതുപോലെ അങ്ങനെ എം ജെക്ക് സന്തോഷമായി. ഇപ്പൊ പീറ്ററും എം ജെയും ഇങ്ങനെ ലവേഴ്സ് ആയിട്ട് അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. സീൻ ചേഞ്ച് ആവുന്നു. ഹാരി ഓസ്ബോണിന്റെ വീടാണ് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സിനിമയിൽ കണ്ടതുപോലെ തന്റെ അച്ഛനായിരുന്നു ഗ്രീൻ ഗോബ്ലിൻ എന്നുള്ള കാര്യം ഹാരി മനസ്സിലാക്കി കഴിഞ്ഞു. ഗ്രീൻ ഗോബ്ലിൻ ആവാനുള്ള സെറവും ഗ്രീൻ ഗോബ്ലിന്റെ ഗ്ലൈഡറും പംകിൻ ബോംസും എല്ലാം ഹാരിയുടെ കയ്യിലുണ്ട്. അങ്ങനെ ഹാരി ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. തന്റെ അച്ഛനെ കൊന്ന പീറ്റർ പാർക്കറിനെ അല്ലെങ്കിൽ സ്പൈഡർമാനെ തനിക്ക് കൊന്നേ പറ്റൂ. അച്ഛന്റെ മരണത്തിന് തനിക്ക് പകരം വീട്ടിയേ പറ്റൂ. അതിനുവേണ്ടി തനിക്ക് ശക്തി വേണം. ശക്തി വേണമെങ്കിൽ താനും ഗ്രീൻ ഗോബ്ലിനായി മാറണം. അങ്ങനെ പണ്ട് നോമൻ ഓസ്ബോൺ ചെയ്തതുപോലെ ഹാരി ഓസ്ബോണും തന്റെ ശരീരത്തിലേക്ക് ഗ്രീൻ ഗോബ്ലിൻ സെറം ഇഞ്ചക്ട് ചെയ്യുവാണ്. അങ്ങനെ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഹാരി ഓസ്ബോണും ഗ്രീൻ ഗോബ്ലിനായി മാറിക്കഴിഞ്ഞു. ഗ്രീൻ ഗോബ്ലിൻ ആവുമ്പോൾ എന്തൊക്കെ പുതിയ പവറുകളാണ് കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ സ്പൈഡർമാൻ 1 കണ്ടതാണ്. ബേസിക്കലി ഇതൊരു സൂപ്പർ സോൾജർ സെറം പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഹാരിയുടെ മനസ്സിൽ മുഴുവൻ ഇപ്പൊ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പീറ്റർ പാർക്കറിന്റെ മരണം, തന്റെ അച്ഛന് വേണ്ടി ചെയ്യേണ്ട പ്രതികാരം. അടുത്ത സീനിൽ നമ്മുടെ പീറ്റർ പാർക്കറും എം ജെയും ഇങ്ങനെ മാനത്തേക്ക് നോക്കി കിടക്കുവാണ്. എന്നിട്ട് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. നിലത്തൊന്നുമല്ല കിടക്കുന്നത്. പീറ്റർ തന്റെ വല കൊണ്ട് അവർക്ക് കിടക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്. അതിന്റെ മുകളിൽ കയറിയിട്ടാണ് രണ്ടുപേരും കൂടി കിടന്ന് സംസാരിക്കുന്നത്. ആകാശത്തോട് പോകുന്ന നക്ഷത്രങ്ങളെ നോക്കി അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ഒരു ആക്ട്രസ് ആയിട്ട് തുടരണമെന്നാണ് എം ജെയുടെ ആഗ്രഹം. മാത്രമല്ല ഓരോ നാടകം കളിക്കുമ്പോഴും അവിടെ മുൻനിരയിൽ തന്നെ പീറ്റർ പാർക്കറും വേണം. എം ജെ തന്റെ ആഗ്രഹം പീറ്ററിന്റെ അടുത്ത് പറയുന്നു. ഇവരുടെ ജീവിതം എം ജെ ആഗ്രഹിച്ച പോലെ തന്നെ ആയിരിക്കുമെന്ന് പീറ്റർ എം ജെക്ക് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അത് സംഭവിക്കുന്നത്. ദൂരെ ആകാശത്ത് നിന്ന് ചെറിയ ഉൽക്ക പോലെയുള്ള എന്തോ ഒരു സാധനം അവർ കിടക്കുന്നതിന്റെ കുറച്ചകലെയായിട്ട് വന്ന് വീഴുവാണ്. ഏതോ ഒരു ഉൽക്കയുടെ ചെറിയൊരു കഷ്ണം മാത്രം. അത് ലാവ പോലെ കത്തി ജ്വലിച്ച് തിളച്ചുകൊണ്ടേയിരിക്കുവാണ്. പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ കറുത്തൊരു സാധനം പുറത്തേക്ക് ചാടി വരുന്നു. പെട്ടെന്ന് കണ്ടാൽ ഒരു എട്ടുകാലിയുടെ പോലെ തോന്നിക്കുന്ന എന്തോ ഒരു സാധനം. അതിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ അത് പതുക്കെ പതുക്കെ അനങ്ങാൻ തുടങ്ങി. ഈ സമയത്ത് എം ജെയും പീറ്ററും അവരുടെ മോട്ടോർ ബൈക്ക് കയറി തിരിച്ചു പോകാൻ ഒരുങ്ങുവാണ്. ഈ സാധനം ഓടിച്ചാടി വന്ന് നേരെ പീറ്ററിന്റെ ബൈക്കിലേക്ക് കയറുവാണ്. അതെന്താണെന്നുള്ള കാര്യം നമ്മൾക്ക് വഴിയെ മനസ്സിലാവും. സീൻ ചേഞ്ച് ആവുന്നു. ഫ്ലിൻ മാർക്കോ എന്ന പേരുള്ള ഒരാളെ പോലീസ് ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അയാൾ എന്തെങ്കിലും കുറ്റം ചെയ്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അയാൾ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒരു വിധത്തിൽ ഏതോ ഒരു ബിൽഡിങ്ങിലേക്ക് വലിഞ്ഞു കയറുവാണ്. അത് അയാളുടെ വീടായിരുന്നു. അയാൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഫ്ലിന്റിന്റെ മകൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ചു നേരം അയാൾ മോളെ തന്നെ നോക്കി നിൽക്കുന്നു. കുറെ നാളായി ഫ്ലിൻ തന്റെ മോളെ ഇങ്ങനെ നേരിൽ കണ്ടിട്ട്. ഫ്ലിന്റിന്റെ മകൾക്ക് എന്തോ മാരകമായിട്ടുള്ള ഒരു അസുഖം പിടിപെട്ടിട്ടുണ്ട്. അവളെ ചികിത്സിക്കാനായിട്ട് ഫ്ലിന്റിന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അതുകൊണ്ട് മോളുടെ ചികിത്സ ശരിയായ രീതിയിൽ നടക്കുന്നുമില്ല. ഇതോർത്ത് ഫ്ലിന്റിന് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. ഫ്ലിൻ പതുക്കെ ഡ്രസ്സ് മാറി ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേക്കും അയാളുടെ ഭാര്യ അങ്ങോട്ട് കടന്നു വരുവാണ്. ഭാര്യയ്ക്ക് ഫ്ലിന്റ് വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ല. കാരണം കുറ്റവാളിയായിട്ടുള്ള ഫ്ലിന്റ് ഇങ്ങോട്ട് വന്നാൽ പോലീസും ഇവിടെ കയറി ഇറങ്ങും. ഫ്ലിന്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി പോലീസ് ചിലപ്പോ ഇവരെ ടോർച്ചർ ചെയ്തെന്നും വരും. ഫ്ലിന്റ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലേക്ക് ഇനി വരാൻ പാടില്ലെന്ന്. നിങ്ങളിപ്പോ ഒരു കുറ്റം ചെയ്ത ആളല്ലേ? നിങ്ങളെ തേടി പോലീസ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഞാനും മോളും എന്ത് ചെയ്യും? അത് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എത്ര നാളായി ജയിലിൽ കിടക്കുന്നു. എനിക്ക് എന്റെ മോളെ കാണണ്ടേ? നീയായിട്ട് അവളെ അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല എന്ന് വെച്ച് ജയിൽ ചാടി ഇങ്ങോട്ട് വരുവാണോ ചെയ്യണ്ടേ? ഇനി നിങ്ങളെ പോലീസ് പിടിച്ചാ നിങ്ങൾ പിന്നെ പുറം ലോകം കാണില്ല. നിങ്ങളൊരു സാധാരണ കള്ളനായിരുന്നു. അത് പിന്നെയും പോട്ടെന്ന് വെക്കാം. പക്ഷെ നിങ്ങളൊരാളെ കൊന്നില്ലേ? അതുകൊണ്ടാ പറഞ്ഞ ഇനി ഇങ്ങോട്ട് വരരുത്. നോക്ക്, ഞാൻ അങ്ങനെ ഒരാളെ കൊന്നിട്ടില്ല. കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അത് നീ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ സത്യവും ഇതൊക്കെ ജയിലിൽ പോയി പറ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തിരിച്ച് ജയിലിലേക്ക് പൊക്കോ. അവിടെ 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ. പിന്നെ നിങ്ങൾക്ക് കക്കാൻ പോകേണ്ട ആവശ്യമില്ല. ആരെയും കൊല്ലേണ്ടി വരില്ല. എന്തിനാ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്. ഞാനും എന്റെ മോളും എത്ര കഷ്ടപ്പെട്ട് ഇവിടെ കഴിയുന്നതെന്നറിയോ? ആ സമയത്താണ് ഫ്ലിന്റിന്റെ മോള് ഓർക്ക് വേണ്ടിട്ട് അങ്ങോട്ട് വരുന്നത്. ഫ്ലിൻ മോളുടെ അടുത്തേക്ക് ചെല്ലുന്നു. മോളെ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. മോളെ കാണാതിരിക്കാൻ അച്ഛന് പറ്റുന്നില്ല. ഞാനും അച്ഛനെ ഒരുപാട് മിസ് ചെയ്തു. അച്ഛൻ എവിടെയായിരുന്നു? മോളെ, എനിക്ക് നിന്റെ അടുത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. മോളുടെ അസുഖം മാറ്റാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഏറ്റവും നല്ല ഡോക്ടറെ കൊണ്ട് ഞാൻ മോളെ ചികിത്സിക്കും. അതിനുള്ള പൈസ അച്ഛൻ മരിച്ചിട്ടായാലും കണ്ടെത്തും. മോള് പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞ ഫ്ലിന്റ് തന്റെ മോളുടെ പടമുള്ള ഒരു ലോക്കറ്റ് കയ്യിലെടുത്ത് പിടിച്ച് അവിടുന്ന് പോവുകയാണ്. പോകുന്നതിന് മുൻപ് ഒരു വട്ടം കൂടി നോക്കി ഫ്ലിന്റ് ഒരു കാര്യം പറയുന്നു. നോക്ക്, ഞാനൊരു മോശമാണല്ല. ഇപ്പൊ എന്റെ സമയം ശരിയല്ല. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഒരു പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചറിയും. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ പീറ്റർ അവന്റെ ആന്റി ആയിട്ടുള്ള ഓൺ മെയ്യെ കാണാൻ വേണ്ടി
വന്നിരിക്കുവാണ്. പീറ്റർ, മോനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി എന്ന് ആലോചിച്ചേ ഉള്ളൂ. ഇന്നെന്താ പെട്ടെന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ? ആന്റി, ഞാൻ ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ MJയോട് എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പോവാണ്. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഓ പീറ്റർ, എനിക്ക് സന്തോഷമായി മോനെ. നിനക്കറിയോ, നിന്റെ അങ്കിൾ ബെൻ എന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്നൊന്നും സമ്മതിച്ചു കൊടുത്തില്ല. കുറച്ചാഴ്ച വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ടാ ഞാൻ സമ്മതിച്ച്. നീ MJയെ മാരി ചെയ്യാനായിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ വേണം ചെയ്യാൻ, മനസ്സിലായോ? പക്ഷെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിനക്ക് നിന്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണിനെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ അവളെ പ്രപ്പോസ് ചെയ്താൽ മതി. നിന്റെ അങ്കിൾ ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും 50ാമത്തെ വിവാഹ വാർഷികമായിരുന്നേനെ. അത് ആഘോഷിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇനി പറ്റില്ലല്ലോ. അങ്കിൾ നമ്മളെ വിട്ട് പോയില്ലേ. ഒരു കാര്യം പറയട്ടെ, നിന്റെ അങ്കിൾ ബെൻ എനിക്ക് തന്ന വിവാഹമോതിരം അത് ഞാൻ മോന് തരാം. ഇത് കൊണ്ടുപോയിട്ട് വേണം മോൻ MJയെ പ്രപ്പോസ് ചെയ്യാൻ. അവൾ എന്തായാലും സമ്മതിക്കും. ആന്റിക്ക് ഉറപ്പ്. മോൻ ഇത് പിടിക്കും. പീറ്റർ സന്തോഷത്തോടെ ആന്റിയുടെ മോതിരം വാങ്ങുവാണ്. പീറ്ററിനെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമായിരുന്നു. ഒരു വലിയ മോതിരം വാങ്ങാനുള്ള പണം പീറ്ററിന്റെ കയ്യിലില്ല. അപ്പോഴാണ് ആന്റിയുടെ മോതിരം പീറ്ററിന് കൊടുക്കുന്നത്. അങ്ങനെ പീറ്റർ സന്തോഷത്തോടെ MJയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ആ മോതിരം കൊണ്ട് തന്റെ മോട്ടോർ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എന്തോ ഒരു സാധനം പറന്നു വന്ന് പീറ്ററിനെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, ഗ്രീൻ ഗോബ്ലിനായി മാറിയ ഹാരി ഓസ്ബോൺ ആണ്. അവൻ പീറ്ററിനെ കൊല്ലാൻ ഉറപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. പീറ്ററിനെ പറത്തി കൊണ്ടുപോയി ഹാരി ഒരുപാട് വട്ടം ഇടിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് പീറ്ററിന്റെ കയ്യിൽ നിന്ന് ആന്റി കൊടുത്ത മോതിരം ദൂരേക്ക് തെറിച്ചുപോയി. പീറ്റർ പിന്നെ ഒന്നും നോക്കിയില്ല. അവൻ വല വിട്ട് തൂങ്ങിയാടി ആ മോതിരം പിടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഹാരി വീണ്ടും വന്ന് പീറ്ററിനെ തട്ടിത്തെറിപ്പിച്ചു. ഹാരി പീറ്ററിനെ ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പീറ്ററിനെ സംബന്ധിച്ച് ആന്റി കൊടുത്ത മോതിരം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പീറ്റർ നേരെ ചെന്ന് ആ മോതിരം തിരിച്ചു തന്റെ കൈക്കലാക്കുവാണ്. അങ്ങനെ ഹാരി പീറ്ററിനെ ഇടിച്ച് ഒരു ഭിത്തി കയറ്റി വെക്കുവാണ്. പീറ്ററിന് വയ്യാതെയായി. ആ സമയത്താണ് ഗ്ലൈഡറിൽ വന്ന ഹാരി തന്റെ മുഖംമൂടി മാറ്റുന്നത്. അപ്പോഴാണ് പീറ്ററിന് മനസ്സിലായത് തന്നെ കൊല്ലാൻ നോക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഹാരി തന്നെയാണെന്ന്. ഹാരി, നീ എന്തായി ചെയ്യുന്നത്? എന്താ പീറ്റർ, നീ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ലേ? പക്ഷെ നീ ഇത് നേരത്തെ കൂട്ടി പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. ഇത്രയും നാൾ ഞാൻ നിന്നെ കൊല്ലാതെ ബാക്കി വെച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. നോക്ക് ഹാരി, ഞാൻ നിന്റെ അച്ഛനെ കൊന്നിട്ടില്ല. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നിന്റെ അച്ഛൻ എന്നെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് സ്വയം മരിച്ചതാണ്, അല്ലാതെ ഞാനല്ല അദ്ദേഹത്തെ കൊന്നത്. പക്ഷെ ഹാരി അതൊന്നും കേൾക്കാതെ വീണ്ടും പീറ്ററിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പീറ്റർ ആണെങ്കിൽ ഒരു വിധത്തിൽ ഹാരിയുടെ അറ്റാക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. തൽക്കാലം ഹാരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പീറ്റർ വെബ് ഷൂട്ട് ചെയ്ത് ഒരു ഇടവഴിയിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഹാരിക്ക് പെട്ടെന്ന് ഗ്ലൈഡർ വെച്ച് പറന്നു വരാൻ പറ്റില്ല. പീറ്ററിനെ ഞെട്ടിച്ചുകൊണ്ട് ഹാരി തന്റെ ഗ്ലൈഡറിൽ ആ ചെറിയ ഇടവഴി കൂടെ വരുവാണ്. ഹാരി തന്റെ കയ്യിൽ കരുതിയിരുന്ന സ്പെഷ്യൽ കത്തിയെടുത്ത് പീറ്ററിനെ കുത്തിക്കൊല്ലാൻ നോക്കി. പക്ഷെ പീറ്റർ അതിൽ നിന്നൊക്കെ ചാടി മാറി. അപ്പോഴാണ് ഹാരി ഗ്രീൻ ഗോബ്ലിന്റെ മെയിൻ സാധനം പുറത്തേക്ക് എടുക്കുന്നത്, പംകിൻ ബോംസ്. ഈ വട്ടം പറക്കുന്ന പംകിൻ ബോംസ് ആണ് ഹാരി കൊണ്ടുവന്നിരിക്കുന്നത്. പീറ്ററിനാണെങ്കിൽ ആ സാധനം കാണുന്നത് പേടിയാണ്. കുറച്ച് പംകിൻ ബോംസ് നേരെ വരുന്നത് കണ്ട് പീറ്റർ ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ ചെറിയ തരത്തിൽ പീറ്ററിന് പരിക്ക് പറ്റി. ഇങ്ങനെ പറന്നു വരുന്ന പംകിൻ ബോംസ് കൊണ്ട് ഹാരിയുടെ മേൽ തന്നെ മുറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഹാരി നിൽക്കാൻ തയ്യാറായില്ല. അവൻ പീറ്ററിന്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കുവാണ്. പീറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പംകിൻ ബോംബ് എടുത്ത് ബാക്കി പംകിൻ ബോംസിന്റെ നേരെ എറിയുവാണ്. അങ്ങനെ അതെല്ലാം പരസ്പരം കൂട്ടിമുട്ടി പൊട്ടിത്തെറിച്ചു പോയി. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഹാരിയുടെ കാഴ്ച മങ്ങി. ആ അവസരം പീറ്റർ വെറുതെ കളഞ്ഞില്ല. അവൻ ഹാരി വരുന്ന വഴിക്ക് ഒരു വല കെട്ടി നിർത്തുവാണ്. ഹാരി നേരെ അതി വന്നിടിച്ച് താഴേക്ക് വീണു. പക്ഷെ ഹാരിയുടെ തല അവിടെയുള്ള ഒരു പൈപ്പിൽ പോയി ഇടിക്കുന്നുണ്ട്. അതുകൊണ്ട് ബോധം കെട്ടിട്ടാണ് ഹാരി നേരെ താഴേക്ക് വന്ന് വീഴുന്നത്. പീറ്ററിന് പേടിയായി. ഒരുപക്ഷെ ഹാരിക്ക് താൻ കാണുന്നെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അത് പീറ്ററിന് സഹിക്കാൻ പറ്റില്ല. പീറ്റർ നേരെ ഓടിച്ചെന്ന് ഹാരിയെ നോക്കുവാണ്. പലവട്ടം ഹാരിയെ വിളിച്ചിട്ടും അവൻ എഴുന്നേക്കുന്നില്ല. ഹാരി ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നില്ല. പീറ്റർ ഒരു വിധത്തിൽ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുവാണ്. പക്ഷെ ഹാരി എഴുന്നേക്കുന്നേയില്ല. പീറ്ററിന് ഒരുപാട് വിഷമമായി. അവൻ നേരെ ഹാരിയെ കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹാരിക്ക് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി എന്താവും എന്നറിയാതെ
കാണാതെ പീറ്റർ പേടിച്ച് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് നിൽക്കുവാണ്. സീൻ ചേഞ്ച് ആവുന്നു. ഈ സമയത്ത് നമ്മുടെ കുറ്റവാളിയായിട്ടുള്ള ഫ്ലിൻ മാർക്കോയെ പിടിക്കാൻ വേണ്ടി പോലീസ് വീണ്ടും അവന്റെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. അങ്ങനെ പോലീസും പട്ടികളും മാർക്കോയെ പിടിക്കാൻ വേണ്ടി പാഞ്ഞു വരുന്ന സമയത്ത് ഫ്ലിൻ നേരെ ചെന്ന് ഓടിക്കേറുന്നത് ഒരു സയൻസ് എക്സ്പെരിമെന്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവൻ ഗേറ്റ് ഒക്കെ ചാടിക്കടന്ന് ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററിലേക്കാണ് ചെന്ന് വീഴുന്നത്. പോലീസ് നോക്കിയപ്പോ ഫ്ലിന്റിനെ അവിടെ എങ്ങും കാണാനില്ല. കാരണം ഫ്ലിന്റ് വീണിരിക്കുന്നത് അവിടെയുള്ള ഒരു കുഴിയിലേക്കാണ്. ആ കുഴിയിലാണ് എന്തോ ഒരു സയൻസ് എക്സ്പെരിമെന്റ് നടക്കാൻ പോകുന്നത്. ഇതൊന്നും ഫ്ലിന്റിന് അറിയുന്ന കാര്യമല്ല. എന്തായാലും ഫ്ലിന്റിനെ കാണാതെയായപ്പോ പോലീസുകാർ തിരിച്ചുപോയി. ഒരു മണൽക്കൂനയുടെ മേലേക്കാണ് ഫ്ലിന്റ് വന്ന് വീണിരിക്കുന്നത്. ഈ സമയത്ത് ഫ്ലിന്റ് അവിടെ വീണതറിയാതെ അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫ്ലിന്റ് ആണെങ്കിൽ പുറത്തു കടക്കാൻ പറ്റാത്ത പോലെ അതിന്റെ ഉള്ളിൽ പെട്ടുപോയി. അവൻ ശ്രമിച്ചെങ്കിലും അതിന്റെ ഉള്ളിൽ തന്നെ പെട്ടുകിടക്കുവാണ്. അങ്ങനെ പതുക്കെ പതുക്കെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ടായി. അവിടെ ഉണ്ടായിരുന്ന മണൽത്തരികളൊക്കെ ഫ്ലിന്റിന് ചുറ്റും വട്ടം കറങ്ങാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ആ മണൽത്തരികൾ ഫ്ലിന്റിന്റെ ശരീരത്തിലെ കോശങ്ങളുമായിട്ട് കൂടിച്ചേരുവാണ്. അങ്ങനെ പരീക്ഷണം തീരാറായപ്പോഴേക്കും ഫ്ലിന്റിന്റെ ശരീരം മുഴുവനായിട്ട് കുറെ മണൽത്തരിയായി അവിടെ മുഴുവൻ വ്യാപിച്ചു. ഇപ്പൊ അവിടെ ബാക്കി കിടക്കുന്നത് കുറച്ച് തരി മണൽ മാത്രമാണ്. കുറച്ചു കഴിഞ്ഞ് പോലീസ് അങ്ങോട്ട് കൂടി വന്ന് നോക്കി. ഇനി എങ്ങാനും ഫ്ലിന്റ് ആ കുഴിയിൽ രക്ഷപ്പെടാൻ വേണ്ടി വീണ് കിടക്കുന്നുണ്ടെങ്കിലോ? പക്ഷെ അവര് വന്ന് നോക്കിയപ്പോ അവിടെ ഫ്ലിന്റിനെ കാണാനില്ല. പകരം കുറെ മണൽ കൂട്ടിയിട്ടിട്ടുണ്ട്. പോലീസ് വീണ്ടും തിരിച്ചുപോയി. അങ്ങനെ സമയം കടന്നുപോയി. ഈ സമയത്ത് നമ്മുടെ പീറ്റർ ആണെങ്കിൽ ഡോക്ടർ എന്ത് പറയുമെന്ന് ആലോചിച്ച് പുറത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഹാരിക്ക് ഒന്നും പറ്റാതിരുന്ന മതിയായിരുന്നു. തന്നെ കൊല്ലാൻ നോക്കിയവനാണെങ്കിലും പീറ്ററിനെ സംബന്ധിച്ച് ഹാരി അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് കടന്നു വരുന്നത്. പീറ്റർ പെട്ടെന്ന് ആകാംക്ഷയോടെ ഡോക്ടർ അടുത്തേക്ക് ചെല്ലുന്നു. ഡോക്ടർ, ഹാരിക്ക് എങ്ങനെയുണ്ട്? പീറ്റർ, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഡോക്ടർ, ഹാരിക്ക് എന്ത് പറ്റി? അല്ല, ഹാരിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. ഫിസിക്കലായിട്ട് അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെന്റലായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അവന്റെ ഓർമ്മ ചെറുതായിട്ടൊന്ന് പോയി. എത്രത്തോളം ഓർമ്മ പോയിട്ടുണ്ടെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഹാരിക്ക് ഇനി ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഡോക്ടർ, ഇതൊരിക്കലും മാറില്ലേ? അവൻ ഓർമ്മ തിരിച്ചു കിട്ടില്ലേ? മാറാതിരിക്കാം, അത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അവന്റെ ജീവന് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ആലോചിച്ച് സമാധാനിക്കാം. ഹാരിയോട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറയണം. ഒരുപക്ഷെ അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയേക്കും. അങ്ങനെ പീറ്റർ തന്റെ സുഹൃത്തായിട്ടുള്ള ഹാരിയെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. ഹാരി അവിടെ തളർന്ന് കിടക്കുവാണ്. ഹേയ് പീറ്റർ, നീ ഇങ്ങോട്ട് വാ. എന്റെ തലയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയെന്നാണ് ഡോക്ടർ പറയുന്നത്. അത് ജന്മനുള്ളതായിരിക്കും ഹാരി. കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെയാ പറ്റിയെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് ആ കൂടി ഓർമ്മയുള്ളത് ഇപ്പൊ ഈ ഹോസ്പിറ്റലാണ്. നിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അത് തന്നെ വലിയ കാര്യം. എന്നാലും എങ്ങനെയാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ അച്ഛൻ മരിച്ചല്ലേ? ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. ആ സമയത്താണ് മേരി ജെയിൻ അങ്ങോട്ട് വരുന്നത്. ഹാരി, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഹേയ് MJ, ഭാഗ്യം, ഞാൻ നിന്നെയും മറന്നിട്ടില്ല. എന്തായാലും നിങ്ങളെ രണ്ടുപേരെയും മറക്കാത്തതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞേ പറ്റൂ. റെസ്റ്റ് എടുക്കുക ഹാരി, എല്ലാം പെട്ടെന്ന് ശരിയാവും. അതെ, റെസ്റ്റ് എടുക്കണം. എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഓർമ്മയുള്ളത് ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് സുഖമായിട്ടിരിക്കുന്നതാണ്. എന്റെ വീട്ടിലാണോ അതോ ഓഫീസിലാണോ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ വേണം എന്നെ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കാൻ. ആ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റു. നീ തൽക്കാലം ഒന്ന് കിടന്നുറങ്ങ്, ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, അപ്പൊ പിന്നെ കാണാം. അങ്ങനെ പറഞ്ഞ് മേരിയും പീറ്ററും കൂടി പുറത്തേക്ക് കടക്കുവാണ്. മേരി ചോദിക്കുന്നു, എന്താ പീറ്റർ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും മാറിയില്ലേ? MJ, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ല, എല്ലാം ശരിയായി. പീറ്റർ വളരെ സന്തോഷത്തോടെയാണ് അങ്ങനെ പറയുന്നത്. അവനങ്ങനെ പറയാനുള്ള കാരണം തന്നെ പീറ്ററിനോടുള്ള ദേഷ്യവും ഹാരി മറന്നുപോയെന്ന് ഇപ്പൊ പീറ്ററിന് അറിയാം. ഒരു തരത്തിൽ ഓർമ്മ പോയത് മോശം കാര്യമാണെങ്കിലും പീറ്ററിനെ സംബന്ധിച്ച് ഹാരിയുടെ ഓർമ്മ പോയത് വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ ഹാരിക്ക് പീറ്ററിനോട് യാതൊരു ദേഷ്യവുമില്ല. കാരണം പീറ്ററാണ് തന്റെ അച്ഛനെ കൊന്നതെന്നുള്ള ബോധം, ആ ഓർമ്മ ഹാരിയുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു. മിസ്റ്റർ ഹാരി ഓസ്ബോൺ, നിങ്ങളുടെ കൂട്ടുകാരൻ പീറ്റർ ഇല്ലേ? അവൻ കൃത്യസമയത്ത് നിങ്ങൾ എത്തിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും പറ്റാതിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ല സ്നേഹമുള്ള കൂട്ടുകാരെയാണ്. അതെനിക്ക് അറിയാമല്ലോ. അവർ രണ്ടുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. എനിക്ക് അവരെ ചെറുപ്പം തൊട്ടേ അറിയാം. അവർക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കൊടുക്കും. അറിയോ? സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ കാണിക്കുന്നത് ആ മണൽ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത സ്ഥലമാണ്. അവിടെ കുറെ മണൽ മാത്രമാണ് കിടക്കുന്നത്. പക്ഷെ പതുക്കെ പതുക്കെ ആ മണൽ അനങ്ങാൻ തുടങ്ങി. അങ്ങനെ അനങ്ങി അവിടെയുള്ള കുറെ മണൽ ഒത്തുചേർന്ന് ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് വരുവാണ്. അവിടെ ഒരു ലോക്കറ്റ് കിടക്കുന്നുണ്ട്. അതിൽ ഫ്ലിൻ മാർക്കോയുടെ മകളുടെ പടമാണ്. ആ രൂപം ആ ലോക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ മണലായതുകൊണ്ട് ലോക്കറ്റ് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ പതുക്കെ ശ്രമിച്ച് ആ മണൽ രൂപം എഴുന്നേറ്റ് നിൽക്കുവാണ്. ആ രൂപം താഴെ കിടന്ന ലോക്കറ്റ് എടുത്ത് അതിലെ ചിത്രത്തിലേക്ക് നോക്കുവാണ്. പതുക്കെ ആ മണൽ രൂപം ഒരു ശരിക്കുള്ള മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നു. അത് ഫ്ലിൻ മാർക്കോ ആയിരുന്നു. അയാൾക്കിപ്പോ പുതിയ ചില കഴിവുകൾ കിട്ടിയിരിക്കുവാണ്. ആ എക്സ്പെരിമെന്റ് കാരണം ഫ്ലിന്റിന്റെ സെൽസും മണൽ തരികളും കൂടി ചേർന്ന് കഴിഞ്ഞു. അതുകൊണ്ട് ഫ്ലിന്റിന് ഇപ്പോ തന്റെ ശരീരം ഇഷ്ടമുള്ളതുപോലെ മണലാക്കി മാറ്റാൻ പറ്റും. ചുറ്റുമുള്ള മണൽ തരികളെ അവന് നിയന്ത്രിക്കാനും പറ്റും. അതുകൊണ്ട് നമുക്ക് ഫ്ലിൻ മാർക്കോയെ ഇനി വേണമെങ്കിൽ സാൻഡ് മാൻ എന്ന് വിളിക്കാം, മണൽ മനുഷ്യൻ. ഇപ്പൊ ഫ്ലിന്റിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയാണുള്ളത്. തനിക്കിപ്പോ പുതിയ പവറുകൾ കിട്ടിയിരിക്കുവാണ്. ഈ പവറുകൾ വെച്ച് എങ്ങനെയെങ്കിലും തന്റെ മോളുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം ഉണ്ടാക്കണം. അതാരെ കൊന്നിട്ടായാലും പിടിച്ച് പറിച്ചിട്ടായാലും വേണ്ടില്ല. ഈ സമയത്ത് നമ്മുടെ പീറ്റർ പാർക്കർ ആൺമയെ അവന് കൊടുത്ത മോതിരം കൈ പിടിച്ചുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് MJ അങ്ങോട്ട് കയറി വരുന്നത്. പീറ്റർ പെട്ടെന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം എടുത്ത് ഒളിപ്പിച്ചു. അല്ലെങ്കിൽ സർപ്രൈസ് പോകുമല്ലോ. പക്ഷെ MJ ഒരു പേപ്പറും കയ്യിലെടുത്ത് പിടിച്ച് വളരെ അപ്സെറ്റ് ആയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ MJയുടെ കഴിഞ്ഞ നാടകങ്ങൾ കണ്ട കുറെ പേര് അവളെ പറ്റി നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിരിക്കുവാണ്. അതായത് MJയുടെ ശബ്ദം പോരാ, ശബ്ദം
കുറവാണ്, ആക്ടിംഗ് പോരാ, ഇങ്ങനെയൊക്കെയാണ് കുറെ പേര് പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് എം ജെക്ക് ആണെങ്കിൽ ഭയങ്കര വിഷമമായി. ഈ കാര്യങ്ങൾ പറയാനാണ് എം ജെ പീറ്ററിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ പീറ്റർ എം ജെ ആശ്വസിപ്പിക്കുന്നു. എന്താ എം ജെ, ആളുകൾ ഇങ്ങനെ പലതും പറയും, അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ മുന്നിൽ തന്നെ ഇരുന്ന് കേട്ടതല്ലേ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, മനസ്സിലായോ? പക്ഷെ പീറ്റർ, അത് തന്നെയാണ് കുഴപ്പം, നീ ഇരുന്നത് മുന്നിലാണല്ലോ. ചിലപ്പോ ബാക്കിൽ ഇരുന്നവർക്ക് ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവരായിരിക്കും ചിലപ്പോ ഇങ്ങനെ മോശം അഭിപ്രായം എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എം ജെ, നീ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോ എന്റെ കാര്യം തന്നെ നോക്ക്. സ്പൈഡർമാൻ, ഞാൻ നഗരത്തിനെ രക്ഷിക്കാൻ എത്രയോ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും പേപ്പറിൽ എന്താ വരുന്നത്? സ്പൈഡർമാൻ മോശം ആളാണെന്ന്, സ്പൈഡർമാൻ ഒരു കള്ളനാണെന്ന്. ഇതിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പീറ്റർ, ഞാനിപ്പോ സ്പൈഡർമാനെ പറ്റിയല്ല സംസാരിക്കുന്നത്, എന്നെ പറ്റിയാണ്, അത് മനസ്സിലാക്ക്. എം ജെ, ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മറ്റുള്ള ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയട്ടെ, നീ നിന്റെ കഴിവ് വിശ്വസിക്ക്, അതാണ് വേണ്ടത്. എന്റെ പീറ്റർ, ഇങ്ങനെയൊക്കെ പറയാൻ എല്ലാവരെ കൊണ്ട് പറ്റും. നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ ടെൻഷൻ മാറാൻ പോകുന്നില്ല. നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ എന്താ പറയേണ്ടതെന്ന് നീ പറ, ഞാൻ അതുപോലെ പറയാം. എനിക്കറിയില്ല പീറ്റർ, എന്റെ ഇന്നത്തെ മൂഡാകെ പോയി. പീറ്റർ, എനിക്ക് ആളുകൾ എന്നെ പറ്റി ഇങ്ങനെ മോശമായിട്ട് എഴുതി കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന് അറിയോ? എന്റെ അച്ഛനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിനക്കറിയാമല്ലോ, ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് എന്റെ അച്ഛന്റെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ്. അതെന്താന്ന് വെച്ചാ, പക്ഷെ എം ജെ ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ ഇടയ്ക്കാണ് അവിടെ വെച്ചിരിക്കുന്ന ഡിവൈസിൽ കൂടെ ഒരു അറിയിപ്പ് വരുന്നത്. അതായത് നഗരത്തിൽ എവിടെയോ കള്ളന്മാരെന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പോലീസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് അവർ പരസ്പരം വിവരങ്ങൾ കൈമാറുമല്ലോ, അത് പീറ്ററിനും അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു സംവിധാനം പീറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും പോലീസിന്റെ അറിവോടെയല്ല, ഇങ്ങനെ കാര്യങ്ങൾ നേരത്തെ കൂട്ടി അറിഞ്ഞാലാണ് പീറ്ററിന് പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. ഇപ്പൊ എം ജെ പറയുന്ന കഥ കേട്ടിരിക്കാൻ പീറ്ററിന് സമയമില്ല. പീറ്റർ മനസ്സില്ലാ മനസ്സോടെ എം ജെയെ വിട്ട് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ എം ജെക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആദ്യമൊക്കെ എം ജെക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പൈഡർമാൻ ആയിട്ട് പീറ്ററിന് പോവേണ്ടി വരുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതമെന്ന് പീറ്റർ സ്പൈഡർമാൻ 2 ലാസ്റ്റ് പറഞ്ഞതാണ്. പക്ഷെ എം ജെ അതൊന്നും കേൾക്കാതെ അവളുടെ വിവാഹം വേണ്ടെന്ന് വെച്ച് പീറ്ററിന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ടിപ്പോ എം ജെയുടെ സ്വഭാവം മാറി. അങ്ങനെ എം ജെ പീറ്ററിന്റെ റൂമിൽ നിന്ന് പോവാണ്. പീറ്റർ ആണെങ്കിൽ സ്പൈഡർമാൻ സ്യൂട്ടിട്ട് പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ റൂമിൽ ഒരു അനക്കം കാണുന്നത്. നേരത്തെ ഉൽക്കയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി വന്ന് പീറ്ററിന്റെ കൂടെ മോട്ടോർ ബൈക്കിൽ ചാടി കയറി പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു കറുത്ത എട്ടുകാലി പോലെയുള്ള സാധനം, അതിപ്പോഴും പീറ്ററിന്റെ റൂമിൽ തന്നെയുണ്ട്. അതെന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കിപ്പോ മനസ്സിലാവില്ല. ഈ കറുത്ത സാധനത്തിന് നമ്മൾക്ക് ഇനി തൊട്ട് മറ്റൊരു പേര് വിളിക്കാം, ഒരു അടിപൊളി പേര്, വെനം. VENOM, വെനം. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ പോലീസുകാർ ഒരു സ്ഥലത്ത് പ്രശ്നം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കള്ളന്മാരൊന്നുമല്ല, ഒരു ക്രെയിനാണ്. ഒരു വലിയ ബിൽഡിങ്ങിന്റെ അത്ര ഉയരത്തിൽ നിൽക്കുന്ന ആ ക്രെയിനിന്റെ കൺട്രോൾ പോയിരിക്കുവാണ്. അതുകൊണ്ട് ആ ക്രെയിനിൽ തൂക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളെ തകർത്ത് കളയാൻ തുടങ്ങി. ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ആ ബിൽഡിങ്ങിലുള്ള ആളുകൾ മരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ക്രെയിനിന്റെ തൊട്ടടുത്തുള്ള നിലയിലാണ് പീറ്ററിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്റലിജന്റ് ആയിട്ടുള്ള ഗ്വെൻ സ്റ്റേസി എന്ന് പറയുന്ന കുട്ടി എന്തോ കാര്യത്തിന് വന്നിരിക്കുന്നത്. എന്തോ കാര്യം എന്ന് വെച്ചാൽ അവൾ നന്നായിട്ട് പഠിക്കുമെങ്കിലും ഇടയ്ക്ക് മോഡലിംഗ് ഫോട്ടോഗ്രാഫിയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ ക്രെയിനിൽ തൂക്കിയിട്ടിരിക്കുന്ന സാധനം അവർ നിൽക്കുന്ന നിലയിലേക്ക് പാഞ്ഞു വരുന്നത്. ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം അങ്ങനെ തകർന്നു പോവുകയാണ്. ഗ്വെൻ സ്റ്റേസി താഴേക്ക് വീഴാറായിട്ട് ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ അവളെ രക്ഷിക്കാൻ പോലീസുകാർക്കൊന്നും പറ്റുന്നില്ല. ഈ സമയത്താണ് താഴെ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് അതൊക്കെ ഫോട്ടോ എടുക്കുന്നത്. അയാളുടെ പേര് മിസ്റ്റർ എഡ്ഡി ബ്രോക്ക് എന്നാണ്. ഒരു പക്ഷേ കുറെ പേര് ഈ ഒരു നെയിം മുൻപ് കേട്ടിട്ടുണ്ടാവും, എഡ്ഡി ബ്രോക്ക്. കേൾക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, അത് പതുക്കെ പതുക്കെ മനസ്സിലാവും. ഈ എഡ്ഡി ബ്രോക്കിന്റെ കാമുകിയാണ് അവിടെ ബിൽഡിങ്ങിൽ വീഴാറായി നിൽക്കുന്ന ഗ്വെൻ സ്റ്റേസി. ഈ സമയത്താണ് നമ്മുടെ സ്പൈഡർമാൻ അങ്ങോട്ട് പാഞ്ഞു വരുന്നത്. അവിടെ നിന്ന് എല്ലാവർക്കും സന്തോഷമായി. എന്തായാലും സ്പൈഡർമാൻ വന്നതുകൊണ്ട് ഗ്വെൻ സ്റ്റേസിയെ സ്പൈഡർമാൻ രക്ഷിച്ചോളൂ. പോലീസിന് പണി കുറഞ്ഞു കിട്ടി. പക്ഷെ അപ്പോഴേക്കും ക്രെയിൻ വീണ്ടും വന്ന് പ്രശ്നമുണ്ടാക്കി. അത് വീണ്ടും വന്ന് ഇടിച്ച സമയത്ത് ഗ്വെൻ സ്റ്റേസി നേരെ കൈവിട്ട് താഴേക്ക് വീഴുവാണ്. നമ്മുടെ സ്പൈഡർമാൻ ഒരു വിധത്തിൽ ചാടി കയറി വന്ന് താഴേക്ക് വീഴുന്ന ചുമരിന്റെ ഇടയിൽ കൂടെയൊക്കെ ചാടി കടന്ന് ഗ്വെൻ സ്റ്റേസിയെ രക്ഷിച്ച് താഴെ എത്തിക്കുവാണ്. സ്റ്റേസിക്ക് ആശ്വാസമായി. അവൾ സ്പൈഡർമാനോട് ഒരുപാട് താങ്ക്സ് പറയുവാണ്. അങ്ങനെ പോവാൻ നിൽക്കുന്ന നേരത്താണ് സ്പൈഡർമാൻ എഡ്ഡി ബ്രോക്കിന്റെ ശബ്ദം കേൾക്കുന്നത്. ഹേയ് സ്പൈഡർമാൻ, ഒരു മിനിറ്റ്, എനിക്കൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സെക്കൻഡ് ഒന്ന് നിന്ന് തരണം. ഈ ഡെയിലി ബ്യൂഗിൾ എന്ന് പറയുന്ന പത്രമില്ലേ, അവിടേക്ക് ഇനി ഞാനാ ഫോട്ടോ കൊടുക്കാൻ പോകുന്നത്. നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ ഇങ്ങനെ പോവാന്നേ. ഇനി നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് വരും. എനിക്ക് മാത്രം ഫോട്ടോ തരാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായില്ല. ഡെയിലി ബ്യൂഗിൾ എന്ന് പറയുന്ന പത്രത്തിലേക്ക് പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഫോട്ടോ കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ ജോലിയൊന്നും ഇല്ലല്ലോ? തൽക്കാലമില്ല. പക്ഷെ ഞാൻ ഈ ഫോട്ടോയൊക്കെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ പീറ്ററിനെ പുറത്താക്കിയിട്ട് അവിടുത്തെ മുതലാളി എനിക്ക് ജോലി തരും. അതാണ് എന്റെ പ്ലാൻ. സ്പൈഡർമാൻ ദയവ് ചെയ്ത് എന്റെ കൂടെ ഒന്ന് നിൽക്കണം. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ. അപ്പൊ പീറ്റർ പാർക്കറിന്റെ ജോലിയുടെ കാര്യം അതെന്താവും? അവന്റെ ജോലി പോകുന്നെങ്കിൽ പോട്ടെ, എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ജോലി വേണം, അത്രേ ഉള്ളൂ. ആ പീറ്റർ പാർക്കർ എന്ന് പറയുന്ന മണ്ടന് ശരിക്കും
ഫോട്ടോ എടുക്കാനൊന്നും അറിയത്തില്ല. അവൻ എടുക്കുന്ന എല്ലാ ഫോട്ടോയിലും സ്പൈഡർമാൻ തടി വെച്ചിരിക്കുന്നത്. അറിയോ, ഞാൻ നൈസായിട്ട് നിന്റെ ഫോട്ടോ എടുത്തു തരാം. സ്പൈഡർമാനെ ഞാൻ ഒരു നല്ല ഹീറോ ആയിട്ട് കാണിക്കും. അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ട് ഫോട്ടോസ് ഒക്കെ എനിക്ക് തന്നാൽ മതി. ഞാനും ഒന്ന് പച്ച പിടിച്ച് പോട്ടെ. പക്ഷെ ഇതൊന്നും കേട്ട് നിൽക്കാതെ സ്പൈഡർമാൻ പെട്ടെന്ന് വലവിട്ട് അവിടുന്ന് ദൂരേക്ക് പോവാണ്. പക്ഷെ എഡ്ഡി ബ്രോക്ക് സ്പൈഡർമാന്റെ അടിപൊളി പിക്സ് ഇതിന്റെ ഇടയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡെയിലി ബ്യൂഗിളിന്റെ ഓഫീസാണ്. അവിടുത്തെ മുതലാളിയായിട്ടുള്ള ജോന ജെയിംസൺ എങ്ങനെയൊക്കെ സ്പൈഡർമാനെ മോശമാക്കി കാണിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ജോന ജെയിംസന് സ്പൈഡർമാന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി പിക്സ് വേണം. ആ സമയത്താണ് സ്പൈഡർമാന്റെ സൂപ്പർ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് എഡ്ഡി ബ്രോക്ക് അങ്ങോട്ട് വരുന്നത്. വന്ന് കയറിയ സമയത്ത് തന്നെ തന്റെ കയ്യിലുള്ള കിടിലൻ പിക്സ് എഡ്ഡി ബ്രോക്ക് ജോന ജെയിംസന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് തനിക്ക് ഇവിടെ സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്ന് പറയുന്നു. ഈ സമയത്താണ് പീറ്റർ പാർക്കറും ഡെയിലി ബ്യൂഗിളിലേക്ക് കയറി വരുന്നത്. ആ ഓഫീസിൽ പീറ്ററിനോട് കുറച്ചെങ്കിലും സ്നേഹമുള്ളത് അവിടുത്തെ ബെറ്റി എന്ന് പറയുന്ന ഓഫീസ് സ്റ്റാഫിനാണ്. പീറ്ററിന്റെ പണി കളയാൻ പുതിയൊരുത്തം വന്ന് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം ബെറ്റി പീറ്ററിനോട് പറയുന്നു. പീറ്ററിന് അപ്പൊ തന്നെ ആളാരാണെന്ന് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം പീറ്റർ സ്പൈഡർമാനായിട്ട് നിൽക്കുമ്പോൾ എഡ്ഡി ബ്രോക്ക് ഫോട്ടോ എടുക്കുന്നത് പീറ്റർ ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും പീറ്ററും നേരെ ചെന്ന് തന്റെ കയ്യിലുള്ള സ്പൈഡർമാന്റെ ഫോട്ടോസ് മിസ്റ്റർ ജോന ജെയിംസിന് കൊടുക്കുകയാണ്. ജോന ജെയിംസ് നോക്കിയപ്പോ പീറ്ററിനേക്കാളും പെട്ടെന്ന് ഫോട്ടോ കൊണ്ടുവന്നത് എഡ്ഡി ബ്രോക്ക് ആണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് പെട്ടെന്ന് നല്ല ഫോട്ടോകൾ കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാണ് ജോലി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ജോന ജെയിംസിന് കൺഫ്യൂഷനായി. ഇപ്പൊ പീറ്ററിന് ജോലി കൊടുക്കൂ അതോ എഡ്ഡി ബ്രോക്കിന് ജോലി കൊടുക്കൂ? പക്ഷെ അന്ന് കഷ്ടകാലത്തിന് ജോന ജെയിംസിന് ഇഷ്ടപ്പെട്ടത് എഡ്ഡി ബ്രോക്ക് എടുത്ത ഫോട്ടോസ് ആണ്. അതുകൊണ്ട് അന്നത്തെ ഫോട്ടോയുടെ പൈസ എഡ്ഡി ബ്രോക്കിന് കൊടുക്കാൻ ജോന ജെയിംസ് തീരുമാനിക്കുന്നു. ഇത് കണ്ട് പീറ്ററിന് വിഷമമായി. മിസ്റ്റർ ജോന ജെയിംസൺ, ഇതൊട്ടും ശരിയല്ല. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. ഇപ്പൊ പെട്ടെന്ന് ഒരുത്ത് കയറി വന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് തന്നെന്ന് കരുതി നിങ്ങൾ എന്റെ വർക്ക് അയാൾക്ക് കൊടുക്കാൻ പോവാണോ? അത് ശരിയാണ് മിസ്റ്റർ ജോന ജെയിംസൺ. പീറ്റർ കുറെ വർഷമായില്ലേ നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അവനെ അങ്ങനെ പെട്ടെന്ന് പുറത്താക്കുന്നത് ശരിയല്ല. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് ആരുടെയും അഭിപ്രായം കേൾക്കണ്ട. മനസ്സിലായോ? സർ, ഞാനൊരു കാര്യം പറഞ്ഞാലൊന്നും വിചാരിക്കരുത്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു വലിയ ഫോട്ടോഗ്രാഫറായി മാറണമെന്ന്. മാത്രമല്ല ഒരു വലിയ പത്രക്കമ്പനിയിൽ അവിടുത്തെ മഹാനായ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സർ. ആ മഹാനായ മുതലാളിയെ ഞാൻ കണ്ടെത്തി സർ. അതെന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ തന്നെയാണ്. മഹാനായ മിസ്റ്റർ ജോന ജെയിംസൺ, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ എന്നെ അനുവദിക്കൂ സർ. ഈ സോപ്പിടലൊക്കെ കേട്ടപ്പോ മിസ്റ്റർ ജോന ജെയിംസന് കൺഫ്യൂഷനായി. കുറെ നാളായിട്ട് തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പീറ്ററിന് ഇനിയും ജോലി കൊടുക്കണോ അതോ പെട്ടെന്ന് ഫോട്ടോസ് കൊണ്ടുവരുന്ന തന്നെ ഒരു മഹാനായിട്ടൊക്കെ കാണുന്ന എഡ്ഡി ബ്രോക്ക് എന്ന് പറയുന്ന പുതിയ പയ്യന് ജോലി കൊടുക്കണോ? എന്തായാലും മിസ്റ്റർ ജോന ജെയിംസൺ ഒരു കാര്യം പറയുന്നു. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും നല്ല ഫോട്ടോസ് ആണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു പത്രം ഓഫീസിലെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാണ് ഇവിടെ ജോലിയുള്ളത്. അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ നിങ്ങളുടെ പെർഫോമൻസ് നോക്കട്ടെ. ആരാണോ എനിക്ക് നല്ല ഫോട്ടോസ് ഏറ്റവും ആദ്യം കൊണ്ട് തരുന്നത് ഇവിടുത്തെ ജോലി അയാൾക്കുള്ളതാണ്. ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട. പെട്ടെന്ന് പോയി പണിയെടുക്കാൻ നോക്ക്. പോയി ഫോട്ടോസ് കൊണ്ടുപോവാ. എന്നിട്ട് ആലോചിക്കാം. യെസ് സർ, ഞാൻ മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇവിടുത്തെ ജോലി എനിക്കുള്ളത് തന്നെ. മിസ്റ്റർ ജോന ജെയിംസൺ, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഫോട്ടോസ് കൊണ്ടുവന്ന് തരാൻ പോകുന്നത് ഞാനായിരിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. എഡി, നിനക്കൊരിക്കലും സ്പൈഡർമാന്റെ നല്ല ഫോട്ടോസ് കിട്ടാൻ പോകുന്നില്ല. പിന്നെ അതൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. നീ തൽക്കാലം ഇവിടുത്തെ ജോലിയുടെ കാര്യം മറന്നേക്ക്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും വഴക്കിട്ട് സ്പൈഡർമാന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ സ്പൈഡർമാൻ ആയിട്ടുള്ള പീറ്റർ പാർക്കറിനെ സംബന്ധിച്ച് സ്പൈഡർമാന്റെ ഫോട്ടോസ് കിട്ടുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ പീറ്റർ നടന്നു പോകുന്ന സമയത്താണ് അവിടെ ഒരു ബിൽഡിംഗിൽ എന്തോ എഴുതി കാണിക്കുന്നത് കാണുന്നത്. സ്പൈഡർമാൻ ടു റിസീവ് ദ കീ ടു ദ സിറ്റി എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിന്റെ കാവൽക്കാരൻ എന്നുള്ള പദവി സ്പൈഡർമാന് കൊടുത്ത് ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ഒരു ഫംഗ്ഷനിലാണ് ഈ ചടങ്ങ് നടക്കുക. ഇത് കണ്ടപ്പോൾ സ്പൈഡർമാന് സന്തോഷമായി. എന്തായാലും കുറച്ച് വർഷങ്ങൾ എടുത്തിട്ടാണെങ്കിലും തന്നെ ജനങ്ങൾ അംഗീകരിച്ചല്ലോ. ആ സമയത്താണ് ഒരു അപ്പൂപ്പൻ അങ്ങോട്ട് വരുന്നത്. സ്റ്റാൻലി എന്നായിരുന്നു ആ അപ്പൂപ്പന്റെ പേര്. അദ്ദേഹം പറയുന്നു, മോനെ, ഞാൻ വിചാരിച്ചിരുന്നത് വെറും ഒരാൾ വിചാരിച്ചാൽ ഈ ലോകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് തെറ്റായിരുന്നു. സ്പൈഡർമാൻ വളരെ നല്ലവനാണ്. അവൻ ഒറ്റ ഒരുത്തം വിചാരിച്ചപ്പോ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായത്. പീറ്ററിന് സന്തോഷമായി. നെക്സ്റ്റ് സീനിൽ ഹാരിയുടെ വീടാണ് കാണിക്കുന്നത്. ഹാരിയും പീറ്ററും കൂടി അങ്ങോട്ട് വന്നിരിക്കുവാണ്. ആ സമയത്താണ് ഹാരിയുടെയും അവന്റെ അച്ഛനായിരുന്ന മിസ്റ്റർ നോമൻ ഓസ്ബോണിന്റെയും മാനേജറായിട്ടുള്ള ബേർണാഡ് എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് വരുന്നത്. ബേർണാഡിന് ഹാരി ചെറുപ്പം തൊട്ടേ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി ഹാരി തിരിച്ചു വന്നപ്പോ ബേർണാഡിന് ഒരുപാട് സന്തോഷമായി. ഈ സമയത്ത് ഹാരിയുടെ കയ്യിൽ പണ്ട് ചെറുപ്പകാലത്ത് ഹാരിയും പീറ്ററും കളിച്ചുകൊണ്ടിരുന്ന ഒരു ബോൾ കിട്ടുവാണ്. അത് കണ്ടപ്പോ ആ കാലത്തെ കുറെ ഓർമ്മകൾ ഹാരിയുടെ മനസ്സിലേക്ക് വീണ്ടും വരുവാണ്. പക്ഷെ ഈ അടുത്ത് നടന്ന കുറെ കാര്യങ്ങളൊന്നും ഹാരിയുടെ ഓർമ്മയിലില്ല. പീറ്റർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓർമ്മയില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാ. എനിക്ക് ഇതുവരെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ആയില്ലേ? ഞാനത്ര പണക്കാരനായിട്ടും ഒരു പെണ്ണിനും എന്നെ ഇതുവരെ ഇഷ്ടപ്പെട്ടില്ലേ? ഹാരി, അതെനിക്ക് അറിയില്ല. അതെന്താന്ന് വെച്ചാ നീ കുറെ കാര്യങ്ങളൊക്കെ സീക്രട്ട് ആയിട്ടാണ് വെക്കാറ്. ചിലപ്പോൾ നീ എന്നോട് പോലും പറയാറില്ല. ഒരുപക്ഷെ നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരിക്കും, നീ എന്നോട് പറയാനായിട്ടായിരിക്കും. ഹേയ് മിസ്റ്റർ ബേർണാഡ്, എന്താ നിങ്ങൾക്കറിയില്ലേ എനിക്ക് എന്തെങ്കിലും ഗേൾ ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും ചുറ്റികളി ഉണ്ടായിരുന്നോ? നോ സർ, എന്തായാലും എന്റെ അറിവിലില്ല. നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കാറ്. ആ സമയത്താണ് ഹാരി തന്റെ അച്ഛനായിട്ടുള്ള നോമൻ ഓസ്ബോണിന്റെ ഒരു ചിത്രം കാണുന്നത്. പീറ്റർ, നിനക്ക് എന്റെ അച്ഛനെ ശരിക്കും ഓർമ്മയില്ലേ? പക്ഷെ എനിക്ക് അദ്ദേഹത്തെ പറ്റി കാര്യമായിട്ടൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്റെ അച്ഛന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നീ ഭയങ്കര ഇന്റലിജന്റ് ആയിരുന്നല്ലോ. ചിലപ്പോ എന്റെ അച്ഛൻ എന്നെക്കാളും ഇഷ്ടം നിന്നെ ആയിരുന്നിട്ടുണ്ടാവും. പക്ഷെ അതിലെനിക്ക് സന്തോഷമുള്ളൂ. നോ ഹാരി, സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ഒരച്ഛൻ വേറെ ആരെ സ്നേഹിക്കാനാ? അദ്ദേഹത്തിന് നീ എന്ന് പറഞ്ഞ വലിയ കാര്യമായിരുന്നു. ശരിയാ, പക്ഷെ എന്റെ അച്ഛനെ പറ്റിയുള്ള ഓർമ്മയൊന്നും എന്റെ മനസ്സിലില്ല. ചിലപ്പോ കുറെ കാലം കഴിഞ്ഞ് എനിക്ക് ഓർക്കാൻ പറ്റുമായിരിക്കുമല്ലേ? ഹാരി, നീ അതൊക്കെ വിട്. നീ തൽക്കാലം ഇപ്പൊ സമാധാനമായിട്ടിരിക്കും, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് പീറ്റർ അവന്റെ കയ്യിലിരുന്ന ബോൾ
ഹാരിക്ക് എറിഞ്ഞു കൊടുക്കുവാണ്. പക്ഷെ ആ ബോളും അതുകൊണ്ട് താഴെ വീഴാൻ പോയ അവിടെ തൊട്ടടുത്തിരുന്ന മറ്റൊരു സാധനവും ഹാരി പെട്ടെന്ന് 2 കൈകൾ കൊണ്ട് പിടിച്ചെടുക്കുവാണ്. ഇത് കണ്ട് ഹാരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല, പീറ്ററിനും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം സ്പൈഡർമാനെ സംബന്ധിച്ച് സ്പൈഡർ സെൻസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഹാരിയെ പോലെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതെന്തുകൊണ്ടാണ് ശരിക്കും നടന്നതെന്ന് വെച്ചാൽ ഹാരിയുടെ ശരീരത്തിലേക്ക് ഗ്രീൻ ഗോബ്ലിൻ സെറം ഇഞ്ചക്ട് ചെയ്ത് പരീക്ഷണം ചെയ്തിരുന്നു. അതുകൊണ്ട് ഹാരിയുടെ സെൻസുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ഒരുപാട് കൂടി. പക്ഷെ ആ കാര്യമൊക്കെ ഹാരി മറന്നുപോയി. പീറ്ററിനാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ഗോബ്ലിൻ സെറം ഉള്ള കാര്യം നേരത്തെ അറിയാനും പാടില്ല. എന്നാലും പീറ്ററിന് ഈ കാര്യം കണ്ടപ്പോ അത് കുറച്ച് അത്ഭുതമായിട്ട് തോന്നി. സീൻ ചേഞ്ച് ആവുന്നു. നമ്മുടെ MJ നാടകത്തിന്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവളുടെ നാടക ട്രൂപ്പിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് MJ ഞെട്ടിപ്പോയത്. ഇത്രയും നാൾ MJ കളിച്ചുകൊണ്ടിരുന്ന നാടകം അവിടെ വേറെ ഏതോ ഒരുത്തി വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. MJക്ക് കാര്യം മനസ്സിലായി. എന്താണ് കാര്യമെന്ന് വെച്ചാൽ MJയെ പറ്റി ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ മോശം അഭിപ്രായങ്ങൾ പത്രത്തിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നാടകത്തിന്റെ ആൾക്കാർ MJയെ പുറത്താക്കി. അതിനു പകരം പുതിയൊരു നടിയെ കയറ്റി. MJക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. നാടകത്തിൽ അഭിനയിച്ച് വലിയ നടിയായി മാറാൻ പറ്റുമെന്നൊക്കെയായിരുന്നു MJയുടെ വിചാരം. പക്ഷേ അഭിനയിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും MJ നാടകത്തിൽ നിന്ന് പുറത്തായി. ഈ നാടകത്തിന്റെ ആൾക്കാർ വന്ന് MJയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ MJ ഒന്നും പറയാതെ വളരെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പക്ഷേ MJ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ നിന്ന് ഒരുപാട് പേർ ശബ്ദം ഉണ്ടാക്കി കൈയടിക്കുന്നത്. MJക്ക് സന്തോഷമായി. നാടകത്തിൽ നിന്ന് പുറത്തായെങ്കിലും ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്ന കുറെ പേർ പുറത്തുണ്ട്. തന്റെ ഫാൻസ് ആണ് ഈ കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് MJ ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കുന്നത്. അവരൊക്കെ കൈയടിച്ചത് MJക്ക് വേണ്ടിയിട്ടല്ല, അവിടെ തൂങ്ങിയാടി വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ രക്ഷകനായിട്ടുള്ള സ്പൈഡർമാന് വേണ്ടിയാണ്. ഈ കാര്യം MJക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. തന്റെ കാമുകനായിട്ടുള്ള സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ പാർക്കറിന് തനിക്ക് കിട്ടാത്ത പ്രശസ്തിയും കയ്യടിയും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. തന്നെയാണെങ്കിൽ നാടകത്തിൽ നിന്ന് പുറത്താക്കി. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പൊ സ്പൈഡർമാന് ഈ നഗരത്തിന്റെ സംരക്ഷകൻ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് ദ സിറ്റി എന്ന് പറയുന്ന അവാർഡ് കൊടുത്താദരിക്കാൻ പോവാണ്. അത് ഈ നഗരത്തിലെ വലിയൊരു ആഘോഷമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ബാൻഡ് സെറ്റും പാട്ടും കൂത്തും എല്ലാം ഉണ്ട്. ഇതിനിടയ്ക്ക് നമ്മളുടെ പീറ്റർ പാർക്കറും കുറച്ച് ടഫ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഒക്കെ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സ്പൈഡർമാൻ വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ എഡ്ഡി ബ്രോക്കും അവിടേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ എഡ്ഡി ബ്രോക്കിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ഗ്വെൻ സ്റ്റേസി. പക്ഷെ ഗ്വെന്നിന് എഡ്ഡി അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം എഡ്ഡി കുറച്ച് വെറുപ്പിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. ഈ സമയത്ത് ആരോ ഒരാൾ MJ നോക്കി സുന്ദരി എന്ന് വിളിക്കുന്നു. ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. MJക്ക് സന്തോഷമായി. ഇപ്പോഴും തന്നെ തിരിച്ചറിഞ്ഞ് ഫോട്ടോ എടുക്കാൻ കുറെ ഫാൻസ് ഉണ്ടല്ലോ. MJ തിരിഞ്ഞു നോക്കി. പക്ഷെ അതോടെ MJയുടെ എല്ലാ സന്തോഷവും പോയി. അത് വേറെ ആരും ആയിരുന്നില്ല, പീറ്റർ പാർക്കർ തന്നെയായിരുന്നു. MJ ആഗ്രഹിക്കുന്നത് തന്നെ അറിയാത്ത ഒരുപാട് പേർ നാടകം കണ്ട് തന്നെ തിരിച്ചറിഞ്ഞ് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നാണ്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. എന്ത് പറ്റി MJ? നീ എന്തോ ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നത്? ഒന്നുമില്ല പീറ്റർ. എന്തായാലും എനിക്ക് നിന്നെ ഓർത്ത് സന്തോഷമുണ്ട്. നിന്നെ സംബന്ധിച്ച് ഇന്നൊരു വലിയ ദിവസമല്ലേ. നീയാണ് ഇപ്പൊ ഈ സിറ്റിയുടെ സംരക്ഷകൻ. അതിന്റെ പേരിൽ അവാർഡും കിട്ടാൻ പോകുന്നു. യെസ് MJ, എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആ സ്റ്റേജിൽ സ്പൈഡർമാൻ ആയിട്ട് പോയി ആ അവാർഡ് വാങ്ങും. നീ അത് കാണാൻ ഇവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ MJ, എനിക്ക് മനസ്സിലായി നിനക്ക് വിഷമമുണ്ടെന്ന്. നീ മറ്റുള്ളവർ പറയുന്ന ഈ മോശം അഭിപ്രായങ്ങളെ പറ്റി ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നീ എന്നും ഒരു നല്ല നടിയായിരിക്കും. നീ നാടകത്തിൽ മാത്രമല്ല കുറെ കാലം കഴിഞ്ഞ് സിനിമയിലും വരും. ഡോണ്ട് വറി, ഓക്കെ? അങ്ങനെ പറഞ്ഞ് പീറ്റർ സ്പൈഡർമാനായി മാറി അവാർഡ് വാങ്ങാൻ വേണ്ടി പോവാണ്. MJ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം അവളെ നാടകത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ. ഈ കാര്യം അവൾ പീറ്ററിനോട് പറയുന്നില്ല. ഒരുപക്ഷെ നാണക്കേടുകൊണ്ടായിരിക്കാം. ഈ സമയത്താണ് തന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഫ്ലിൻ മാർക്കോ നഗരത്തിലേക്ക് വീണ്ടും വരുന്നത്. ഫ്ലിൻ മാർക്കോ ഇപ്പൊ ഒരു സാധാരണ മനുഷ്യനല്ല, അവൻ സാൻഡ്മാൻ ആണ്. ഇഷ്ടമുള്ള പോലെ മണൽ അവന് നിയന്ത്രിക്കാൻ പറ്റും. ഈ സമയത്ത് പോലീസുകാർ ഫ്ലിൻ മാർക്കോയെ കണ്ട് തിരിച്ചറിയുവാണ്. അവർ തോക്കും കൈപിടിച്ച് ഫ്ലിന്റിനെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഫ്ലിന്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രക്കിലേക്ക് ഓടിക്കയറുവാണ്. പോലീസുകാരൻ മുകളിൽ കയറി നോക്കിയപ്പോൾ ആ ട്രക്കിന്റെ മുകളിൽ മുഴുവൻ മണൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. പോലീസുകാരന് കുറച്ചു നേരത്തേക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ പെട്ടെന്നാണ് ആ മണലിൽ നിന്ന് ഒരു വലിയ കൈ പൊങ്ങി വന്ന് പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അത് ഫ്ലിൻ മാർക്കോ ആയിരുന്നു, അല്ലെങ്കിൽ സാൻഡ്മാൻ. അയാൾ ആ ട്രക്കിലുണ്ടായിരുന്ന മണൽ മുഴുവൻ നിയന്ത്രിച്ച് ഒരു വലിയ മണൽ മനുഷ്യനായി മാറി. പോലീസുകാർ കുറെ വെടിവെക്കാൻ നോക്കിയെങ്കിലും സാൻഡ്മാൻ ഒന്നും തന്നെ പറ്റുന്നില്ല. അയാൾ ചുറ്റുമുള്ള പോലീസുകാരെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് ആ നഗരത്തിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പീറ്റർ അവാർഡ് വാങ്ങുന്നത് നോക്കി നിൽക്കുന്ന MJയുടെ അടുത്തേക്ക് ഹാരി വരുവാണ്. MJ, എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? പീറ്റർ അവിടെ പോയി. പീറ്റർ അയാളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഓ, പിന്നെ പീറ്റർ എന്നോട് പറഞ്ഞിരുന്നു നീ ഇപ്പൊ നാടകത്തിലൊക്കെ അഭിനയിച്ച് വലിയ പുള്ളിയായിരുന്നു. എനിക്കതൊന്നും ഓർമ്മയില്ല. ഹാരി, നിനക്ക് ഓർമ്മയില്ലേ? നീ എന്റെ നാടകം കാണാൻ വേണ്ടി വരാറുണ്ട്. മാത്രമല്ല നീ എനിക്ക് വേണ്ടി പൂക്കളൊക്കെ കൊണ്ടുവരാറുണ്ട്. നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? നോ MJ, ഒരുപക്ഷെ എന്റെ ഓർമ്മ തിരിച്ചു വരാൻ കുറെ നാൾ എടുക്കുമായിരിക്കും. പക്ഷെ നിനക്കൊരു കാര്യം അറിയോ? നീ ഒരു വലിയ നടിയാവും
നടിയാവും എന്നുള്ള കാര്യം എനിക്ക് ചെറുപ്പത്തിൽ അറിയാമായിരുന്നു. ഞാൻ നീ സ്കൂളിൽ വെച്ച് കളിക്കാറുള്ള കുറെ നാടകമൊക്കെ കാണാറുണ്ട്. മാത്രമല്ല ഞാൻ നിനക്ക് വേണ്ടി അന്നൊരു കഥ വരെ എഴുതിയിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഹാരി, നീ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ നീ ഒരു കാരണവച്ചാലും ഈ കാര്യം പീറ്ററിനോട് പറയരുത്. എന്താന്ന് വെച്ചാൽ എന്നെ നാടകത്തിൽ നിന്ന് പുറത്താക്കി. അയ്യോ, നിന്നെ നാടകത്തിൽ നിന്ന് പുറത്താക്കിയോ? അതെന്താ? അറിയില്ല ഹാരി. കുറെ പേര് എന്നെ പറ്റി മോശം അഭിപ്രായം പറഞ്ഞു. ഒരുപക്ഷെ ഞാൻ അത്ര നല്ല നടിയായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും എന്നെ പുറത്താക്കിയത്. MJ, നീ വിഷമിക്കണ്ട. ഇതല്ലെങ്കിൽ വേറൊരു നാടകം. എന്തായാലും നീ വലിയൊരു നടിയാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഈ സമയത്ത് നമ്മുടെ ഗ്വെൻ സ്റ്റേസി സ്പൈഡർമാനെ പറ്റി വാനോളം പൊക്കി പറഞ്ഞ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ സ്യൂട്ടൊക്കെ ഇട്ട് എല്ലാവരുടെയും മുന്നിലേക്ക് തൂങ്ങിയാടി വരുവാണ്. They love me. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി പീറ്റർ കുറെ ചാടി മറിഞ്ഞ് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും സ്പൈഡർമാൻ എന്ന് പറഞ്ഞ ജീവനാണ്. അവിടെ വന്നിരിക്കുന്ന എല്ലാവരും സ്പൈഡർമാന് വേണ്ടി കൈയടിക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ആളുകൾക്കെല്ലാം സ്പൈഡർമാൻ ഇഷ്ടമാണെന്നുള്ള കാര്യം പീറ്ററിന് നേരത്തെ അറിയാം. കാരണം ഇവിടേക്ക് വരുന്നതിന് മുൻപേ തന്നെ അവൻ ദൂരെ ഒരു ബിൽഡിങ്ങിൽ പോയി നിന്ന് ആ കാഴ്ചയൊക്കെ നോക്കി കണ്ടതാണ്. സ്പൈഡർമാൻ തല കീഴായിട്ട് ആ സ്റ്റേജിലേക്ക് തൂങ്ങിയാടി വരുവാണ്. അങ്ങനെ തൂങ്ങി വന്ന് നിൽക്കുന്നത് നമ്മുടെ ഗ്വെൻ സ്റ്റേസിയുടെ അടുത്തേക്കാണ്. ഇത് കണ്ട് കുറെ ആളുകൾ ഗ്വെൻ സ്റ്റേസിയോട് സ്പൈഡർമാനെ കിസ് ചെയ്യാൻ പറയുന്നു. ഇത് കേൾക്കുന്ന പീറ്റർ പാർക്കറും ഗ്വെൻ സ്റ്റേസിയോട് തന്നെ കിസ് ചെയ്യാൻ പറയുന്നു. തന്നെ രക്ഷിച്ച സ്പൈഡർമാനെ കിസ് ചെയ്യാനായിട്ട് ഗ്വെൻ സ്റ്റേസിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകളുടെ ഇഷ്ടപ്രകാരം ഗ്വെൻ സ്റ്റേസി സ്പൈഡർമാന്റെ മാസ്ക് പകുതി മാത്രം താഴേക്ക് താഴ്ത്തി വെച്ച് അവനെ കിസ് ചെയ്യുവാണ്. ആളുകൾക്കൊക്കെ സന്തോഷമായി. പക്ഷെ അവിടെ നിന്നൊരു കുട്ടി മാത്രം സ്പൈഡർമാനോട് കിസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ കൊച്ചിനെങ്കിലും കുറച്ച് ബോധമുണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന MJക്ക് ഒരുപാട് വിഷമമായി. കാരണം ഇങ്ങനെ തല കീഴായിട്ട് നിൽക്കുന്ന കിസ് അത് സ്പൈഡർമാൻ 1-ൽ പീറ്ററും മേരി ജെയിനും തമ്മിൽ ചെയ്തതാണ്. ഇത് അവരുടെ സ്പെഷ്യൽ കിസ്സാണ്. പക്ഷെ അതൊന്നും ആലോചിക്കാതെയാണ് പീറ്റർ ഇപ്പൊ ഗ്വെൻ സ്റ്റേസിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ സീൻ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം പീറ്റർ പാർക്കർ ഒരിക്കലും MJ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ മറ്റൊരു പെൺകുട്ടിയെ കിസ് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം പീറ്ററിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഇത് കണ്ടു നിൽക്കുന്ന MJക്ക് വിഷമാവുമെന്നുള്ള കാര്യം പീറ്ററിന് ആലോചിച്ചാൽ മനസ്സിലാവും. എന്നിട്ടും പീറ്റർ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതൊരു തെറ്റായി പോയി. ഈ ഒരു കാര്യം കൊണ്ട് MJക്ക് പീറ്ററിനോട് ഒരു വെറുപ്പ് തോന്നാൻ തുടങ്ങി. ഒരു പക്ഷെ പീറ്റർ ഇങ്ങനെ ചെയ്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. എന്തായാലും ഇത് കണ്ട് MJ വിഷമിച്ച് മാറി നിൽക്കുന്നു. ആ സമയത്താണ് നമ്മുടെ സാൻഡ്മാൻ അല്ലെങ്കിൽ ഫ്ലിൻ മാർക്കോ മണലൊക്കെ പറപ്പിച്ചുകൊണ്ട് ആ വഴിക്ക് വരുന്നത്. സാൻഡ്മാൻ നേരെ പറന്നു ചെന്ന് കയറുന്നത് ബാങ്കിൽ നിന്ന് പണം കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു ട്രക്കിലേക്കാണ്. അയാൾ അതിന്റെ ഉള്ളിൽ കയറിയതോടെ ട്രക്കിൽ മുഴുവൻ മണൽ വന്ന് നിറയാൻ തുടങ്ങി. അതോടെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന പോലീസുകാർക്കും ട്രക്ക് ഓടിച്ചിരുന്ന ആൾക്കും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അവരെ മുഴുവനായിട്ട് മണൽ വന്ന് മൂടി. ട്രക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് ഓവർ സ്പീഡിൽ റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ്. ആ ട്രക്ക് ഇപ്പൊ നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിടിച്ച് ആരെങ്കിലും ഒക്കെ മരിക്കും. നിമിഷ നേരത്തിനുള്ളിൽ ഫ്ലിൻ തനിക്ക് നിൽക്കാനുള്ള ഭാഗം മൊത്തത്തിൽ ക്ലിയർ ആക്കുന്നു. എന്നിട്ട് അയാൾക്ക് വേണ്ട പണം എടുത്ത് ആ ട്രക്കിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന സമയത്താണ് നമ്മുടെ സ്പൈഡർമാൻ അങ്ങോട്ട് ചാടി വന്ന് നിൽക്കുന്നത്. ഹേയ് മാൻ, ഞാൻ തനിക്കൊരു ഉപദേശം തരാം. ഇതോടെ എല്ലാം നിർത്തിയേക്ക്. ആ പണച്ചാക്കൊക്കെ അവിടെ വെച്ചാൽ മര്യാദയ്ക്ക് പോലീസ് വന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോക്കോളൂ. ഓക്കെ സ്പൈഡർമാൻ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നിന്ന് പൊക്കോ. അതാണ് നിനക്ക് നല്ലത്. ഹേയ്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ നഗരത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നത് ഞാനാണ്. ഈ നഗരത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്ന അവാർഡ് വരെ എനിക്ക് കിട്ടി. എന്നിട്ട് ഞാൻ പറയുന്നത് നീ എന്താ കേൾക്കാത്ത? മര്യാദയ്ക്ക് അത് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് സറണ്ടർ ആയാൽ നിനക്ക് കൊള്ളാം. സ്പൈഡർമാൻ, എന്നാ പിന്നെ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. നീ നഗരത്തിന്റെ സംരക്ഷകനല്ലേ? ഇനി നിന്നെ എന്റെ കയ്യിൽ നിന്ന് ആര് രക്ഷിക്കും? അങ്ങനെ പറഞ്ഞ ഫ്ലിൻ മാർക്കോ അവന്റെ കൈ മണൽ വെച്ച് വലിയ സൈസ് ഉള്ള കൈയാക്കി മാറ്റുന്നു. എന്നിട്ട് അത് വെച്ച് സ്പൈഡർമാൻ ആക്രമിക്കാൻ തുടങ്ങി. സ്പൈഡർമാന് സ്പൈഡർ സെൻസ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ പറ്റി. എന്നിട്ട് സാൻഡ്മാന്റെ വയറ്റിൽ നോക്കിയ ഒരു ഒറ്റയിടി. പക്ഷെ മണൽ മനുഷ്യനായതുകൊണ്ട് സ്പൈഡർമാന് ഫ്ലിൻ മാർക്കോയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്പൈഡർമാന്റെ ഓരോ ഇടിയും അയാളുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് മണൽ നഷ്ടപ്പെട്ടാൽ അയാൾക്ക് ഒരു പ്രശ്നവുമില്ല. അടുത്ത നിമിഷം തന്നെ അയാൾ തൊട്ടടുത്തുള്ള മണൽത്തരികൾ വെച്ച് അതെല്ലാം ശരിയാക്കും. ഇത് കണ്ട് സ്പൈഡർമാൻ അത്ഭുതമായി. ആദ്യമായിട്ടാണ് ഒരു മണൽ മനുഷ്യനെ നേരിട്ട് കാണുന്നത്. ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സാൻഡ്മാൻ സ്പൈഡർമാനെ ട്രക്കിന്റെ പുറത്തേക്ക് ഇടിച്ചു തെറിപ്പിച്ചു. സ്പൈഡർമാൻ നിലത്ത് വീണെങ്കിലും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നേരെ വല വിട്ട് തൂങ്ങിയാടി. സ്പൈഡർമാൻ ട്രക്കിന്റെ പുറകെ തന്നെയുണ്ട്. നേരെ ട്രക്കിലേക്ക് ചാടിക്കയറുന്ന സ്പൈഡർമാൻ സാൻഡ്മാനെ വെബ് ഷൂട്ട് ചെയ്തും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് അടിച്ചടിച്ചില്ലാതെയാക്കിയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാൻഡ്മാന് ഇതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ സമയത്ത് സ്പൈഡർമാനെ സാൻഡ്മാൻ നേരെ ഇടിച്ച് ട്രക്കിന്റെ ഉള്ളിലേക്ക് ഇടുവാണ്. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ട്രക്ക് നിയന്ത്രിക്കാൻ ആരും തന്നെയില്ല.
അത് ബ്രേക്ക് പിടിക്കാനാവാത്ത പോലെ മറ്റൊരു വണ്ടിയിൽ ചെന്ന് ഇടിക്കാൻ പോവുകയാണ്. പിന്നെ സ്പൈഡർമാന് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. മണലിൽ പെട്ടുകിടക്കുന്ന പോലീസുകാരെ സ്പൈഡർമാൻ നേരെ പുറത്തേക്ക് എറിയുവാണ്. എന്നിട്ട് വെബ് ഷൂട്ട് ചെയ്ത് അവരെല്ലാം താഴെ വീഴാതെ രക്ഷിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ട്രക്ക് പോയി ഇടിച്ച് മറിഞ്ഞു. അതിന്റെ ഉള്ളിൽ സ്പൈഡർമാൻ പെട്ടുപോയി. വയ്യാതായ സ്പൈഡർമാൻ പുറത്തേക്ക് എഴിഞ്ഞെഴിഞ്ഞു വന്നു. ഇതൊക്കെ സാൻഡ്മാൻ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നോക്കി കാണുന്നുണ്ട്. അയാൾക്ക് ആവശ്യമായിട്ടുള്ള പൈസയിൽ കുറെയൊക്കെ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തായാലും ഇങ്ങനെ ഒരു വില്ലൻ വന്നിട്ട് അയാളെ തോൽപ്പിക്കാൻ പറ്റാത്തതിൽ സ്പൈഡർമാന് നല്ല വിഷമമുണ്ട്. ഈ കാഴ്ച ജനങ്ങളെല്ലാം നോക്കി കാണുന്നുണ്ട്. സ്പൈഡർമാൻ നേരെ അവിടെ നിന്ന് വലവിട്ട് തൂങ്ങിയാടി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ പോയിരിക്കുവാണ്. വില്ലനെയാണെങ്കിൽ തോൽപ്പിക്കാനും പറ്റിയില്ല. എന്നാൽ മാസ്ക് ഊരി നോക്കിയപ്പോഴാണെങ്കിലോ തലയിലും വായിലും മൂക്കിലും ഒക്കെ മണ്ണ് കയറി. വേറെ ഗുണമൊന്നും ഉണ്ടായില്ല. സ്പൈഡർമാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ദിവസവും തനിക്ക് മാത്രം എവിടുന്നാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള വില്ലൻസ്. എന്തായാലും പീറ്റർ പാക്കർ തൽക്കാലത്തേക്ക് ആ കാര്യമൊക്കെ മാറ്റിവെക്കുവാണ്. കാരണം ഇന്നാണ് പീറ്റർ പാക്കറിന്റെ ജീവിതത്തിലെ ആ മനോഹരമായിട്ടുള്ള ദിവസം. കാരണം ഇന്നാണ് അവൻ ആന്റി കൊടുത്ത മോതിരം വെച്ച് എം ജെയെ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത്. എം ജെയോട് തന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് പീറ്റർ ചോദിക്കാൻ പോവാണ്. അതിനുവേണ്ടി അവൻ എം ജെയോട് ഒരു ഹോട്ടലിലേക്ക് ഡിന്നർ കഴിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എം ജെ വരുന്ന വഴിക്കാണെങ്കിൽ സ്പൈഡർമാൻ ഗ്വെൻ സ്റ്റേസിയെ കിസ് ചെയ്യുന്ന ചിത്രമാണ് പത്രങ്ങളിൽ കാണുന്നത്. അത് കണ്ടതോടെ അവൾക്ക് പീറ്ററിനോടുള്ള ദേഷ്യം ഇരട്ടിയായി മാറി. അതിനിപ്പോ എം ജെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് പെണ്ണിനായാലും ഇങ്ങനെയൊക്കെ കണ്ടാൽ ദേഷ്യം വരും. അങ്ങനെ പീറ്റർ പാക്കർ നേരെ ആ ഹോട്ടലിന്റെ മാനേജറുടെ അടുത്തേക്ക് പോവാണ്. മാനേജറോട് പീറ്റർ കുറെ കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കുന്നു. എന്താന്ന് വെച്ചാൽ തന്റെ കാമുകിയായിട്ടുള്ള എം ജെ താൻ ഇന്ന് പ്രൊപ്പോസ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ആ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതുപോലെ ആക്കണം. അതിന് പീറ്റർ എം ജെയെ പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക മ്യൂസിക് പ്ലേ ചെയ്യണം. അത് മാത്രമല്ല സർപ്രൈസ് ആയിട്ട് വേണം മോതിരം എം ജെക്ക് കിട്ടാൻ. അതുകൊണ്ട് പീറ്റർ മോതിരം തന്റെ കൈ വെക്കുന്നില്ല. പകരം മാനേജറോട് പറഞ്ഞ് മോതിരം കറക്റ്റ് സമയത്ത് ഒരു ഗ്ലാസ്സിലിട്ട് കൊണ്ടുവരാനാണ് പറയുന്നത്. മാനേജർ ഇതൊക്കെ സമ്മതിച്ചു. അയാൾ പീറ്ററിനും എം ജെക്കും ഇരിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. പീറ്റർ വളരെ സന്തോഷത്തിലാണ് എം ജെ കാത്ത് അവിടെ ഇരിക്കുന്നത്. എം ജെ വരുമ്പോൾ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പെരുമാറണം, ഇതൊക്കെ പീറ്റർ മനസ്സിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുടിക്കാൻ വൈൻ കൊണ്ടുവരുന്ന ഗ്ലാസ്സിൽ മോതിരം ഇട്ട് മാനേജർ കൊണ്ടുവരും. അത് കാണുമ്പോൾ എം ജെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകും. ഈ കാര്യമൊക്കെ പീറ്ററിന് അറിയാം. ആ സമയത്ത് എന്ത് പറയണമെന്നാണ് പീറ്റർ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്താ എം ജെ, ഞാൻ നേരത്തെ എത്തി കേട്ടോ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ആ ദാ വൈൻ വന്നല്ലോ. ഒരു മിനിറ്റ്, അതിനുള്ളിൽ എന്താ കിടക്കുന്നത്? മോതിരോ? അതെങ്ങനെ അവിടെ എത്തി? യെസ് എം ജെ, നീ വിചാരിച്ചത് ശരിയാ. ആ മോതിരം ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. വിൽ യു മാരി മീ എം ജെ? നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ഓ, നിനക്ക് സന്തോഷമായെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ എം ജെ കരയുന്നത്? കരയല്ലേ. ഇങ്ങനെയൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എം ജെ അങ്ങോട്ട് കയറി വരുന്നത്. എന്തായാലും എം ജെ പീറ്ററിനോട് തന്റെ ഉള്ളിലുള്ള ദേഷ്യം ആ സമയത്ത് പുറത്ത് കാണിക്കുന്നില്ല. ഹേ എം ജെ, അങ്ങനെ നീ വന്നല്ലേ? ഇന്ന് നീ നല്ല സുന്ദരിയായിട്ടുണ്ട്. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നീ ഇരിക്കും, എനിക്ക് വിശന്നിട്ട് പാടില്ല. പീറ്റർ, ഇതൊക്കെ നിന്റെ ചിലവാണോ? ഇന്നെന്ത് പറ്റി? ഒന്നുമില്ല, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും എം ജെ. എന്തായാലും മനസ്സിലാവും. നീ ഇരിക്കും. പിന്നെ എം ജെ, നിന്റെ നാടകമൊക്കെ എങ്ങനെ പോകുന്നു? നെക്സ്റ്റ് എവിടെയാ നാടകം? ഞാൻ എന്തായാലും കാണാൻ വരുന്നുണ്ട്. കുറച്ച് നാളായി എനിക്ക് നിന്റെ ആക്ടിങ് കാണാതിരിക്കാനേ പറ്റുന്നില്ല. പീറ്റർ പ്ലീസ്, നമുക്കിപ്പോ എന്റെ നാടകത്തിനെ പറ്റി സംസാരിക്കണ്ട. ഞാനിപ്പോ പഴയ പോലെ സ്റ്റാർ അല്ല. എന്നെ ഇപ്പൊ ആർക്കും വേണ്ടാത്ത പോലെയായി. നോ എം ജെ, അങ്ങനെയൊന്നുമില്ല. നീ ഇന്നും സ്റ്റാർ തന്നെയാണ്. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് റിവ്യൂസിനെ പറ്റി നോക്കണ്ട. ഇപ്പോ എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ സ്പൈഡർമാൻ ആണ്. ഓ, പതുക്കെ പറയാം. ഞാൻ സ്പൈഡർമാൻ ആണ്. ഈ നഗരത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്ന അവാർഡൊക്കെ എനിക്ക് കിട്ടി. ഓരോ കുട്ടികളും മുതിർന്നവരും സ്പൈഡർമാൻ സ്പൈഡർമാൻ എന്ന് വിളിച്ചു പോകുമ്പോൾ എനിക്ക് നല്ല അഭിമാനമുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ക്വീൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള വെറും ഒരു പയ്യൻ മാത്രമാണ് ഞാനിതൊക്കെ അറിയിക്കുന്നുണ്ടോ എം ജെ? സ്പൈഡർമാൻ എന്ന് പറയുന്ന ഇത്ര വലിയ പ്രശസ്തി, ഇതൊക്കെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നാടകത്തിൽ നിന്ന് പുറത്തായി പ്രശസ്തിയൊക്കെ നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന എം ജെയുടെ അടുത്താണ് പീറ്റർ സ്പൈഡർമാന്റെ പ്രശസ്തി കൂടിപ്പോയെന്നൊക്കെ പറയുന്നത്. എം ജെക്ക് ഇത് കേട്ടിട്ട് അങ്ങോട്ട് കലി വരാൻ തുടങ്ങി. ആ സമയത്താണ് അങ്ങോട്ട് ഗ്വെൻ സ്റ്റേസി വരുന്നത്. ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് നടന്നൊരു കാര്യമാണ്. ഗ്വെൻ സ്റ്റേസിയും പീറ്ററും അവിടെ വന്നത് പരസ്പരം അറിഞ്ഞിട്ടൊന്നുമല്ല. ഗ്വെൻ സ്റ്റേസിയെ കണ്ടതോടെ എം ജെക്ക് അങ്ങോട്ട് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരാൻ തുടങ്ങി. അല്ലെങ്കിൽ പീറ്റർ പാർക്കർ അല്ലെങ്കിൽ സ്പൈഡർമാനും ഗ്വെൻ സ്റ്റേസിയും തമ്മിൽ കിസ് ചെയ്ത കാര്യത്തിൽ അവൾക്ക് നല്ല വിഷമവും ദേഷ്യവും ഉണ്ട്. ആ സമയത്താണ് ഗ്വെൻ സ്റ്റേസി പീറ്ററിനെ കണ്ടങ്ങോട്ട് ഓടിച്ചാടി വരുന്നത്. ഹേയ് ഗ്വെൻ, നീ എന്താ ഇവിടെ? ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ വന്നതാ. പീറ്റർ, ഇത് മേരി ജെയിൻ. ഞാൻ പറയാറില്ലേ, ഓ മേരി ജെയിൻ, ഹായ്. എനിക്ക് നിങ്ങളെ അറിയാം. പീറ്റർ ലാസ്റ്റ് കണ്ടപ്പോഴും എന്നോട് നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. ലാസ്റ്റ് കണ്ടെന്നോ? നിങ്ങൾ എപ്പോഴാ കാണാറുള്ളത്? ഓ എം ജെ, ഇത് ഗ്വെൻ സ്റ്റേസി, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. ഗ്വെന്നിനെ പറ്റി പറയുകയാണെങ്കിലുണ്ടല്ലോ, ഒടുക്കത്ത് ബുദ്ധിയവൾക്ക്. ചില സമയത്ത് ക്ലാസ്സിൽ ഏറ്റവും ആദ്യം ഉത്തരം പറയുന്നത് ഗ്വെൻ മാത്രമായിരിക്കും. പീറ്റർ എന്നെ പൊക്കിയടിക്കാൻ തുടങ്ങി. മേരി ജെയിൻ, നിനക്കൊരു കാര്യം അറിയോ? പീറ്ററിന്റെ അത്ര ബുദ്ധിയുള്ള ഒരു പയ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. പീറ്റർ, ഞാനും സ്പൈഡർമാനും കൂടി കിസ് ചെയ്യുന്ന ഫോട്ടോ ഇല്ലേ, അത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്ന് തരണം. എനിക്ക് ക്ലാസ്സിലുള്ള എല്ലാവരെയും കാണിക്കുമല്ലോ. മാത്രമല്ല അതെനിക്ക് എന്റെ ആൽബത്തിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. അല്ല എം ജെ, ശരിയല്ലേ? ഈ സ്പൈഡർമാനെ കിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ഗേൾസിനും സാധിക്കുന്ന കാര്യമല്ലല്ലോ. അത് എന്നെ കൊണ്ട് പറ്റി. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെ, എനിക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ഗ്വെൻ സ്റ്റേസി പെട്ടെന്ന് അവിടുന്ന് പോവുകയാണ്. എം ജെയുടെ മുഖം ആകെ മാറി. അവൾ ദേഷ്യത്തോടെ പീറ്ററിനോട് ചോദിക്കാൻ തുടങ്ങി. പീറ്റർ, ആരായിരുന്നു അത്? എം ജെ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഗ്വെൻ സ്റ്റേസി. നീ ഇവളെ പറ്റി എന്നോട് മുന്നേ പറഞ്ഞിട്ടില്ലല്ലോ. അതെന്താ പറയാതിരുന്നത്? നീ ഒരു വട്ടം സ്പൈഡർമാൻ ആയിട്ട് അവളെ രക്ഷിച്ച കാര്യമൊക്കെ എനിക്കറിയാം. അതൊന്നും പ്രശ്നമില്ല. പക്ഷെ നീ എന്തിനാ അവളെ കിസ് ചെയ്തത്? എം ജെ, അവളെന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി മാത്രമാണ്.
മാത്രമാണ്, അതിൽ കൂടുതലൊന്നുമില്ല. പീറ്റർ, നീ ഞാൻ ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയുന്നില്ല. നീ എന്തിനാണ് അവളെ കിസ് ചെയ്ത്? ആൾക്കാരെ കാണിക്കാനോ? യെസ് MJ, സ്പൈഡർമാൻ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ കിസ് ചെയ്ത്, വേറൊന്നുമില്ല. പക്ഷെ പീറ്റർ, അത് നമ്മൾക്കിടയിൽ മാത്രം നടക്കുന്ന കിസ്സായിരുന്നു. നിനക്ക് ഓർമ്മയല്ലേ? നീ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തിനാ നീ അങ്ങനെ ചെയ്ത്? അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നിനക്ക് അതിനെ പറ്റി അറിയുന്നുണ്ടാവില്ല. നിനക്ക് എന്നെ മതിയായോ? നീ എന്നെ വെറുക്കാൻ തുടങ്ങിയോ? ഇതൊക്കെ അവസാനിപ്പിക്കാനാണോ നിനക്ക് ആഗ്രഹം? MJ, നീ എന്താ പറയുന്നത്? എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് നിനക്ക് അറിയാമല്ലോ. അവൾ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മാത്രമാണ്, വേറൊന്നുമില്ല. ഐ എം സോറി പീറ്റർ, ഇപ്പൊ എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള മൂഡില്ല. ഞാൻ പോവാണ്. MJ, പ്ലീസ് വെയിറ്റ്, ഞാൻ പറയട്ടെ. നോ, നീ ഇനി എന്റെ പിന്നാലെ വരേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞ് MJ അവിടുന്ന് പിണങ്ങി പോവുകയാണ്. ഇത് കണ്ട് പീറ്റർ പാർക്കറിന് ആകെ വിഷമമായി. അവന്റെ എല്ലാ പ്ലാനും വെറും വെള്ളത്തിലായി പോയി. ആ സമയത്താണ് പറഞ്ഞുറപ്പിച്ച പോലെ മ്യൂസിക് വായിക്കാൻ വേണ്ടി അവിടെ ആൾക്കാർ വരുന്നത്. അവരവിടെ വന്ന് വയലിൻ വായിക്കാൻ തുടങ്ങി. ആ സമയത്ത് മാനേജർ വൈൻ ഗ്ലാസിൽ മോതിരമിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നു. പക്ഷെ ഇനി അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. MJ പിണങ്ങിപ്പോയല്ലോ. പീറ്റർ വളരെ സങ്കടത്തോടെ MJക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച ആ മോതിരം തന്റെ കയ്യിലെടുത്ത് പിടിക്കുവാണ്. അടുത്ത ദിവസം പീറ്റർ MJയെ വിളിച്ച് ഒരുപാട് സോറിയൊക്കെ പറയാൻ നോക്കി. പക്ഷെ MJ തിരിച്ചൊന്നും പറയുന്നില്ല. അവൾക്ക് പീറ്ററിനോടുള്ള ദേഷ്യം ഇതുവരെ പോയിട്ടില്ല. പക്ഷെ പീറ്റർ പറഞ്ഞു കഴിഞ്ഞ് ഫോൺ വെക്കാൻ പോകുമ്പോഴാണ് MJക്ക് പീറ്ററിനോട് കുറച്ച് പാവം തോന്നുന്നത്. അവൾ ഫോൺ എടുത്ത് പീറ്ററിനോട് സംസാരിക്കാൻ പോകുമ്പോഴേക്കും പീറ്റർ മറ്റേ സൈഡിൽ ഫോൺ വെച്ചു. പീറ്ററിന് ഭാഗ്യമില്ല, അല്ലാതെ എന്താ പറയാ. ആ സമയത്താണ് പീറ്ററിന് മറ്റൊരു കോൾ വരുന്നത്. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി പീറ്ററും ആന്റിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോഴാണ് കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പീറ്റർ അറിയുന്നത്. പീറ്ററിന്റെ അങ്കിളായിട്ടുള്ള അങ്കിൾ ബെന്നിനെ അന്ന് കൊന്നത് പീറ്റർ വിചാരിച്ച ആളല്ല, അത് മറ്റൊരാളാണ്. പക്ഷെ ആ ഫോട്ടോ കണ്ടപ്പോഴാണ് പീറ്റർ ഞെട്ടിപ്പോയത്. പീറ്ററിന്റെ അങ്കിളിനെ കൊന്ന ആളെന്ന് പോലീസ് പറയുന്ന മനുഷ്യൻ ആരാണെന്ന് വെച്ചാൽ അത് ഫ്ലിൻ മാർക്കോ ആണ്, അല്ലെങ്കിൽ സാൻഡ്മാൻ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, സ്പൈഡർമാൻ 1-ൽ അങ്കിൾ ബെന്നിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളനെ സ്പൈഡർമാൻ ചേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം സ്പൈഡർമാൻ അയാളെ കണ്ടെത്തുന്നു. പക്ഷെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കാല് തെറ്റി താഴേക്ക് വീണ് അയാൾ മരിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് പറയുന്നത് അയാളല്ല അങ്കിൾ ബെന്നിനെ കൊന്നത്, അത് ഫ്ലിൻ മാർക്കോ ആയിരുന്നു. ഈ പറയുന്ന ഫ്ലിൻ മാർക്കോ അന്ന് രാത്രി എന്തൊക്കെയാണ് ചെയ്തതെന്ന് പോലീസിന്റെ ഭാവനയിൽ അയാൾ പീറ്ററിനോട് പറയുന്നുണ്ട്. അന്ന് പീറ്ററിനെ കൊണ്ടുപോകാൻ വേണ്ടി അങ്കിൾ ബെൻ കാറിൽ കാത്തിരിക്കുവാണ്. ആ സമയത്താണ് ഫ്ലിൻ മാർക്കോ അങ്കിളിനെ കാറിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നത്. അയാൾ ഒരു കള്ളനാണെന്നും കാർ എടുത്ത് രക്ഷപ്പെടാൻ പോവുകയാണെന്നും അങ്കിൾ ബെന്നിന് മനസ്സിലായി. അങ്കിൾ ബെൻ മാന്യമായിട്ട് ഫ്ലിൻ മാർക്കോയോട് അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുവാണ്. പക്ഷെ ഫ്ലിൻ മാർക്കോ അങ്കിൾ ബെന്നിനെ താഴേക്ക് ഉന്തിയിടുന്നു. ആ സമയത്താണ് ഫ്ലിൻ മാർക്കോയുടെ കൂട്ടുകാരനായിട്ടുള്ള കള്ളൻ, അല്ലെങ്കിൽ നമ്മൾക്കറിയുന്ന പോലെ അന്ന് നടന്ന ഫൈറ്റ് ചാമ്പ്യൻഷിപ്പിലെ ഓഫീസിൽ നിന്ന് പണം കട്ടെടുത്ത് ഓടി രക്ഷപ്പെട്ട ആ കള്ളൻ ഫ്ലിൻ മാർക്കോയുടെ അടുത്തേക്ക് വരുന്നത്. ഇവർ രണ്ടും അന്ന് അവിടെ മോഷ്ടിക്കാൻ വന്ന രണ്ട് കള്ളന്മാരാണ്. ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അങ്കിൾ ബെന്നിന്റെ കാർ ഇവരെടുക്കാൻ നോക്കിയത്. പക്ഷെ അന്ന് ആ ഒച്ചപ്പാടിന്റെ ഇടയ്ക്ക് ഫ്ലിൻ മാർക്കോ താഴേക്ക് ഉന്തിയിട്ട അങ്കിൾ ബെന്നിനെ വെടിവെച്ച് കൊന്നിട്ടാണ് രക്ഷപ്പെടുന്നത്. ഇങ്ങനെയാണ് പോലീസ് നടന്ന കാര്യങ്ങളെ കുറിച്ച് പീറ്റർ പാർക്കറിനോട് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് പീറ്റർ വിഷമം കൊണ്ട് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പീറ്ററിന് ദേഷ്യം വന്നു. അവൻ നേരെ പോലീസിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഓഫീസർ, നിങ്ങൾ എന്താ പറയുന്നത്? എന്റെ അങ്കിൾ മരിക്കുന്നത് എന്റെ കൈ കിടന്ന, ഞാനത് നേരിട്ട് കണ്ട ആളാണ്. അന്ന് അങ്കിൾ ബെന്നിനെ കൊന്നു എന്ന് പറയുന്ന ആളുടെ പിന്നാലെ ഞാൻ പോയിരുന്നു. അയാൾ മരിച്ചുപോയി. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നു എന്റെ അങ്കിളിനെ കൊന്നത് വേറൊരാളാണെന്ന്. ഞാനിതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? എന്നിട്ട് നിങ്ങൾ പറയുന്നു അയാൾ ജയിലിൽ ചാടി പോയെന്ന്. നിങ്ങൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഇനിയിപ്പോ എന്റെ അങ്കിളിനെ കൊന്നത് നിങ്ങൾ പറയുന്ന പോലെ ഫ്ലിൻ മാർക്കോ ആണെങ്കിൽ അയാൾ ഇപ്പൊ പുറത്ത് കിടന്ന് വെലസി നടക്കുവാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് അയാൾ പുറത്ത് ചാടിപ്പോയത്. ഇത് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്ത് പീറ്റർ പാർക്കറും ആന്റിയും കൂടി വളരെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇത്രയും കാലം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി. അങ്കിൾ ബെന്നിനെ കൊന്നവൻ ഇപ്പൊ സാൻഡ്മാൻ ആയിട്ട് നഗരത്തിൽ വെലസി നടക്കുന്നു. പീറ്ററിന് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞ MJ പീറ്ററിനെ കാണാൻ വേണ്ടി വരുന്നത്. പക്ഷെ ഇപ്പോ പീറ്റർ ഒട്ടും നല്ല മൂഡിലല്ല. ഹായ് പീറ്റർ, എന്നെ ആന്റി വിളിച്ചിരുന്നു. സംഭവിച്ച കാര്യങ്ങളൊക്കെ ആന്റി എന്നോട് പറഞ്ഞു. നീ എന്തായാലും നല്ല വിഷമത്തിലായിരിക്കും എന്ന് എനിക്കറിയാം. നിനക്കറിയോ ആന്റി നിന്നെ ഓർത്തിട്ട് ഭയങ്കര വിഷമത്തിലാ. കുഴപ്പമില്ല MJ, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് നിന്നെ ഓർത്ത് നല്ല വിഷമമുണ്ട്. നോക്ക്, നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. അതൊക്കെ പോലീസ് നോക്കിക്കോളും. മനസ്സിലായല്ലോ? നീ എന്താ MJ പറയുന്നത്? എന്റെ അങ്കിളിനെ കൊന്നവൻ പുറത്ത് കിടന്ന് നടക്കുമ്പോ എനിക്ക് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും? ഞാനിവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നാണ് നീ പറയുന്നത്? പീറ്റർ, ഞാൻ പറയുന്നത് നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നീ എടുത്തു ചാടിയതുകൊണ്ട് അന്ന് വേറൊരാൾ മരിച്ചില്ലേ? അന്ന് ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ച കള്ളൻ. MJ, നീ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അന്ന് ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നപ്പോ അവൻ എന്നെ വെടിവെക്കാൻ ശ്രമിച്ചു. എന്റെ നേരെ തോക്ക് ചൂണ്ടി. ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ കാല് തെറ്റി താഴെ വീണ് മരിച്ചതാണ്. അതിന്റെ ഉത്തരവാദി ഞാനല്ല. നോ പീറ്റർ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. എനിക്കറിയാം അന്ന് സംഭവിച്ച കാര്യത്തിലൊക്കെ നിനക്ക് വിഷമമുണ്ട്. ചിലപ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ ചെയ്തതിൽ കുറ്റബോധം തോന്നുന്നുണ്ടാവും. എന്തായാലും നിനക്കിപ്പോ വേറൊരാളുടെ സഹായം ആവശ്യമുണ്ട്. നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ട. നിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. MJ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. മാത്രമല്ല എനിക്കിപ്പോ നിന്റെ സഹായം ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഇത് കേട്ട് MJക്ക് വിഷമമായി. അവൾ പോകാൻ നേരത്ത് പറയുന്നു, നോക്ക് പീറ്റർ, ഈ ലോകത്തെ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ആളുകളുടെ സഹായം ആവശ്യമാണ്. ചില സമയത്ത് സ്പൈഡർമാന് പോലും മറ്റാൾക്കാരുടെ സഹായം വേണ്ടിവരും. അങ്ങനെ പറഞ്ഞ് MJ അവിടുന്ന് പോയി. ഈ സമയത്ത് പീറ്റർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും തന്റെ അങ്കിൾ ബെന്നിനെ കൊന്ന ഫ്ലിൻ മാർക്കോയെ പിടിച്ച് നന്നായിട്ട് പെരുമാറണമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അവന്റെ മനസ്സിൽ മുഴുവൻ ഇപ്പൊ പ്രതികാരം മാത്രമാണ്. അതിനുവേണ്ടി പീറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഊണും ഉറക്കവും ഇല്ലാതെ
എവിടെയൊക്കെയാണോ പോലീസുകാർ എന്തെങ്കിലും കുറ്റം റിപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാലാണ് എവിടെയാണ് സാൻഡ്മാൻ ഉള്ളതെന്ന് പീറ്ററിന് അറിയാൻ പറ്റൂ. എന്നാലേ അവിടെ ചെന്ന് ഫ്ലിൻ മാർക്കോയെ പിടിക്കാൻ പീറ്ററിന് പറ്റൂ. ഇങ്ങനെ ഉറക്കമില്ലാതെ കേട്ട് പീറ്ററിനാകെ വയ്യാതെയായി. അങ്ങനെ വയ്യാതെയായ പീറ്റർ സ്പൈഡർമാൻ സ്യൂട്ട് ഇട്ട് കിടക്കയിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. പക്ഷേ ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഉൽക്കയിൽ നിന്ന് വെനം എന്ന് പറയുന്ന ഒരു കറുത്ത സാധനം പുറത്തേക്ക് വന്നല്ലോ. എന്നിട്ട് അത് പീറ്ററിന്റെ കൂടെ മോട്ടോർ ബൈക്കിൽ കയറി പീറ്ററിന്റെ റൂമിൽ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു. ആ വെനം പതുക്കെ പീറ്ററിന്റെ കട്ടിലേക്ക് കയറാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും പതുക്കെ അത് പീറ്ററിന്റെ ശരീരം മുഴുവൻ പറ്റിപ്പിടിച്ച് പടർന്ന് കയറാൻ തുടങ്ങി. പീറ്ററിന്റെ സ്യൂട്ടും അവന്റെ ശരീരം മുഴുവനും അവസാനം അവന്റെ മുഖത്തും കണ്ണിലും തലയിലും എല്ലാം വെനം വ്യാപിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് പീറ്ററിന് പോലും തിരിച്ചറിയാൻ സമയമുണ്ടായിരുന്നില്ല. ഈ സമയത്ത് പീറ്ററിന്റെ മനസ്സിൽ മുഴുവൻ ഫ്ലിൻ മാർക്കോയോടുള്ള പ്രതികാരം മാത്രമാണ്. പീറ്ററിന് പിന്നെ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് പീറ്റർ കണ്ണ് തുറക്കുവാണ്. അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും പീറ്ററിന് മനസ്സിലായില്ല. എങ്ങനെയോ പീറ്റർ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അതെങ്ങനെയാണെന്ന് പീറ്ററിന് അറിയില്ല. പക്ഷെ പിന്നെയാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. പീറ്റർ പാർക്കർ അല്ലെങ്കിൽ സ്പൈഡർമാൻ ഇപ്പൊ പഴയതുപോലെയല്ല. അവന്റെ സ്പൈഡർമാൻ സ്യൂട്ട് അങ്ങനെ തന്നെ മാറിപ്പോയി. അതിപ്പോ മുഴുവനായിട്ട് കറുത്ത നിറത്തിലുള്ളതാണ്. ഒരു ബ്ലാക്ക് സ്പൈഡർമാൻ സ്യൂട്ട്. മാത്രമല്ല പീറ്റർ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലാണ്. പീറ്റർ തന്നെ ആ ബിൽഡിങ്ങിന്റെ ഗ്ലാസിൽ നോക്കുവാണ്. അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്താണ് സംഭവിച്ചത് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ പീറ്ററിന് ഒരു പുതിയ ശക്തി അവന്റെ ഉള്ളിൽ വന്നതായിട്ട് അനുഭവപ്പെട്ടു. എനിക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ പഴയ സ്യൂട്ട് എവിടെ? എന്തായാലും ഇത് കുഴപ്പമില്ല. ഇതെന്റെ ശരീരത്തിലേക്ക് വന്നപ്പോ ഞാനിപ്പോ പഴയതുപോലെയല്ല. എനിക്ക് കൂടുതൽ ശക്തി കിട്ടിയതുപോലെ തോന്നുന്നു. ദിസ് ഫീൽസ് ഗുഡ്. ദിസ് ഇസ് സംതിങ് എൽസ്. ഇത് പുതിയ എന്തോ ആണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞ പീറ്റർ പാർക്കർ നേരെ താഴേക്കെടുത്ത് ചാടി വളരെ സ്പീഡിൽ വലവിട്ട് തൂങ്ങിയാടി പോവാണ്. ഒരു പുതിയ എനർജി, വല്ലാത്തൊരു ശക്തി പീറ്ററിന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ മറ്റൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിരുന്ന് തന്റെ മാസ്ക് ഊരിയെടുത്ത് നോക്കുവാണ്. പീറ്ററിന് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ദിസ് ഇസ് സംതിങ് എൽസ്. ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള ശക്തിയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തനിക്ക് എങ്ങനെ ഈ സ്യൂട്ട് കിട്ടി, എങ്ങനെ പുതിയ ശക്തികൾ കിട്ടി, ഇതൊന്നും പീറ്റർ പാർക്കർ ഇപ്പൊ ആലോചിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വെനം എന്ന് പറയുന്ന വസ്തു ആരുടെ മേലേക്കാണോ കയറുന്നത് അയാളുടെ മനസ്സിനെ അത് സ്വാധീനിക്കാൻ തുടങ്ങും. സ്വാധീനിക്കുമെന്ന് വെച്ചാൽ അതങ്ങോട്ട് വല്ലാതെ തന്നെ മനസ്സിനെ മാറ്റിമറിക്കും. പീറ്റർ ഇപ്പോ പഴയ പീറ്ററേ അല്ല. അവനാകെ മാറിപ്പോയി. കറുത്ത വെനം സ്യൂട്ട് ഇട്ട് നടക്കുന്ന ഈ പീറ്റർ പാർക്കറിനെ നാട്ടുകാർ വട്ടപ്പേരിട്ട് വിളിക്കാറുള്ളത് ബുള്ളി മാഗ്വയർ എന്നാണ്. ഒരാളെയും വില വയ്ക്കാത്ത, ഒരു തരി പേടി പോലും മനസ്സിലില്ലാത്ത വേറെ ലെവൽ പീറ്റർ പാർക്കർ. അങ്ങനെ പീറ്ററിന്റെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ഒരു പുതിയ അവതാരത്തിനെയാണ് നമ്മൾ ഇനി തൊട്ട് കാണാൻ പോകുന്നത്. എന്തായാലും അടുത്ത ദിവസം പീറ്റർ ഈ വെനത്തിന്റെ ഒരു ചെറിയ സാമ്പിൾ എടുത്ത് ഡോക്ടർ കോണേഴ്സിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അദ്ദേഹം വെനത്തിനെടുത്ത് മൈക്രോസ്കോപ്പിന്റെ അടിയിലൊക്കെ വെച്ച് നോക്കി. പക്ഷെ പെട്ടെന്ന് ഡോക്ടർ കോണേഴ്സിനെ കൊണ്ട് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് വെനം പീറ്ററിന്റെ അടുത്തേക്ക് ചാടി കയറി വരുന്നത്. പെട്ടെന്ന് അടച്ചു വെച്ചതുകൊണ്ട് അത് പീറ്ററിന്റെ മേലേക്ക് ചാടി കയറുന്നില്ല. ഡോക്ടർ കോണേഴ്സ് ഒരു കാര്യം പറയുന്നു. ഈ ജീവി പീറ്ററിന്റെ മേലേക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന് പീറ്ററിനെ ഇഷ്ടപ്പെട്ടെന്നാണ്. പക്ഷെ ഈ ജീവിയെ അധികം അങ്ങോട്ട് അടുപ്പിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ കോണേഴ്സ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ജീവികളെ സിംബയോട്സ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഈ ജീവികൾക്ക് ജീവിക്കാനായിട്ട് മറ്റൊരു ജീവിയുടെ സഹായം ആവശ്യമാണ്. ഏതെങ്കിലും മറ്റൊരു ജീവിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുകയോ കാർന്ന് തിന്നുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താണ് ഈ ജീവികൾക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് മാക്സിമം ഇതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കണമെന്നാണ് ഡോക്ടർ കോണേഴ്സ് പീറ്ററിനോട് പറയുന്നത്. എന്തായാലും പീറ്റർ അതൊക്കെ കേട്ട് നേരെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുവാണ്. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന റേഡിയോയിൽ നിന്ന് ഒരു പോലീസ് സാൻഡ്മാനെ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാര്യം പീറ്റർ അറിയുന്നു. പറഞ്ഞതുപോലെ തന്റെ അങ്കിൾ ബെന്നിനെ കൊന്നു എന്ന് പറയുന്ന ഈ ഫ്ലിൻ മാർക്കോ അല്ലെങ്കിൽ സാൻഡ്മാനോട് പീറ്ററിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ്. കഴിഞ്ഞ വട്ടം സാൻഡ്മാനെ തോൽപ്പിക്കാൻ സ്പൈഡർമാനെ കൊണ്ട് സാധിച്ചില്ല. പക്ഷെ ഈ വട്ടം സാൻഡ്മാനെ വെറുതെ വിടാനായിട്ട് പീറ്ററിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ സാധാരണ സ്പൈഡർ സ്യൂട്ടിന് പകരം ബ്ലാക്ക് സ്പൈഡർമാൻ സ്യൂട്ടാണ് തന്റെ മേലേക്ക് എടുത്തിടുന്നത്. കാരണം പീറ്ററിന് അറിയാം ബ്ലാക്ക് സ്യൂട്ട് ഇടുകയാണെങ്കിൽ അവൻ ഒരുപാട് ശക്തി കൂടുതലായിട്ട് കിട്ടിയതുപോലെ തോന്നും. ആ കൂടുതലായിട്ട് കിട്ടുന്ന ശക്തി ഉപയോഗിച്ച് അവന് സാൻഡ്മാനെ തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെ സാൻഡ്മാനെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്പൈഡർമാൻ നേരെ തൂങ്ങിയാടി വരുവാണ്. ബ്ലാക്ക് സ്യൂട്ട് ഇട്ടതുകൊണ്ട് തന്നെ അവൻ എല്ലാ കാര്യത്തിനും നല്ല വേഗതയും എനർജിയും വന്നിട്ടുണ്ട്. സ്പൈഡർമാൻ വന്നിറങ്ങിയപ്പോഴേക്കും സാൻഡ്മാൻ നേരെ റോഡിന്റെ അടിയിലുള്ള ഒരു ഡ്രെയിനേജിലേക്ക് പോവുകയാണ്. ഇത് കണ്ട് സ്പൈഡർമാൻ വിടൂ. അവനും നേരെ ആ ഡ്രെയിനേജിന്റെ അകത്തേക്ക് പോകാൻ നോക്കുവാണ്. ആ സമയത്താണ് എങ്ങനെയെങ്കിലും ഡെയിലി ബ്യൂഗിളിൽ ജോലിക്ക് കയറാൻ നോക്കുന്ന എഡ്ഡി ബ്രോക്ക് അങ്ങോട്ട് ചാടി വരുന്നത്. ഈ ക്രൈം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എഡ്ഡിക്കും എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. അവൻ നേരെ വന്ന് സ്പൈഡർമാന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഈ ഫോട്ടോ ആദ്യം കൊണ്ട് കാണിച്ചാൽ പീറ്റർ പാർക്കറിന് പകരം എഡ്ഡി ബ്രോക്കിന് ഡെയിലി ബ്യൂഗിളിൽ ജോലി കിട്ടും. ഹേ സ്പൈഡർമാൻ ലുക്ക്, നിന്റെ പുതിയ സ്യൂട്ട് അടിപൊളിയായിട്ടുണ്ട്. എന്നാൽ ഈ ബ്ലാക്ക് കോസ്റ്റ്യൂം, ഈ ഐഡിയ എവിടുന്ന് കിട്ടി? എന്തായാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് പോസ് ചെയ്തിട്ട് പോയാൽ മതി. ഈ ഫോട്ടോ കൊണ്ട് കൊടുത്താൽ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റൂ. ഞാൻ ആ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സ്പൈഡർമാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
എഡ്ഡി ബ്രോക്കിന്റെ കയ്യിലെ ക്യാമറ വലവിട്ട് തന്റെ കയ്യിലേക്ക് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു കളയുവാണ്. എന്നിട്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് നേരെ അവിടുന്ന് സാൻഡ്മാന്റെ പിന്നാലെ പോയി. നോർമലി പീറ്റർ പാർക്കർ ഇങ്ങനെ ചെയ്യൂ? എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഇതിന്റെ കാരണമെന്ന് വെച്ചാൽ ഈ പറയുന്ന വെനത്തിന് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അയാളുടെ മനസ്സിനെ ഒരുപാട് മോശമാക്കി മാറ്റാൻ ഈ വെനത്തിന് സാധിക്കും. അതാണ് പീറ്റർ പാർക്കറിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പൈഡർമാൻ ഇങ്ങനെ ചെയ്തത് കണ്ട് എഡ്ഡി ബ്രോക്കിന് ഭയങ്കര ദേഷ്യം വന്നു. എന്നാലും എഡ്ഡി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ ബാക്കപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു ചെറിയ ക്യാമറ എടുത്ത് ആ സ്ഥലമൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. തീർച്ചയായിട്ടും എഡ്ഡി ബ്രോക്കിന്റെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. സീൻ ചേഞ്ച് ആവുന്നു. സാൻഡ്മാനെ പിന്തുടർന്നു പോയ സ്പൈഡർമാൻ എത്തുന്നത് ഒരു റെയിൽവേ ട്രാക്കിന്റെ അടുത്തേക്കാണ്. അവൻ പതുക്കെ സാൻഡ്മാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വരുന്നു. ഇരുട്ടിൽ സ്പൈഡർമാന്റെ നിഴൽ കണ്ടപ്പോ സാൻഡ്മാൻ ഒന്ന് പേടിച്ചു പോയി. അയാൾക്ക് എന്തെങ്കിലും വിചാരിക്കാൻ പറ്റുന്നതിന് മുൻപേ തന്നെ സ്പൈഡർമാൻ സാൻഡ്മാനെ അറ്റാക്ക് ചെയ്തു. ഓരോ നിമിഷവും സാൻഡ്മാനെ പഞ്ഞിക്കിട്ട് കൊന്നു കളയണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് പീറ്റർ സാൻഡ്മാനെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അത്രത്തോളം ദേഷ്യം പീറ്ററിന്റെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ പീറ്ററിന്റെ ഉള്ളിലുള്ള ദേഷ്യത്തെ അവന്റെ ശരീരത്തിൽ കേറി പറ്റിയിട്ടുള്ള വെനം ഒരുപാട് ഇരട്ടിയായിട്ട് മാറ്റിയിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം നന്നായിട്ട് തന്നെ ഇടിക്കുന്നുണ്ട്. സ്പൈഡർമാൻ എത്ര ഇടിച്ചിട്ടും സാൻഡ്മാനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തൊക്കെ ചെയ്താലും അയാളുടെ ശരീരത്തിലേക്ക് പിന്നെയും മണൽ കേറി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അയാളെ നോർമലി കൊല്ലാൻ പറ്റുന്നില്ല. പക്ഷെ സ്പൈഡർമാൻ ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നുമില്ല. കാരണം അവന്റെ മേൽ വെനം കേറിയിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ അവൻ ഒരുപാട് ശക്തനാണ്. സ്പൈഡർമാൻ പെട്ടെന്നൊന്നും അങ്ങനെ തളർന്നു പോവില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്ത് കുറച്ച് വെള്ളം കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് സാൻഡ്മാൻ ചെന്ന് വീഴുവാണ്. ആ സമയത്താണ് സ്പൈഡർമാൻ ശ്രദ്ധിക്കുന്നത് വെള്ളം നനഞ്ഞു കഴിയുമ്പോൾ സാൻഡ്മാന്റെ ശരീരം ബലമില്ലാതെയായി മാറുവാണ്. നമ്മൾ മണലിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്താണ് പറ്റുക? അതുപോലെ തന്നെയാണ് സാൻഡ്മാന്റെ മേൽ വെള്ളം വന്ന് വീഴുമ്പോൾ പറ്റുന്നത്. അപ്പോൾ സ്പൈഡർമാൻ മനസ്സിലായി സാൻഡ്മാനെ തോൽപ്പിക്കാനുള്ള വഴി വെള്ളം തന്നെയാണ്. അവൻ അവിടെ അടുത്തിരിക്കുന്ന ഒരു വലിയ ടാങ്കിലെ വെള്ളം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നേരെ സാൻഡ്മാന്റെ മേലേക്ക് തുറന്നങ്ങോട്ട് വിടുവാണ്. സ്പൈഡർമാൻ വിചാരിച്ച പോലെ തന്നെ സാൻഡ്മാന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിരുന്നു വെള്ളം. വെള്ളം മേലേക്ക് വരാൻ തുടങ്ങിയതോടെ സാൻഡ്മാൻ ആകെ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയായി. വെറും മണൽത്തൈകളായിട്ട് അയാൾ ആ വെള്ളത്തിൽ കൂടെ ഇങ്ങോട്ട് ഒലിച്ചുപോയി. സാൻഡ്മാന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സ്പൈഡർമാന് സന്തോഷമായി. എന്തായാലും പ്രതികാരം ചെയ്തു കഴിഞ്ഞ് പീറ്റർ തന്റെ സ്യൂട്ടൊക്കെ മാറ്റി ഒരു നോർമൽ ഡ്രസ് ഇട്ട് ഒരു ഇടവഴി കൂടെ നടന്നു വരുവാണ്. പക്ഷെ അപ്പോഴാണ് പീറ്റർ ശ്രദ്ധിക്കുന്നത് അവന്റെ മുഖം ഒരുപാട് മാറിയിട്ടുണ്ട്. മുഖം മാത്രമല്ല അവന്റെ സ്റ്റൈലായാലും മുടിയായാലും എല്ലാത്തിനും എന്തോ ഒരു മാറ്റം. അവന്റെ മുഖത്ത് ഇപ്പൊ പഴയ പോലത്തെ പാവം പിടിച്ചൊരു ലുക്കല്ല. ആളാകെ മാറിപ്പോയി. ശരിക്കും ഒരു ബാഡ് ബോയ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ബാഡ് പീറ്റർ പാർക്കർ. പീറ്റർ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് വന്നപ്പോഴാണെങ്കിൽ മിസ്റ്റർ ഡോക്കോവിച്ച് വീണ്ടും വാടക ചോദിച്ച് അവനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. എടാ മോനെ, നിന്നോട് ഞാൻ എത്ര നാളായി വാടക തരാൻ പറഞ്ഞിട്ട് അത് ഈ ജന്മത്തെങ്ങനെ എനിക്ക് കിട്ടുമോ? വാടക തന്നില്ലെങ്കിൽ നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണം. മനസ്സിലായോ? ഡോ കിളവാ, താൻ എന്തറിഞ്ഞിട്ട് വാടക ചോദിക്കുന്നത്? തന്റെ ഈ മുടിഞ്ഞ ഒടുക്കത്തെ ഡോർ ഒന്നാദ്യം ശരിയാക്ക്. ഈ വാതിലൊന്ന് അടയ്ക്കാനും തുറക്കാനും മിനിമം 3 ആൾക്കാരെങ്കിലും വേണം. അത് തനിക്കറിയോ? എന്നിട്ട് തരാൻ തന്റെ വാടകയൊക്കെ. ഇനി എന്റെ മുന്നിൽ കണ്ടോണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് പീറ്റർ ചൂടായി ഉള്ളിലേക്ക് കയറി പോവാണ്. മിസ്റ്റർ ഡോക്കോവിച്ച് അന്തം വിട്ടുപോയി. കാരണം പീറ്റർ പാർക്കർ ഇങ്ങനെയൊക്കെ പറയുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്തായാലും പുള്ളിക്ക് നല്ല പേടിയായിട്ടുണ്ട്. മോളെ, പീറ്റർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവൻ ആള് പാവാ. ഇന്നവനെന്തോ മൂഡ് ശരിയല്ല. ഒരു കാര്യം ചെയ്യാം, ഇനി കുറെ നാളത്തേക്ക് നമുക്ക് വാടക ചോദിക്കണ്ട. അവൻ തന്നോളും. അവൻ നല്ല പയ്യനല്ലേ. നമ്മുടെ പീറ്റർ പാർക്കർ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവൻ എന്തോ പന്തികേട് തോന്നി. ഈ കറുത്ത സ്യൂട്ട് ഇട്ടപ്പോ മുതൽ അവൻ വേറെ ആളുടെ പോലെയോ ആണ്. ഈ വിശക്കുമ്പോ നിങ്ങളല്ലാതെയാവും എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏകദേശം അതുപോലെയാണ് പീറ്ററിന് തോന്നുന്നത്. അവനൊരു കാര്യം മനസ്സിലായി. ഈ കറുത്ത സ്യൂട്ട് തന്റെ മേലെ നിന്ന് ഒഴിവാക്കാൻ സമയമായി. അവൻ ആ സ്യൂട്ട് ഊരി അവിടെയുള്ള ഒരു പെട്ടിയിൽ വെച്ച് അടയ്ക്കുവാണ്. അത് കഴിഞ്ഞ് പീറ്റർ പാർക്കർ ആന്റിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അവൻ വളരെ സന്തോഷത്തോടെ ഫ്ലിൻ മാർക്കോ മരിച്ച കാര്യം ആന്റിയോട് പറയുന്നു. ആന്റി ഒരു കാര്യം പറഞ്ഞു. നമ്മളുടെ അങ്കിൾ ബെന്നിനെ കൊന്ന ഫ്ലിൻ മാർക്കോ ഇല്ലേ, അവനെ സ്പൈഡർമാൻ ഇന്നലെ രാത്രി കൊന്നു. മോനെ, നീ എന്താ പറയുന്നത്? സ്പൈഡർമാൻ ഒരാളെ കൊന്നോ? അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ ആന്റി അങ്ങനെ പറയുന്നത്? ഞാൻ വിചാരിച്ചു നമ്മുടെ അങ്കിളിനെ കൊന്ന ആളെ സ്പൈഡർമാൻ കൊന്നെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാവുന്നു. മോനെ, അങ്ങനെയല്ല. ഒരാളുടെ ജീവൻ എടുക്കാൻ വേറൊരാൾക്ക് അവകാശമില്ല. നിന്റെ അങ്കിൾ ബെൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഫ്ലിൻ മാർക്കോ മരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കില്ല. അങ്കിൾ ബെന്നിന്റെ ആത്മാവും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നമ്മൾ എല്ലാവരോടും ക്ഷമിക്കണം. അതാണ് നല്ല ആളുകൾ ചെയ്യാറുള്ളത്. നമ്മുടെ മനസ്സിൽ പ്രതികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ ഒരു മോശം വ്യക്തിയായി മാറും. അതിനേക്കാളും നല്ലത് നമ്മളുടെ മനസ്സിന് ഇല്ലാതെയാക്കുന്ന പ്രതികാരത്തെ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിൽ നിന്നെടുത്ത് കളയുന്നതാണ്. എന്തായാലും ആന്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഫ്ലിൻ മാർക്കോയെ താൻ കൊന്നത് ഒരു തെറ്റായിപ്പോയെന്ന് പീറ്റർ പാർക്കറിന് തോന്നി. ഒരിക്കലും പ്രതികാരം കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ബ്ലാക്ക്
സ്യൂട്ട് ഊരി മാറ്റിയത് കൊണ്ട് കൂടിയാണ് ആന്റി നല്ല ബുദ്ധി പറഞ്ഞപ്പോ പീറ്ററിന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ബ്ലാക്ക് സ്യൂട്ടിലുള്ള വെനം പീറ്ററിന്റെ മനസ്സിനെ അങ്ങനെ തന്നെ മാറ്റിയേനെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മേരി ജെയിന്റെ മുന്നിൽ വെച്ച് പീറ്റർ പാക്കർ ഗ്വെൻ സ്റ്റേസിയെ കിസ് ചെയ്യുന്നുണ്ട്. ഇത് വെനം എന്ന് പറയുന്ന ആ സാധനം പീറ്ററിന്റെ റൂമിൽ കേറി പറ്റിയതിനു ശേഷമാണ്. അപ്പൊ ഒരു പക്ഷേ അത് പീറ്റർ അറിയാതെ വെനം കാരണം ചെയ്യുന്നതാണെങ്കിലോ? അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾക്കറിയുന്ന പീറ്റർ പാക്കർ ഒരിക്കലും മേരിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഈ സമയത്ത് നമ്മുടെ മേരി ജെയിന്റെ കാര്യം ഒരുപാട് കഷ്ടമാണ്. എന്തായാലും അവളുടെ അഭിനയ ജീവിതമൊക്കെ ഏകദേശം അവസാനിച്ചു. അവൾ നാടകത്തിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യമൊക്കെ നമ്മൾക്കറിയാം. മേരി ജെയിൻ ഇപ്പോ ഒരു ബാറിലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ അവിടെ ഒരു വെയിട്രസ് ആയിട്ടും ഇടയ്ക്കൊക്കെ സ്റ്റേജിൽ കയറി പാട്ട് പാടുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മേരി ജെയിൻ ചെയ്യുന്നത്. അവൾ ഒട്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവൾക്ക് അവിടെ വർക്ക് ചെയ്യുന്നതിൽ നല്ല നാണക്കേടുണ്ട്. ഈ കാര്യം പീറ്ററിനോട് പറയാനായാലും അവൾക്ക് ഭയങ്കരമായിട്ടുള്ള നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിലായ എം ജെ ഒരു സമാധാനത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് നമ്മുടെ ഹാരിയെ വിളിക്കുവാണ്. എന്തോ പീറ്ററിനെ വിളിക്കാനായിട്ട് എം ജെക്ക് തോന്നുന്നില്ല. ഹാരിക്കാണെങ്കിൽ എം ജെയോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് മാത്രമല്ല ഹാരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എം ജെ. അതുകൊണ്ട് തന്നെ അവൻ ഒരു മടിയും കാണിക്കാതെ എം ജെയെ തന്റെ വീട്ടിലേക്ക് വിളിക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ പീറ്റർ പാക്കറും എം ജെയെ വിളിച്ച് സോറി പറയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്തോ കോൾ പോകുന്നില്ല. ആ സമയത്താണ് മിസ്റ്റർ ഡിക്കോവിച്ച് അങ്ങോട്ട് കയറി വരുന്നത്. ഹേയ് മിസ്റ്റർ ഡിക്കോവിച്ച്. ഹായ് പീറ്റർ, നിനക്ക് വിശക്കുന്നുണ്ടോ മോനെ? നീ വേണമെങ്കിൽ ഈ ഓറഞ്ച് കഴിച്ചോ, ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. മിസ്റ്റർ ഡിക്കോവിച്ച്, ഐ എം റിയലി സോറി. ഞാൻ നേരത്തെ നിങ്ങളോട് അങ്ങനെ മോശമായിട്ടൊന്നും പറയാൻ പാടില്ലായിരുന്നു. അത് ആ സമയത്ത് എന്നോട് ക്ഷമിക്ക്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്താ മോനെ പറയുന്നത്? പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം. പിന്നെ എന്നോട് അങ്ങനെ പറഞ്ഞതിൽ നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, ഇന്ന് തന്നെ ഒരു പിസ്സ ഓർഡർ ചെയ്ത് അതെനിക്ക് തന്നേക്ക്. ഓക്കെ, അങ്ങനെ ആ വിഷമം അങ്ങോട്ട് മാറട്ടെ. അങ്ങനെ പീറ്റർ പിസ്സ വാങ്ങി കൊടുക്കാമെന്ന് സമ്മതിക്കുവാണ്. നേരത്തെ പീറ്റർ ചൂടാവുന്നത് കണ്ട് ഉർസുലയ്ക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ ഇപ്പൊ പീറ്റർ പഴയതുപോലെ ആയത് കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഈ ഉർസുല ശരിക്കും പീറ്ററിന്റെ ഫ്രണ്ട് ആവാനാണോ നോക്കുന്നത്, അതോ പീറ്ററിന്റെ ലവർ ആവാനാണോ നോക്കുന്നത്, അതോ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തോ പീറ്ററിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് എം ജെ നമ്മുടെ ഹാരിയുടെ വീട്ടിലേക്ക് വരുവാണ്. ഹാരി ഒടുക്കത്തെ പൈസക്കാരനാണല്ലോ. അപ്പൊ എം ജെക്ക് വേണ്ടി അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. മാത്രമല്ല ഒരു രസത്തിന് വേണ്ടി ഹാരിയും കുക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു പാട്ട് വയ്ക്കുന്നു. അങ്ങനെ പാട്ട് വെച്ചതോടെ എം ജെയുടെ മൂഡ് ആകെ മാറി. അവൾ ഹാരിയുടെ ഒപ്പം ചേർന്ന് ഇഷ്ടം പോലെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേർക്കും നല്ല സന്തോഷമായി. അങ്ങനെ പതുക്കെ സന്തോഷം കുറച്ച് കൂടിപ്പോയി. അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ ഹാരിയും എം ജെയും തമ്മിൽ കിസ് ചെയ്യുവാണ്. പക്ഷെ കിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് എം ജെക്ക് തോന്നുന്നത്. അവൾക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നി. അതുകൊണ്ട് എം ജെ പെട്ടെന്ന് അവിടുന്ന് പോകാൻ നോക്കുവാണ്. എം ജെ സോറി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പെട്ടെന്ന് പറ്റിപ്പോയതാ. ഐ എം റിയലി സോറി. നീ ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എം ജെ. എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഹാരിക്ക് ഒരുപാട് വിഷമമായി. അതുകൊണ്ട് അവൻ കുറെ ബിയർ എടുത്ത് അടിക്കാൻ തുടങ്ങി. അങ്ങനെ കുടിച്ച് അവന്റെ മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിലെത്തി. ആ സമയത്താണ് അവൻ അവന്റെ അച്ഛന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നത്. ഫോട്ടോയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ അച്ഛൻ അവനെ വിളിക്കുന്നത് പോലെ ഹാരിക്ക് തോന്നുവാണ്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ ഒരു കണ്ണാടിയാണ് കാണുന്നത്. അതിൽ അവന്റെ അച്ഛന്റെ രൂപവും. പെട്ടെന്നാണ് ഹാരിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അവന്റെ അച്ഛനെ പറ്റിയും പീറ്റർ പാർക്കറിനെ പറ്റിയും. പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യവും തന്റെ അച്ഛനായിട്ടുള്ള നോർമൻ ഓസ്ബോണിനെ കൊന്നത് പീറ്റർ ആണെന്നുള്ള കാര്യവും എല്ലാം അവന്റെ മനസ്സിലേക്ക് ഓർമ്മകളായിട്ട് തിരിച്ചു വരുവാണ്. പെട്ടെന്ന് നോർമൻ ഓസ്ബോണിന്റെ രൂപം അവനോട് സംസാരിക്കാൻ തുടങ്ങി. മോനെ ഹാരി, നിനക്ക് അച്ഛനെ ഓർമ്മയില്ലേ? യെസ് ഡാഡ്, എനിക്കൊരിക്കലും അച്ഛനെ മറക്കാൻ പറ്റില്ല. എങ്കിൽ നീ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യ്. അന്ന് നീ എനിക്ക് തന്ന വാക്ക് പാലിക്കുക ഹാരി. പീറ്റർ നിന്റെ കൂട്ടുകാരനായിരിക്കാം, മേരി ജെയിൻ നിന്റെ കൂട്ടുകാരിയായിരിക്കാം. പക്ഷേ അവർ ജീവിക്കാൻ യോഗ്യരല്ല. നീ പീറ്ററിനെ വേദനിപ്പിക്കണം. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയായിരുന്നെന്ന് പീറ്ററിന് സ്വയം തോന്നണം. അവനെ മൊത്തത്തിൽ നീ നശിപ്പിക്കണം. അച്ഛനു വേണ്ടി നീ പ്രതികാരം ചെയ്യണം. അതിനാദ്യം എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം. ആദ്യം നീ അവന്റെ ഹൃദയത്തിനെ തന്നെ ആക്രമിക്കുക. ഹാരിയുടെ മനസ്സിലേക്ക് വീണ്ടും പ്രതികാരം കയറി വരുവാണ്. പീറ്ററിന്റെ ഹൃദയം ആരാണ്? അത് എം ജെ തന്നെയാണ്. ഹൃദയത്തിനെ ആക്രമിക്കാനാണ് അച്ഛൻ ഹാരിയോട് പറഞ്ഞിരിക്കുന്നത്. എം ജെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തി. ആ സമയത്താണ് പീറ്റർ അവൾക്ക് അയച്ച വോയിസ് മെസ്സേജ് ഒക്കെ എം ജെ കേൾക്കുന്നത്. അത് കേട്ടപ്പോ എം ജെക്ക് ആകെ വിഷമമായി. എന്തൊക്കെ പറഞ്ഞാലും പീറ്റർ സത്യത്തിലൊരു നല്ലവനാണ്, പാവത്തിനോട് ക്ഷമിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ച് എം ജെ പീറ്ററിനെ കോൾ ചെയ്യാൻ നടക്കുമ്പോഴാണ് ആരോ അവളെ തട്ടിത്തെറിപ്പിച്ച് ചുമരി കൊണ്ടുപോയി ചേർത്ത് നിർത്തുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, ഗോബ്ലിന്റെ വേഷത്തിൽ വന്നിരിക്കുന്ന ഹാരി ഓസ്ബോൺ ആണ്. ഹായ് എം ജെ, നീ എന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെ? നിനക്ക് പീറ്ററിനെ ഒരുപാട് ഇഷ്ടമല്ലേ? ഞാൻ അവനെ കൊല്ലാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യേണ്ടി വരും. അങ്ങനെ ഹാരി പറയുന്ന പോലെ ചെയ്യാമെന്ന് എം ജെ സമ്മതിക്കുവാണ്. അല്ലെങ്കിൽ പീറ്ററിനെ കൊല്ലുമെന്നാണ് ഹാരി അവളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എം ജെ പീറ്ററിനെ വിളിച്ച് തന്നെ ഒന്ന് കാണാൻ വരണമെന്ന് പറയുന്നു. ഒരു പാലത്തിന്റെ അടുത്തേക്കാണ് എം ജെ പീറ്ററിനെ വിളിച്ചിരിക്കുന്നത്. പീറ്ററിന് ഭയങ്കര സന്തോഷമായി. ഒരുപക്ഷെ എം ജെയുടെ എല്ലാ പിണക്കവും മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് പീറ്റർ എം ജെക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പൂക്കളൊക്കെ വാങ്ങി വളരെ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് പോവാണ്. പീറ്റർ നോക്കിയപ്പോ എം ജെ അവനെ കാത്ത് പാലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. പീറ്റർ നേരെ അങ്ങോട്ട് ചെന്നു. ഹേ എം ജെ, എനിക്കറിയാമായിരുന്നു നിനക്ക് കുറെ നാളൊന്നും എന്റെ അടുത്ത് പിണങ്ങിയിരിക്കാൻ പറ്റില്ല. നീ ഇന്ന് ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. പീറ്റർ, ഞാൻ ഇതൊന്നും പറയാനല്ല ഇപ്പൊ വന്നത്. എന്താ എം ജെ, നിന്റെ വിഷമം ഇപ്പോഴും മാറിയില്ലേ? എന്തു പറ്റി? ഒന്നുമില്ല പീറ്റർ, നമ്മൾ തമ്മിൽ ശരിയാവില്ല. എന്താ എം ജെ നീ പറയുന്നത്? നമ്മൾ തമ്മിൽ ശരിയാവില്ലെന്നോ? അതെ പീറ്റർ, എനിക്കിനി നിന്നെ കാണാൻ താല്പര്യമില്ല. എന്താ എം ജെ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല, ഞാൻ തനിച്ചായി പോയി. നീ എന്റെ കൂടെ നിന്നില്ല
പറഞ്ഞില്ല പീറ്റർ, നീ എന്റെ വിഷമങ്ങളൊന്നും മനസ്സിലാക്കിയില്ല. അവസാനം നീ തന്നെ എന്നെ തള്ളി പറഞ്ഞു. അതെനിക്ക് ഒരുപാട് വിഷമമായി. നീയും കൂടി തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് ഈ ബന്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പീറ്റർ. നമുക്കെല്ലാം നിർത്താം, ഇവിടെ വെച്ച് നിർത്താം. എം ജെ, എന്താ നീ പറയുന്നത്? എല്ലാം അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? നിനക്ക് എന്നെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എം ജെ? നോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പ്ലീസ് എം ജെ, ഇങ്ങനെയൊന്നും പറയില്ലേ. എനിക്കറിയാം ഞാൻ കുറച്ച് സെൽഫിഷ് ആയിരുന്നു. ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിയിട്ടുണ്ടാവും. അതൊക്കെ എന്റെ തെറ്റായിരുന്നു എം ജെ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പീറ്റർ, എല്ലാം കഴിഞ്ഞുപോയി. പ്ലീസ് എം ജെ, അങ്ങനെ പറയില്ലേ. സാധാരണ ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുമ്പോ അവര് പറഞ്ഞു തീർക്കുകയല്ലേ ചെയ്യുക. നമ്മൾക്ക് അതുപോലെ സംസാരിച്ച് തീർക്കാം. നോക്ക് ഈ മോതിരം കണ്ടില്ലേ? ഇത് ഞാൻ എത്ര നാളായി കൊണ്ടു നടക്കുന്നു എന്നറിയോ? എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് വട്ടം ശ്രമിച്ചു എം ജെ. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഐ ആം സോറി പീറ്റർ. എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ്. നീ എന്നെ മാറ്റി നിർത്തിയ സമയത്ത് ഞാൻ വേറെ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി. ഐ ആം സോറി. ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്. നമുക്കെല്ലാം അവസാനിപ്പിക്കാം. അങ്ങനെ പറഞ്ഞ് എം ജെ നടന്നുപോയി. ഇത് കേട്ട് പീറ്ററിന് ഒരുപാട് വിഷമമായി. എം ജെ ഇങ്ങനെ പെട്ടെന്ന് ഈ റിലേഷൻഷിപ്പ് നിർത്തുമെന്ന് പീറ്റർ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇതൊക്കെ കണ്ട് നമ്മുടെ ഹാരി അകലെ നിന്ന് സന്തോഷിക്കുന്നുണ്ട്. അതായത് ഹാരി പറഞ്ഞിട്ടാണ് എം ജെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പീറ്ററിനെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഹാരി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. പീറ്ററിനെ ഹാരി കൊല്ലാതിരിക്കാൻ വേണ്ടി എം ജെ ഇത് സമ്മതിക്കുകയും ചെയ്തു. അല്ലാതെ എം ജെക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല പീറ്ററിനോട് ഈ ബന്ധം നിർത്താമെന്നൊക്കെ അവൾ പറഞ്ഞത്. അടുത്ത ദിവസം ഒരു റെസ്റ്റോറന്റിൽ വെച്ച് പീറ്ററും ഹാരിയും കൂടി ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഹാരിക്ക് ഓർമ്മയില്ലെന്ന് തന്നെയാണ് പീറ്ററിന്റെ വിചാരം. പീറ്റർ തന്റെ വിഷമങ്ങളൊക്കെ ഹാരിയോട് പറയാൻ തുടങ്ങി. ഹാരി, എം ജെ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ അവൾ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. അവൾ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. മാത്രമല്ല അവൾക്ക് വേറെ ആളെ ഇഷ്ടമാണെന്ന് പറയുന്നത്. എനിക്കിതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. യെസ് പീറ്റർ, ഇതൊക്കെ കേട്ട ആർക്കായാലും വിഷമാവില്ലേ? നിന്നെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ ഹാരി, എനിക്കിത് സഹിക്കാനേ പറ്റുന്നില്ല. എന്നെ ഹൃദയം ആരോ മുറിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതെ പീറ്റർ, ചില സമയത്ത് ചില ആളുകൾ ഹൃദയത്തിന് തന്നെ ആക്രമിക്കും. എന്നാലേ കൂടുതൽ വേദനിപ്പിക്കാൻ പറ്റൂ. യെസ് ഹാരി, ഞാനാണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി മോതിരമൊക്കെ റെഡിയാക്കി വെച്ചതാ. പക്ഷെ ഒന്നും നടന്നില്ല. ഐ എം റിയലി സോറി പീറ്റർ. എനിക്കും ഇതൊക്കെ കേട്ടിട്ട് വിഷമമുണ്ട്. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? എം ജെക്ക് ഇപ്പൊ നാടകമൊന്നും കിട്ടാറില്ല. അവളുടെ നാടകത്തിൽ നിന്ന് അവളെ പുറത്താക്കി. ഇപ്പൊ അവളൊരു റെസ്റ്റോറന്റിൽ വെയിട്രസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ചില ക്ലബ്ബിൽ പാടാനും പോകാറുണ്ട്. ഇതൊക്കെ കാരണം എം ജെ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഹാരി നീ എന്താ പറഞ്ഞു? അവളെ നാടകത്തിൽ നിന്ന് പുറത്താക്കിയെന്നോ? ഈ കാര്യമൊന്നും എം ജെ എന്നോട് പറഞ്ഞില്ലല്ലോ. പക്ഷെ അവളതൊക്കെ നിന്നോട് പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല പീറ്റർ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേക്ക്. അവൾ എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞു, നിന്നോട് ഇതൊന്നും പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ പീറ്റർ? അവളുടെ പുതിയ കാമുകൻ ഞാനാണ്. ഇപ്പോഴെങ്കിലും എനിക്കിത് നിന്നോട് പറഞ്ഞേ പറ്റൂ. എന്താ ഹാരി? അപ്പൊ നീ എന്നെ ചതിച്ചെന്നാണ് പറയുന്നത്? നോ പീറ്റർ. ഒരു ദിവസം അവൾ വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വന്നു. അപ്പോ ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് അവളെ പണ്ടേ ഇഷ്ടമായിരുന്നു. ആ കാര്യം നിനക്കും അറിയാമല്ലോ. ഏതോ ഒരു നിമിഷത്തിൽ എനിക്ക് അവളോട് ഇഷ്ടം തോന്നി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്നോട് ക്ഷമിക്കണം. ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. പീറ്ററിന് ഭയങ്കരമായിട്ട് വിഷമമായി. അവിടെ ഇരുന്ന് കരയേണ്ടെന്ന് വിചാരിച്ച് പീറ്റർ നേരെ പുറത്തേക്ക് ഇറങ്ങി. പീറ്ററിന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചെന്ന് കണ്ട് ഹാരിക്ക് ഭയങ്കര സന്തോഷമായി. അതുതന്നെയാണ് ഹാരിയുടെ ഏറ്റവും വലിയ ആഗ്രഹവും. പീറ്ററിനെ വേദനിപ്പിച്ച് കൊല്ലണം. കുറച്ചു നേരം കഴിഞ്ഞ് പീറ്റർ ജസ്റ്റ് ഹാരി ഒന്ന് തിരിഞ്ഞു നോക്കി. പക്ഷെ ഹാരി ആണെങ്കിൽ പീറ്ററിനെ തോൽപ്പിച്ചിട്ട് കളിയാക്കുന്ന ഭാവത്തിൽ അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഹാരിയുടെ പ്ലാനിങ് ആയിരുന്നെന്ന് പീറ്ററിന് മനസ്സിലായി. അവന് ഹാരിയോട് നല്ല ദേഷ്യം തോന്നി. പക്ഷെ പീറ്റർ ഒന്നും ചെയ്യുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് പീറ്റർ സ്വയം ഇരുന്ന് എല്ലാ കാര്യങ്ങളെയും പറ്റി ആലോചിക്കാൻ തുടങ്ങി. അവന് ഹാരിയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നി. മനസ്സിലാണെങ്കിൽ ഒടുക്കത്തെ സങ്കടവും. ഒരിക്കലും എം ജെയെ ഹാരി തട്ടിയെടുക്കുമെന്ന് പീറ്റർ വിചാരിച്ചിട്ട് പോലുമില്ല. ആ സമയത്താണ് പീറ്റർ അവിടെ ഇരിക്കുന്ന വെനം ബ്ലാക്ക് സ്യൂട്ടിലേക്ക് നോക്കുന്നത്. അവൻ വീണ്ടും കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടി ആ ബ്ലാക്ക് സ്യൂട്ട് എടുത്തിടുവാണ്. എന്നിട്ട് നേരെ പോകുന്നത് ഹാരിയുടെ അപ്പാർട്ട്മെന്റിലേക്കാണ്. ഹാരി പീറ്ററിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ് അവിടെ വന്നിരിക്കുന്നത്. പീറ്റർ പാർക്കർ ഓർ സ്പൈഡർമാൻ, നീ എത്തിയല്ലേ? ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. നീ വരുമെന്ന് എനിക്കറിയാം. നീ എം ജെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തല്ലേ? നീ അവളെ എന്താ ചെയ്തെന്നൊക്കെ ചോദിച്ചാ അതിപ്പോ ഞാൻ എങ്ങനെ പറയാ? അവൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ അവളുടെ അടുത്തുണ്ടായിരുന്നു. നീയാണെങ്കിൽ ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം. മേരി ജെയിനും ഞാനും തമ്മിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു, കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. നീ നോമൻ ഓസ്ബോണിന്റെ മോനല്ല. നീ ആരാണെന്നുള്ള കാര്യം എം ജെക്ക് ശരിക്കും അറിയില്ല ഹാരി. അതുകൊണ്ടായിരിക്കും അവൾ നിന്നെ ഇഷ്ടപ്പെട്ടത്. പീറ്റർ, അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ആക്ച്വലി അവളും ഞാനും കൂടി കിസ് ചെയ്തപ്പോ അവളുടെ കിസ്സിന് എന്തൊരു മധുരമായിരുന്നെന്നറിയോ? ശരിക്കും സ്ട്രോബെറീസ് പോലെ. അതിപ്പോ എങ്ങനെയാ പറഞ്ഞറിയിക്കുക? നിന്റെ കാര്യം ഓർത്ത് എനിക്ക് വിഷമം തോന്നുന്നുണ്ട് പീറ്റർ. ഹാരി ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ട് പീറ്ററിന് ക്ഷമിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ നേരെ വന്ന് ഹാരി ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ ഹാരി ആണെങ്കിൽ ഇതിനൊക്കെ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അവന്റെ ഷർട്ടിലും പാൻസിലും ബാക്കി എല്ലാ സ്ഥലത്തുമായിട്ട് പീറ്ററിനെ കൊല്ലാൻ പറ്റിയ എല്ലാ ആയുധങ്ങളും അവൻ കരുതി വെച്ചിട്ടുണ്ട്. How'd you like that, Spidey? That all you got? Stings, doesn't it? Ooh.
അങ്ങനെ ഫൈറ്റ് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഹാരി അവന്റെ ശരിക്കുള്ള വെപ്പൺസ് എടുത്ത് പീറ്ററിനെ ശരിക്കും ആക്രമിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആദ്യമൊക്കെ പീറ്റർ കുറച്ചൊന്ന് തോറ്റുപോയ പോലെയായി. എന്താ പീറ്റർ? നോ സ്പൈഡർമാൻ എന്ന മോനെ, എന്റെ പുതിയ വെപ്പൺസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഓ നീ ആള് കൊള്ളാം, പക്ഷേ നിന്നെ കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റുമല്ല. ശരിക്കുള്ള കളി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓ നിനക്ക് നല്ല വേദന എടുക്കുന്നുണ്ടല്ലേ? വേദന എടുക്കുന്നുണ്ടെങ്കിൽ സഹിച്ചോ. പീറ്റർ നിന്റെ കഥ ഇന്ന് ഞാൻ തീർക്കും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ സ്പൈഡർമാൻ ശക്തികളും അതിന്റെ കൂടെ വെനം സ്യൂട്ട് ഇട്ടപ്പോ കിട്ടിയ ശക്തികളുമുള്ള പീറ്ററിനെ തോൽപ്പിക്കാൻ ഹാരിക്ക് എളുപ്പത്തിൽ പറ്റുന്നില്ല. അവനവന്റെ കയ്യിലുള്ള സ്പെഷ്യൽ കത്തിയും ഗ്ലൈഡറും ഒക്കെ ഉപയോഗിച്ച് നോക്കി. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അവസാനം സ്വന്തം ഗ്ലൈഡർ മേലേക്ക് വന്നിടിച്ച് ഹാരിക്ക് തന്നെ വയ്യാതെയായി. എന്താ പീറ്റർ, നീ എന്നെയും കൊല്ലാൻ പോവാണോ? നീ എന്റെ അച്ഛനെ എങ്ങനെയാണോ കൊന്നേ അതുപോലെ തന്നെ നീ എന്നെയും കൊല്ലാൻ പോവാണല്ലേ? നിനക്കിപ്പോഴും ആളുകളെ കൊന്നു മതിയായില്ലേ? മോനെ ഹാരി, നിന്നോട് കുറെ നാളെ ഞാൻ പറയുന്നു ഞാൻ നിന്റെ അച്ഛനെ കൊന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്കത് പറഞ്ഞു മടുത്തു. ഇനിയും അത് പറഞ്ഞ് വായിലെ വെള്ളം വെറ്റിക്കാൻ എനിക്ക് വയ്യ. എന്നാ മോന് വേണ്ടി ഞാൻ കുറച്ച് സത്യങ്ങൾ കൂടി പറയാം. നിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾക്ക് നിന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിൽ മുഴുവൻ നിന്നോടുള്ള വെറുപ്പായിരുന്നു. നീ ഒരിക്കലും അയാൾക്ക് പറ്റിയൊരു മോനായിരുന്നില്ല. അയാൾക്ക് നിന്നെ ഓർത്ത് അപമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ ഇതൊക്കെ കേട്ടിട്ട് ഗോബ്ലിന്റെ മോന് വിഷമമായോ? വിഷമമായെങ്കിൽ സഹിക്ക്. Lucky little Goblin Jr. Gonna cry? പീറ്റർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഹാരിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവൻ പീറ്ററിനെ അടിക്കാൻ വേണ്ടി വീണ്ടും എഴുന്നേറ്റു. പക്ഷെ പീറ്റർ ഒറ്റ അടിക്ക് ഹാരിയെ വീണ്ടും തല്ലി നിലത്തിട്ടു. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നോർമൽ മൈൻഡിലാണെങ്കിൽ പീറ്റർ ഒരിക്കലും ഹാരിയോട് ഇങ്ങനെയൊന്നും പറയില്ല. ഹാരിയെ ഇങ്ങനെ ആക്രമിച്ച് കൊല്ലാനും നോക്കില്ല. അതിന്റെ അർത്ഥം ആ വെനം കേറിയിട്ടുള്ള ബ്ലാക്ക് സ്യൂട്ട് എടുത്തിട്ടപ്പോ പീറ്ററിന്റെ മനസ്സ് വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ക്രൂരനായ, ഒട്ടും ദയയില്ലാത്ത ഒരു ബാഡ് ബോയ് സ്വഭാവമാണ് പീറ്ററിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഹാരിയെ നിലത്തടിച്ചിട്ട് പീറ്റർ മാസ് ലുക്കിൽ പിന്നിലേക്ക് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് നിലത്ത് കിടക്കുന്ന ഹാരിക്ക് വേറൊരു ഐഡിയ തോന്നുന്നത്. അവിടെ അടുത്ത് ഇഷ്ടം പോലെ പംകിൻ ബോംബ്സ് കിടക്കുന്നുണ്ട്. അതിലൊരെണ്ണം എടുത്ത് പീറ്ററിനെ കൊല്ലാൻ തന്നെ ഹാരി തീരുമാനിച്ചു. അവൻ പംകിൻ ബോംബ് എടുത്ത് നേരെ പീറ്ററിന്റെ അടുത്തേക്ക് എറിയുവാണ്. പക്ഷെ പീറ്ററിന്റെ കയ്യിൽ സ്പൈഡർ സെൻസ് ഉള്ള കാര്യം ഹാരിക്ക് മര്യാദയ്ക്ക് അങ്ങോട്ട് അറിയില്ലാന്ന് തോന്നുന്നു. പംകിൻ ബോംബ്സ് അടുത്തേക്ക് വന്നപ്പോഴേക്കും പീറ്ററിന് അത് മനസ്സിലായി. അവൻ നേരെ വെബ് ഷൂട്ട് ചെയ്ത് ആ പംകിൻ ബോംബ് എടുത്ത് ഹാരിയുടെ നേരേക്ക് എറിഞ്ഞു. നോർമൽ പീറ്റർ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. കാരണം ആ ബോംബ് വന്ന് വീണാൽ ഹാരി മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. എന്തായാലും ഇത് ഹാരി ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ പംകിൻ ബോംബ് നേരെ വന്ന് ഹാരിയുടെ മുഖത്തിന്റെ അടുത്ത് വെച്ച് ഒരു പൊട്ടിത്തെറി അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. ഹാരി ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നോക്കാതെ പീറ്റർ നടന്നങ്ങോട്ട് പോവാണ്. ഇതാണ് പീറ്ററിന്റെ പുതിയ സ്വഭാവം. തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ പുതിയ ശക്തി പീറ്ററിന് ഒട്ടും മാറ്റിവെക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ആ കറുത്ത സ്യൂട്ട് തന്റെ ഷർട്ടിന്റെ അടിയിലിട്ടിട്ടാണ് പീറ്റർ നടക്കുന്നത്. വളരെ കൂളായിട്ട്, ആരെയും വകവെക്കാത്ത പോലെ സിറ്റിയിലെ പല ഭാഗങ്ങളിൽ കൂടെ പീറ്റർ ഇങ്ങനെ നടക്കുവാണ്. ആ സമയത്താണ് പീറ്റർ അവിടെ ഒരു വാർത്ത കാണുന്നത്. സ്പൈഡർമാൻ വീണ്ടും ബാങ്ക് കൊള്ളയടിച്ചിരിക്കുന്നു. സ്പൈഡർമാൻ ഒരു കള്ളനാണ്. ഡെയിലി ബ്യൂഗിൾ എന്ന് പറയുന്ന പത്രമാണ് ഈ വാർത്ത പുറത്തു വിട്ടിരിക്കുന്നത്. ആ വാർത്ത കൊടുത്തിരിക്കുന്നതോ മിസ്റ്റർ എഡ്ഡി ബ്രോക്കും. I'm gonna put some dirt in your eye. I'm gonna put some dirt in your eye എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ കണ്ണിൽ കുറച്ച് മണ്ണ് വാരിയിടുമെന്നല്ല, നിന്റെ കാര്യം ഞാൻ ഇന്ന് ശരിയാക്കി തരാം എന്നാണ്. അങ്ങനെ പീറ്റർ നേരെ പോകുന്നത് ഡെയിലി ബ്യൂഗിളിന്റെ ഓഫീസിലേക്കാണ്. പീറ്റർ വിചാരിച്ച പോലെ തന്നെ സ്പൈഡർമാന്റെ ഫോട്ടോസ് കൊണ്ടുകൊടുത്ത് എഡ്ഡി ബ്രോക്ക് ഡെയിലി ബ്യൂഗിളിൽ ഒരു ജോലി വാങ്ങിച്ചെടുത്തു. പക്ഷെ നമ്മൾക്ക് അറിയുന്നത് പോലെ അന്ന് രാത്രി എഡ്ഡി ബ്രോക്കിന് സ്പൈഡർമാന്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എഡ്ഡി ബ്രോക്കിന്റെ ക്യാമറ മേടിച്ച് നിലത്തിട്ട് പൊട്ടിച്ചിട്ടാണ് സ്പൈഡർമാൻ അന്ന് പോയത്. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോ എഡ്ഡി ബ്രോക്ക് എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. കൃത്രിമമായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസ് അതുകൊണ്ട് കൊടുത്തിട്ടാണ് അവന് ഡെയിലി ബ്യൂഗിളിൽ ജോലി കിട്ടിയത്. ഈ കാര്യം വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഡെയിലി ബ്യൂഗിളിൽ എഡ്ഡി ബ്രോക്ക് ജോലി കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ മതി മറന്നു നിൽക്കുവാണ്. ആ സമയത്താണ് പീറ്റർ അങ്ങോട്ട് കേറി വരുന്നത്. ഹായ് എഡ്ഡി, എന്തൊക്കെയുണ്ട്? സുഖമല്ല നിനക്ക്? ഹാ, നല്ല സുഖമുണ്ട്. നിനക്ക് കിട്ടേണ്ട ജോലി ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. ഒരു ജോലിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സുഖമുള്ള ഏർപ്പാടാ. പോട്ടെ, നീ ട്രൈ ചെയ്യ്. നിനക്ക് വേറെ ഏതെങ്കിലും കമ്പനി ജോലി കിട്ടും. നിനക്ക് ജോലി കിട്ടിയല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ എന്നെ കൊണ്ട് സ്പൈഡർമാന്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് നോക്ക്, നിന്റെ ഹീറോ സ്പൈഡർമാന്റെ എത്ര ഫോട്ടോസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഫോട്ടോ കൊണ്ട് കൊടുത്തപ്പോഴാണ് മിസ്റ്റർ ജോനാ ജെയിംസൺ ആ ജോലി എനിക്ക് തന്നെ. നീ ആ കാര്യം ഇനി മറന്നേക്ക്. എനിക്ക് ശരിക്കും വിഷമമായി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? പക്ഷെ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരിയ വരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാ, നീ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഫോട്ടോസ് ഉണ്ടല്ലോ, ഇതൊക്കെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. ഇവിടെയുള്ള പൊട്ടന്മാർക്കൊക്കെ അതെന്താ മനസ്സിലാവാത്തെന്നാ ഞാൻ ആലോചിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ തെളിവ് കാണിച്ചു കൊടുത്താൽ അവര് വിശ്വസിക്കുമായിരിക്കും, അല്ല എഡ്ഡി? അതായത് പീറ്റർ വന്നിരിക്കുന്നത് എഡ്ഡി എടുത്ത ഫോട്ടോസ് ഫേക്ക് ആണെന്ന് കാണിക്കാനുള്ള എല്ലാ തെളിവും കൊണ്ടാണ്. സ്പൈഡർമാന്റെ പഴയൊരു ഫോട്ടോ എടുത്ത് അതിലെ സ്യൂട്ടിനെ ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടാണ് എഡ്ഡി ബ്രോക്ക് ഈ ഫോട്ടോസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെങ്ങനെ അവിടെ കാണിച്ചു കൊടുത്താൽ എഡ്ഡിയുടെ ജോലി പോകും. അതുകൊണ്ട് എഡ്ഡിക്ക് ഭയങ്കര പേടിയായി. അത് പീറ്റർ പ്ലീസ്, നീ ഇത്രയ്ക്കും മിടുക്കനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് നീ എന്നോട് ക്ഷമിക്ക്.
ഞാൻ നിന്നോട് ക്ഷമിക്കണം. നിനക്ക് ഞാൻ മാപ്പ് തരണം. മാപ്പാണ് വേണ്ടതെങ്കിൽ നീ വല്ല പള്ളിയിലും പോയി പ്രാർത്ഥിക്ക്. അല്ലാതെ എന്റെ അടുത്ത് നിന്ന് ഒരാൾക്കും മാപ്പ് കിട്ടില്ല. എന്തായാലും അവിടെ ഒരു വഴക്ക് നടക്കുന്ന കണ്ടപ്പോ ഓഫീസിലുള്ള എല്ലാവരും അങ്ങോട്ട് വരാൻ തുടങ്ങി. നോക്ക് പീറ്റർ, നീ എന്നോടുള്ള ദേഷ്യം വെച്ചിങ്ങനെയൊന്നും ചെയ്യില്ല. നീ ഇപ്പൊ തെളിവൊക്കെ കാണിച്ചു കൊടുത്താ എന്റെ ജോലി പോവും. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പ്ലീസ് പീറ്റർ, പ്ലീസ് എന്റെ കാര്യം കഷ്ടത്തിലാക്കല്ലേ. ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തെന്നറിഞ്ഞാ പിന്നെ ഒറ്റ കമ്പനിയിലും എനിക്ക് ജോലി തരില്ല. ഇപ്പൊ നീ പാവത്തിനെ പോലെയാണല്ലോ, പക്ഷെ മുമ്പ് ഇങ്ങനെയായിരുന്നില്ല. ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് പീറ്റർ എഡ്ഡി കൊടുത്തത് എഡിറ്റഡ് ഫോട്ടോ ആണെന്നുള്ളതിന്റെ തെളിവ് ആ ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് പോവാണ്. ഇത് കണ്ട മിസ്റ്റർ ജോനാ ജെയിംസിന് ഭയങ്കര ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ എഡ്ഡി ബ്രോക്കിനെ അയാൾ കൈയോടെ പിരിച്ചുവിട്ടു. അവൻ ഒരുപാട് വിഷമമായി. പിന്നെ കുറച്ചുനാൾ പീറ്റർ ആ സിറ്റി കിടന്ന് പൂണ്ട് വിളയാടിയെന്ന് തന്നെ പറയാം. How are you? Quite a specimen you left me, Park. Come smoke. Peter Parker. Peter. Everybody, somebody that walk your soul. Don't walk your soul. Everybody, somebody. ഈ സമയത്ത് ഡോക്ടർ കോണേഴ്സ് വെനത്തിന്റെ സാമ്പിളിൽ കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തു നോക്കി. അതൊരു മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് വളരെ ഡേഞ്ചർ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി. ഈ കാര്യം പറയാൻ വേണ്ടി മിസ്റ്റർ കോണേഴ്സ് പീറ്ററിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ കോണേഴ്സ് പറയുന്ന കാര്യങ്ങളൊന്നും പീറ്റർ മര്യാദയ്ക്ക് കേൾക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തെ കളിയാക്കുന്ന പോലത്തെ മറുപടിയാണ് പീറ്റർ തിരിച്ചു കൊടുക്കുന്നത്. കാരണം എന്താ, പീറ്ററിന്റെ മൈൻഡ് ഇപ്പോ വെനം കൈയേറിയിരിക്കുവാണ്. ഈ സമയത്ത് പീറ്റർ ഉർസുലയെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഉർസുലയോട് പീറ്റർ തനിക്ക് കഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റും പാലും വേറെ എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ പറയുന്നുണ്ട്. പാവം ഉർസുലയാണെങ്കിൽ പീറ്ററിന് തന്നെ ഇഷ്ടമായെന്ന് വിചാരിച്ച് അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, പണ്ടാണെങ്കിൽ ഉർസുല കുടിക്കാൻ വേണ്ടി കുറച്ച് പാല് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചാൽ പീറ്റർ കൊണ്ടുവന്നോളാൻ പറയും. പക്ഷെ ഇപ്പോഴാണെങ്കിലോ പീറ്റർ അങ്ങോട്ട് പോയി ഉർസുലയോട് പറയും എനിക്കിപ്പോ കുടിക്കാൻ വേണ്ടി കുറച്ച് പാല് കൊണ്ടുവരണമെന്ന്. മാത്രമല്ല വെറും പാല് പോരാ, അതിൽ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കൊണ്ടുവന്നാൽ മതി. കൂടെ ഓറിയോ ബിസ്ക്കറ്റ് വേണം, പെട്ടെന്ന് കൊണ്ടുപോവാ. ഇങ്ങനെയാണ് പീറ്റർ ഇപ്പൊ ഉർസുലയോട് പറയാ. ഉർസുലയ്ക്കാണെങ്കിൽ ഇതിൽ യാതൊരു വിഷമവും ഇല്ല. അതുമാത്രമല്ല പീറ്റർ ആണെങ്കിൽ ഒരു കാട്ടു കോഴിയുടെ പോലെയാണ് ഇപ്പൊ സിറ്റി കാണുന്ന എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും പെരുമാറുന്നത്. എല്ലാവരെ കാണുമ്പോഴും കണ്ണടച്ച് കാണിക്കുക, ഓരോ പ്രത്യേകതരം ആക്ഷൻസ് കാണിക്കുക. ഇതൊക്കെയാണ് പീറ്ററിന്റെ ഇപ്പോഴത്തെ ഹോബി. ഗേൾസിനൊന്നും ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. തന്നെപ്പറ്റി ആരെന്ത് വിചാരിച്ചാലും ഇപ്പൊ പീറ്ററിന് യാതൊരു കുഴപ്പമില്ല. അതൊന്നും നോക്കാതെ അവന് തോന്നുന്ന കാര്യം പീറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ഡെയിലി ബ്യൂഗിൾ എന്ന് പറയുന്ന ഓഫീസിൽ പീറ്ററിന്റെ മേൽ ചെറിയൊരു കണ്ണുണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, പീറ്റർ അവളെയും പോയി വളയ്ക്കാൻ നോക്കി. അവളാണെങ്കിൽ വളഞ്ഞു കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. പീറ്റർ ഇപ്പൊ ഡെയിലി ബ്യൂഗിളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല ഫോട്ടോസ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പൊ പീറ്റർ പഴയ പോലെയല്ല. ഇഷ്ടമുള്ള സമയത്ത് പോലീസിനെ ചെന്നിടിച്ചിടും, ഇഷ്ടമുള്ള സമയത്ത് കള്ളന്മാരെ ചെന്നിടിച്ചിടും. ചില സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം പീറ്റർ ഇതൊക്കെ ചെയ്യും. എന്നിട്ട് ആ ഫോട്ടോസ് ഒക്കെ നല്ല സ്റ്റൈലാക്കിയിട്ട് ഡെയിലി ബ്യൂഗിളിൽ കൊണ്ടുകൊടുക്കും. ജോനാ ജെയിംസിനാണെങ്കിൽ ഇത് തന്നെയാണ് വേണ്ടത്. അയാൾക്ക് പീറ്ററിന്റെ വർക്ക് ഒരുപാട് ഇഷ്ടമായി. പീറ്റർ, നിന്റെ വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഫോട്ടോസ് ആണ് ഞാൻ ഇത്രയും നാൾ ആഗ്രഹിച്ചത്. നിനക്കുള്ള ശമ്പളം ഞാൻ ഇന്ന് തന്നെ തരാം. മിസ്റ്റർ ജോനാ ജെയിംസ്, നിങ്ങൾക്ക് ഈ ഫോട്ടോകൾ വേണമെങ്കിൽ എന്നെ ഇവിടെ സ്ഥിരമായിട്ട് ജോലിക്ക് കയറ്റിയേ പറ്റൂ. മാത്രമല്ല ഇപ്പൊ തരുന്നതിന്റെ ഇരട്ടി ശമ്പളവും തരേണ്ടി വരും. ഇത് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ആ ഫോട്ടോ തരാം, ഇല്ലെങ്കിൽ അതിങ്ങോട്ട് തിരിച്ചു തന്നേക്ക്. ഇവിടെ ഇഷ്ടം പോലെ പേപ്പർ കമ്പനികൾ വേറെയുണ്ട്. ഓക്കെ. ഇത് കേട്ട് മിസ്റ്റർ ജോനാ ജെയിംസും പേടിച്ചുപോയി. കാരണം പീറ്റർ പാക്കർ ഒരിക്കലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പറയാനും ചാൻസ് ഇല്ല. എന്തായാലും അയാൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഫോട്ടോസ് കിട്ടിയാലാണ് അയാൾക്ക് പേപ്പറിന്റെ റേറ്റിംഗ് പിടിച്ചു നിർത്താൻ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞ പോലെ പീറ്ററിന് ജോലിയും കൊടുത്തു, ശമ്പളവും ഇരട്ടിയാക്കി കൊടുത്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒരു നല്ലവനെ പോലെ ജീവിച്ചാൽ എല്ലാവരും തലയിൽ ചവിട്ടി കയറും. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ആരും തരാനും പോകുന്നില്ല. ഇതുപോലെ കുറച്ച് കില്ലാടിത്തരമൊക്കെ കാണിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ജീവിച്ചു പോവാം. പക്ഷേ ഇതിന്റെയൊക്കെ പണി നമ്മൾക്ക് അവസാനം തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യവും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലവനായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ജോലി കിട്ടിക്കഴിഞ്ഞ പീറ്റർ മിസ്റ്റർ ജോനാ ജെയിംസിനെ പോലും വകവെക്കാതെ കാലൊക്കെ കയറ്റി വെച്ചാണ് ഓഫീസിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ സ്പൈഡർമാന്റെ ഫോട്ടോസ് കിട്ടാൻ പീറ്റർ മാത്രമാണ് വഴിയുള്ളത്. അതുകൊണ്ട് ജോനാ ജെയിംസൺ ഒന്നും പറയുന്നില്ല. പീറ്റർ ഇടയ്ക്കിടയ്ക്ക് സിറ്റി കൂടെ നടന്ന് ഗേൾസിന്റെ മുന്നിൽ പട്ടി ഷോ കാണിക്കാൻ വേണ്ടി പ്രത്യേക സ്റ്റെപ്പ് ഒക്കെ ഇട്ട് നല്ല ടഫ് ആയിട്ടുള്ള ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. പീറ്റർ കാരണം വെള്ളത്തിൽ കൂടെ അലിഞ്ഞു ചേർന്ന് ഒലിച്ചുപോയ നമ്മുടെ സാൻഡ്മാൻ ഉണ്ടല്ലോ, അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും കരയ്ക്ക് വന്ന് അടിഞ്ഞപ്പോ അയാൾക്ക് പഴയതുപോലെ ശക്തികൾ കിട്ടി. വീണ്ടും സാൻഡ്മാൻ തിരിച്ചു വന്നിരിക്കുവാണ്. പക്ഷെ ഇപ്പോഴും അയാളുടെ ലക്ഷ്യം പഴയത് തന്നെയാണ്. അയാളുടെ മോളെ ചികിത്സിക്കാൻ വേണ്ടി ആവശ്യമുള്ളത്ര പൈസ ഉണ്ടാക്കണം. ഈ സമയത്ത് കാട്ടുകോഴി പീറ്റർ വേറൊരു കാര്യം കൂടി ചെയ്യുന്നു. അവന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഗ്വെൻ സ്റ്റേസിയെ അവൻ വളച്ചൊടിച്ച് കൈക്കലാക്കി. അങ്ങനെ ഗ്വെന്നിനെ കൊണ്ട് പീറ്റർ ഒരു ബാറിലേക്ക്
പോവാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഗ്വെൻ സ്റ്റേസി എഡ്ഡി ബ്രോക്കിന്റെ ലവർ ആയിരുന്നു. പക്ഷേ ഇപ്പൊ ഗ്വെൻ സ്റ്റേസി പീറ്ററിന്റെ കയ്യിലാണ്. ഈ കാഴ്ചയൊക്കെ കാണുന്ന എഡ്ഡി ബ്രോക്കിന് ഒട്ടും സഹിക്കുന്നേയില്ല. അവന് പീറ്ററിനോട് ഭയങ്കര ദേഷ്യം തോന്നി. തന്റെ ജോലിയും കാമുകിയും പേരും എല്ലാം പീറ്റർ കാരണം ഇല്ലാതെയായി. പീറ്റർ ഗ്വെന്നിനെ കൊണ്ട് കയറി പോകുന്നത് നമ്മുടെ മേരി ജെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറിലേക്കാണ്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് പീറ്റർ ഗ്വെൻ സ്റ്റേസിയെ കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. പീറ്റർ നോക്കിയപ്പോ മേരി ജെയിൻ അവിടെ വെയിട്രസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവൻ ഗ്വെന്നിനെ കൊണ്ട് അവിടെ ഒരു ടേബിളിൽ കയറിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ മേരി ജെയിൻ പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറി. അവള് പാടി തുടങ്ങിയപ്പോഴേക്കും അവിടെ തൊട്ടടുത്തിരുന്ന് ആരോ നല്ല മനോഹരമായിട്ട് പിയാനോ വായിക്കുന്നു. അത് മറ്റാരുമല്ല, പീറ്റർ പാർക്കർ തന്നെയാണ്. പീറ്ററിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും MJയെ താഴ്ത്തി കാണിക്കണം. എങ്ങനെയെങ്കിലും തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ MJയെ വിഷമിപ്പിക്കണം. അങ്ങനെ അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ MJയുടെ പാട്ടിൽ നിന്ന് മാറി പീറ്ററിന്റെ മേലേക്കായി. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ പീറ്റർ അവിടെ കസേരയുടെ മുകളിൽക്കൂടൊക്കെ ചാടി കയറി ഒടുക്കത്തെ ഡാൻസ്. കുറച്ചുനേരം തന്നെ ഡാൻസ് കളിച്ച് ആളുകളെയൊക്കെ അവൻ അത്ഭുതപ്പെടുത്തി. അത് കഴിഞ്ഞ് ഗ്വെൻ സ്റ്റേസിയെ പിടിച്ച് അവളുടെ കൂടെ ഡാൻസ് കളിച്ചു. ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവർ പീറ്ററിന് വേണ്ടി നന്നായിട്ട് അങ്ങോട്ട് കൈയടിക്കുന്നു. പക്ഷെ ഇതൊക്കെ പീറ്റർ ചെയ്യുന്നത് അവിടെ നിൽക്കുന്ന MJയെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. എങ്ങനെയെങ്കിലും MJയെ ഒന്ന് സാഡ് ആക്കിയിട്ട് തന്നെ കാര്യം. ആദ്യമൊക്കെ ഗ്വെൻ സ്റ്റേസിക്ക് നല്ല സന്തോഷം തോന്നി. പക്ഷെ പിന്നെ അവൾക്ക് മനസ്സിലായി പീറ്റർ തന്നെ ഉപയോഗിച്ച് അവന്റെ പഴയ കാമുകിയായിട്ടുള്ള MJയെ വിഷമിപ്പിക്കാൻ മാത്രമാണ് നോക്കുന്നത്, അല്ലാതെ തന്നോട് പ്രത്യേകിച്ച് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ MJയുടെ അടുത്ത് സോറി ചോദിച്ച് അവിടുന്ന് വിഷമിച്ചിറങ്ങി പോവാണ്. പക്ഷെ പീറ്ററിന് ഇതുകൊണ്ടൊന്നും യാതൊരു കുലുക്കവും ഇല്ല. എന്തായാലും അവന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞു. അവനിപ്പോ MJ പോയ ഗ്വെൻ പോയ വേറൊരു പെണ്ണ്, അത്രേ ഉള്ളൂ. MJ വിഷമിച്ച് കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുവാണ്. പക്ഷെ പീറ്റർ വീണ്ടും MJയെ ശല്യപ്പെടുത്താൻ വേണ്ടി ചെല്ലുന്നു. ഇത് കണ്ട് അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് പീറ്ററിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി വരുവാണ്. പീറ്റർ സെക്യൂരിറ്റി ഗാർഡ്സിനോട് മര്യാദയ്ക്ക് തന്റെ മേൽ നിന്ന് കൈയെടുക്കാൻ പറയുന്നു. പക്ഷെ അവര് കൈവിടുന്നില്ല. പക്ഷേ ഇത് പഴയ പാവം പിടിച്ച പീറ്റർ അല്ല എന്നുള്ള കാര്യം സെക്യൂരിറ്റി ഗാർഡ്സിന് അറിയില്ലായിരുന്നു. പീറ്റർ ഒറ്റയടിക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ അവിടേക്ക് അടിച്ചിടാൻ തുടങ്ങി. ഇത് കണ്ട MJക്ക് പേടിയായി. അവൾ പീറ്ററിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെല്ലുന്നു. പക്ഷെ പീറ്റർ ആണെങ്കിലോ MJയെ പിടിച്ച ഒരൊറ്റ തള്ളു. MJ നേരെ നിലത്ത് പോയി വീണു. അവൾക്ക് ഭയങ്കര വിഷമമായി. ഇത് കാണുമ്പോഴാണ് പീറ്ററിന് പെട്ടെന്ന് സ്വയം ഒരു തോന്നൽ വരുന്നത്. താനാകെ മാറിപ്പോയിരിക്കുന്നു. MJയെ പോലും നിലത്തേക്ക് ഉന്തിയിടണമെങ്കിൽ ഞാനിപ്പോ എത്രമാത്രം മാറിപ്പോയി. ഇതൊക്കെ ഓർത്ത് പെട്ടെന്ന് പീറ്ററിന് ഒരു വിഷമം തോന്നി. അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടി. പീറ്റർ നേരെ അവന്റെ ബ്ലാക്ക് സ്പൈഡർമാൻ സ്യൂട്ട് ഇട്ട് ഒരു പള്ളിയുടെ ഏറ്റവും മുകളിൽ പോയിരിക്കുവാണ്. അവൻ കുറെ കാര്യങ്ങൾ അവിടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ഞാനെന്ന് പറയുന്ന ആൾ പീറ്റർ പാർക്കർ ഒരിക്കലും ഇങ്ങനെയല്ല. ഞാനൊരു മോശം ആളല്ല. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അങ്കിൾ ബെൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഞാൻ എന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമായിരുന്നു. MJയെ പോലും ഞാൻ വേദനിപ്പിച്ചു. എന്നെ ഞാനല്ലാതെയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ശക്തി എനിക്കിനി ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന പീറ്റർ ഒരു കാര്യം തീരുമാനിക്കുന്നു. ഈ ബ്ലാക്ക് സ്യൂട്ടും ഇതിന്റെ പവറും എനിക്കിനി ആവശ്യമില്ല. പീറ്റർ നേരെ പള്ളിയുടെ ഏറ്റവും മുകളിലുള്ള അറയിലേക്ക് ചെല്ലുവാണ്. വെനത്തിനെ അവിടെ ഉപേക്ഷിക്കാനാണ് പീറ്ററിന്റെ തീരുമാനം. ഈ സമയത്താണ് കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷകളൊക്കെ ഇല്ലാതെയായ എഡ്ഡി ബ്രോക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അതേ പള്ളിയിലേക്ക് വരുന്നത്. അവൻ കർത്താവിന്റെ മുന്നിൽ ചെന്ന് ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു കർത്താവേ, നിനക്കറിയാമല്ലോ ഞാൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു. അങ്ങനെ അവസാനം എല്ലാം ഒന്ന് കരയ്ക്കടുപ്പിക്കാമെന്ന് വിചാരിച്ച് എല്ലാം ശരിയാക്കി കൊണ്ടുവരുമ്പോ ആ പീറ്റർ എന്ന് പറയുന്നവൻ എല്ലാം ഇല്ലാതെയാക്കി. എന്റെ ജോലി അവൻ കളഞ്ഞു. എന്റെ പെണ്ണിനെ അവൻ തട്ടിയെടുത്തു. എന്റെ എല്ലാം പോയി. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? കർത്താവേ, എനിക്കിനി ഒന്നു മാത്രമേ ചോദിക്കാനുള്ളൂ. പീറ്റർ പാർക്കർ ചാവണം. എനിക്ക് അവനെ കൊല്ലണം. ഈ സമയത്താണെങ്കിൽ പീറ്റർ പാർക്കർ ഇതേ പള്ളിയുടെ മുകളിൽ നിന്ന് തന്റെ ശരീരത്തിൽ നിന്ന് ആ വെനത്തിനെ എടുത്ത് കളയാൻ നോക്കുവാണ്. അവൻ തന്റെ ബ്ലാക്ക് സ്പൈഡർമാൻ സ്യൂട്ട് വലിച്ചു പറിച്ച് ദൂരേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ വെനത്തിന് പീറ്ററിന്റെ ബോഡി ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് വിട്ടുപോകാൻ സമ്മതിക്കുന്നില്ല. പീറ്റർ എത്രയൊക്കെ വലിച്ചു പറിച്ച് കളയാൻ നോക്കിയിട്ടും വെനം അവന്റെ മേല് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുവാണ്. അവസാനം സഹി കെട്ട പീറ്റർ തന്റെ തല അവിടെയുള്ള പള്ളിമണിയിൽ ഒരൊറ്റ അടി. ആ പള്ളിമണിയിൽ തലയടിച്ചപ്പോ അതിൽ നിന്ന് ഒരുപാട് ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഈ സൗണ്ട് വെനത്തിന് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള തരംഗങ്ങൾ വരുമ്പോ വെനത്തിനാകെ ശക്തി കുറയും. ആ സമയം പീറ്റർ വെറുതെ കളഞ്ഞില്ല. ഈ കാര്യം മനസ്സിലായതുകൊണ്ട് പീറ്റർ വീണ്ടും പള്ളിമണി അടിച്ച് കൂടുതൽ സൗണ്ട് വേവ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് തന്നെ വെനം പതുക്കെ ശക്തി കുറഞ്ഞ് പീറ്ററിന്റെ ശരീരത്തിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. പീറ്റർ പറ്റുന്നത്ര ശക്തിയെടുത്ത് വെനത്തിനെ തന്റെ മേലിൽ നിന്ന് പറിച്ച് ദൂരേക്ക് എറിയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എഡ്ഡി ബ്രോക്ക് നേരെ അവിടെ ചെന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് മുകളിൽ ചെന്ന് നിൽക്കുന്നത് പീറ്റർ പാർക്കറാണ്. പീറ്റർ അവന്റെ മേലിൽ നിന്ന് ബ്ലാക്ക് സ്പൈഡർമാൻ സ്യൂട്ട് ഇങ്ങനെ വലിച്ചു പറിച്ച് താഴേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പീറ്റർ ആയിരുന്നു സ്പൈഡർമാൻ. എഡ്ഡിക്ക് അത്ഭുതമായി. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പീറ്റർ ഇങ്ങനെ വലിച്ചു പറിച്ച് കളയുന്ന വെനത്തിന്റെ കഷ്ണങ്ങളൊക്കെ നേരെ വന്ന് വീഴുന്നത് എഡ്ഡി ബ്രോക്കിന്റെ മേലേക്കാണ്. അങ്ങനെ വെനം പതുക്കെ എഡ്ഡി ബ്രോക്കിനെ പിടികൂടി. പീറ്റർ ഒരു വിധത്തിൽ മുഴുവനായിട്ട് വെനത്തിനെ തന്റെ മേൽ നിന്ന് കളഞ്ഞു. പക്ഷെ നമ്മുടെ എഡ്ഡി ബ്രോക്കാണ് വെനത്തിന്റെ പുതിയ ഇരയായി മാറിയത്. ഇനി അവന്റെ ശരീരത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് വെനം ജീവിക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പീറ്ററിന് സംഭവിച്ചതുപോലെ എഡ്ഡിയുടെ മനസ്സിലും വെനം പല കളികളും നടത്തും. ഒരുപക്ഷെ പീറ്ററിന്റെ ശരീരം ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ വെനത്തിന് എഡ്ഡി ബ്രോക്കിന്റെ ശരീരം ഇഷ്ടപ്പെട്ടെന്ന് വേണം പറയാൻ. എന്തായാലും പീറ്റർ
വെനത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവന്റെ മനസ്സ് പഴയതുപോലെ വീട്ടിൽ വന്ന് ഒന്ന് ശരിക്ക് കുളിച്ചു കഴിഞ്ഞപ്പോ അവന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഒരുപാട് സമാധാനം കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവനെ കാണാൻ വേണ്ടി ഓൺ മെയ് അങ്ങോട്ട് വരുന്നത്. ആന്റി കണ്ട് പീറ്ററിന് സന്തോഷമായി. മോനെ, ഞാനിപ്പോ എന്തിനാ വന്നതെന്നറിയോ? കഴിഞ്ഞ വട്ടം നിന്നെ ഫോൺ വിളിച്ചപ്പോ നിനക്ക് എന്തോ വിഷമമുള്ള പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ആന്റി നേരിട്ട് ഇങ്ങോട്ട് വന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ നീ മേരി ജെയിനെ പ്രപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. സുഖമാണോ അവൾക്ക്? എനിക്കറിയില്ല ആന്റി, എനിക്കൊന്നും അറിയില്ല. എന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? ഇതുവരെ നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ പറ്റി ആന്റി? ആന്റി എന്ന് പറഞ്ഞില്ലേ ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ഭാര്യയെ ശരിക്കും നോക്കാൻ പറ്റുമെന്ന് ഉറപ്പ് വേണമെന്ന്? പക്ഷെ ഞാനതിന് റെഡി ആയിട്ടില്ല ആന്റി. ആന്റി തന്ന മോതിരം എനിക്കിപ്പോ ആവശ്യമില്ല. മോനെ, ഇത്ര പെട്ടെന്ന് എന്താ ഉണ്ടായത്? നീ അവളെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് നിനക്ക് ഭയങ്കര ഉറപ്പായിരുന്നല്ലോ. നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമല്ലേ? എന്താ സംഭവിച്ചത്? ആന്റി, ഞാൻ MJ ഒരുപാട് വേദനിപ്പിച്ചു. ഇനി അവളെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനെ, എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമാണ്. നീ എന്തായാലും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ഒരാൾക്കും ചെയ്യില്ല. പ്രത്യേകിച്ച് നിന്റെ MJയോട് നീ അങ്ങനെ ഒന്നും ചെയ്യാൻ വഴിയില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. സമയം ഒട്ടും വൈകിയിട്ടില്ല. ഇനിയും നിനക്കെല്ലാം ശരിയാക്കാൻ പറ്റും. അതിന് ശ്രമിച്ചാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞ ആന്റി പോവാണ്. ഇത് കേട്ടപ്പോ പീറ്ററിന് MJയോട് വീണ്ടും സംസാരിക്കുമെന്ന് തോന്നി. ഈ സമയത്ത് നമ്മുടെ എഡ്ഡി ബ്രോ ഫ്ലിൻ മാർക്കോ അല്ലെങ്കിൽ സാൻഡ്മാനെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. അയാളുടെ കൂടെ ടീമപ്പ് ആയിട്ട് ഒരുമിച്ച് സ്പൈഡർമാനെ കൊല്ലാനാണ് എഡ്ഡിയുടെ പ്ലാൻ. ആദ്യം എഡ്ഡിയെ കണ്ടപ്പോ സ്പൈഡർമാൻ ആയിരിക്കും എന്ന് വിചാരിച്ച് ഫ്ലിൻ മാർക്കോ അവനെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് എഡ്ഡി ബ്രോ കാര്യങ്ങളൊക്കെ ഫ്ലിൻ മാർക്കോയോട് പറയുന്നത്. നോക്ക് ഫ്ലിന്റ്, എനിക്ക് നിന്നെ പറ്റി എല്ലാം അറിയാം. നീ അത്ര മോശമാളൊന്നുമല്ല. നീ നിന്റെ മകൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ സ്പൈഡർമാൻ അവൻ നിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. എനിക്കും സ്പൈഡർമാൻ ഇഷ്ടമല്ല. അവനെ കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. അവനെ കൊല്ലാതെ നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല ഫ്ലിന്റ്. നിന്റെ മോളെ രക്ഷിക്കാൻ നിനക്ക് പറ്റില്ല. അതിന് പറ്റണമെങ്കിൽ നീ എന്റെ കൂടെ ചേർന്ന് സ്പൈഡർമാനെ കൊല്ലണം. എന്നേക്കുമായിട്ട് ആ തടസ്സം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും സ്പൈഡർമാനെതിരെ ഒരു ടീമായി മാറി. ഈ സമയത്ത് നമ്മുടെ പീറ്റർ ആന്റി പറഞ്ഞതനുസരിച്ച് MJയോട് സംസാരിക്കാൻ വേണ്ടി വരുവാണ്. പക്ഷെ അകലെ നിന്ന് MJയെ കണ്ടപ്പോ അവൻ എന്തോ ആ സമയത്ത് അവളോട് സംസാരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പീറ്റർ വിഷമത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അവൻ പോയി കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുന്ന MJക്ക് വീണ്ടും പീറ്ററിന് ഓർമ്മ വരാൻ തുടങ്ങി. അതുകൊണ്ട് അവൾ പീറ്ററിനെ കാണാൻ വേണ്ടി ഒരു ടാക്സിയിൽ കയറുവാണ്. പക്ഷെ ആ ടാക്സി ഓടിച്ചിരുന്നത് നമ്മുടെ എഡ്ഡി ബ്രോക്കാണ്. അവൻ MJയെ തട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ന്യൂസ് എല്ലാ വാർത്താ ചാനലുകളിലും വരാൻ തുടങ്ങി. മേരി ജെയിനെ സ്പൈഡർമാനെതിരെയുള്ള രണ്ട് വില്ലന്മാർ തട്ടിക്കൊണ്ടു പോയിരിക്കുവാണ്. സ്പൈഡർമാൻ വന്നില്ലെങ്കിൽ മേരി ജെയിനെ അവർ കൊന്നുകളയും. മേരി ജെയിനെ രക്ഷിക്കാൻ വരുന്ന എല്ലാ പോലീസുകാരെയും വെനവും സാൻഡ്മാനും കൂടി അടിച്ച് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുവാണ്. അവർക്ക് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല. ഈ വാർത്ത ടിവിയിൽ കണ്ട പീറ്റർ ശരിക്കും ഞെട്ടിപ്പോയി. MJയെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്, അതും തന്നോടുള്ള പക കാരണം. ഇപ്പൊ എല്ലാവർക്കും സ്പൈഡർമാനിൽ മാത്രമാണ് പ്രതീക്ഷ. പീറ്ററിനും സ്പൈഡർമാന്റെ മേൽ തന്നെയാണ് പ്രതീക്ഷ. അവൻ തിരിച്ചു ചെന്ന് അവിടെ അടച്ചു വെച്ചിരുന്ന തന്റെ പഴയ ഒറിജിനൽ ആയിട്ടുള്ള സ്പൈഡർമാൻ സ്യൂട്ട് പുറത്തേക്ക് എടുക്കുവാണ്. അവൻ വലിയൊരു പ്രതീക്ഷയോടുകൂടെ ആ സ്പൈഡർമാൻ സ്യൂട്ട് നോക്കുന്നു. ഒരുപക്ഷെ ആ രണ്ട് വില്ലന്മാരെ തനിക്ക് ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ പറ്റിയേക്കില്ലെന്ന് പീറ്ററിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പീറ്റർ സഹായം ചോദിക്കാൻ വേണ്ടി ഹാരിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഹാരി, നീ എന്നെ സഹായിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് അവരെ രണ്ടുപേരെയും തോൽപ്പിക്കാൻ പറ്റില്ല. MJയുടെ ജീവൻ അപകടത്തിലാണ്. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. പക്ഷേ ഹാരി ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് ആ കാഴ്ച കണ്ട് പീറ്റർ ഞെട്ടിപ്പോകുന്നത്. അന്ന് രാത്രി ഇവർ തമ്മിൽ ഫൈറ്റ് നടന്നപ്പോ പംകിൻ ബോംബ് എടുത്ത് പീറ്റർ ഹാരിയുടെ മേലേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് ഹാരി മരിച്ചില്ല. പക്ഷെ അവന്റെ മുഖത്തിന്റെ ഒരു സൈഡ് അങ്ങനെ തന്നെ വെന്ത് കരിഞ്ഞില്ലാതെയായി. ഹാരിയുടെ മുഖം ഇപ്പൊ വളരെ വികൃതമായി മാറിക്കഴിഞ്ഞു. എന്താ പീറ്റർ, നീ എന്നെ കൊല്ലാനായിരിക്കും വന്നിരിക്കുന്നത്? ഇനി സഹായം ചോദിക്കാനാണെങ്കിൽ എന്റെ സഹായം നീ അർഹിക്കുന്നില്ല പീറ്റർ. എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് ഇങ്ങോട്ട് വരാൻ എങ്ങനെ തോന്നി? ഹാരി പ്ലീസ്, നമ്മൾക്ക് MJയെ സഹായിച്ചേ പറ്റൂ. അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ നമ്മൾക്ക് പറ്റില്ല. മതി, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പീറ്ററിന്റെ ആ പ്രതീക്ഷയും പോയി. എന്നാലും MJയെ വിട്ടുകൊടുക്കാൻ പീറ്ററിന് പറ്റില്ല. അതുകൊണ്ട് വില്ലന്മാരെ ഒറ്റയ്ക്ക് പോയി നേരിടാൻ തന്നെ പീറ്റർ തീരുമാനിച്ചു. അങ്ങനെ പീറ്റർ പോയി കഴിയുമ്പോഴാണ് ഇവരുടെ മാനേജർ അങ്കിൾ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്നിട്ട് പെട്ടെന്ന് ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. മോനെ ഹാരി, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും നാൾ ഞാൻ നിന്നോട് പറഞ്ഞില്ല. നിന്റെ അച്ഛൻ മരിച്ച രാത്രി അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിവുകൾ ഞാൻ കണ്ടിരുന്നു. ഞാനത് പരിശോധിച്ചു. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം മരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഗ്ലൈഡർ കൊണ്ടാണ്. അല്ലാതെ വേറെ ആരും അദ്ദേഹത്തിനെ കൊന്നതല്ല. സ്വന്തം ആയുധം കൊണ്ടാണ് നിന്റെ അച്ഛൻ മരിച്ചിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പാണ്. ഇത് കേട്ടതോടെ ഹാരിക്കും ഒരുപക്ഷെ ഇത്രയും നാൾ പീറ്റർ പറഞ്ഞത് സത്യമായിരിക്കാമെന്ന് തോന്നുവാണ്. ഈ സമയത്ത് MJയെ വെനമുണ്ടാക്കുന്ന കറുത്ത വലകൾ ഉപയോഗിച്ച് ഒരു കാറിലിരുത്തി തൂക്കിയിട്ടിരിക്കുവാണ്. ഏത് സമയത്തും MJ താഴേക്ക് വീഴാം. അവൾ ആകെ പേടിച്ചിങ്ങനെ ഇരിക്കുവാണ്. ആളുകൾക്കാണെങ്കിലും പോലീസിനാണെങ്കിലും എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോഴാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ നമ്മുടെ സ്പൈഡർമാൻ അങ്ങോട്ട് വരുന്നത്. എല്ലാവർക്കും വീണ്ടും ഒരു പ്രതീക്ഷ വരുവാണ്. എല്ലാവരും സ്പൈഡർമാന് വേണ്ടി ശബ്ദം ഉണ്ടാക്കി. അവൻ നേരെ MJയെ തൂക്കിയിട്ടിരിക്കുന്ന കാറിൽ പോയിരുന്ന് അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. പീറ്റർ, അവര് നമ്മളെ രണ്ടുപേരെയും കൊല്ലും. ഇതൊരു കെണിയാണ് പീറ്റർ, അതെനിക്കറിയാം. പക്ഷെ MJ, നിന്നെ മരിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. പക്ഷെ പെട്ടെന്ന് എഡ്ഡി ചാടി വന്ന് പീറ്ററിനെ അടിച്ച് തെറിപ്പിക്കുവാണ്. എഡ്ഡിയാണ് വെനമെന്ന് മനസ്സിലായതോടെ പീറ്റർ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും MJയെ വേദനിപ്പിച്ചാൽ പീറ്ററിന്റെ മനസ്സ് വേദനിക്കുമെന്ന് എഡ്ഡിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ MJയെ കയ്യിലെടുക്കാൻ തുടങ്ങിയതും പീറ്റർ അവനെ ആക്രമിച്ചു. പക്ഷെ വെനം ശരീരത്തിലുള്ളതുകൊണ്ട് എഡ്ഡിക്ക് ഇപ്പോൾ ഒടുക്കത്തെ ശക്തിയാണ്. അവൻ ഒറ്റ അടിക്ക് പീറ്ററിനെ ദൂരേക്ക് അങ്ങോട്ട് തെറിപ്പിച്ചു.
നോക്കേട്ടി, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾക്കിത് സമാധാനമായിട്ട് തീർക്കാം, അങ്ങനെ ചെയ്തൂടെ? അതൊരു നല്ല ഐഡിയ ആണ്, പക്ഷെ അതിലൊരു ത്രില്ലില്ല. നീ എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? എനിക്ക് നന്നായിട്ട് വേദനിച്ചു, മനസ്സിന്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. അതുപോലെ എനിക്ക് നിന്നെയും വേദനിപ്പിക്കണം, വേദനിപ്പിച്ച് കൊല്ലണം. നിന്റെ ഗേൾഫ്രണ്ട് കരയുന്ന കേൾക്കാൻ നിനക്ക് ഇഷ്ടമില്ലല്ലേ? പക്ഷെ അവളുടെ കരച്ചിൽ കേൾപ്പിച്ച് നിന്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കും. നീ എന്റെ ഗേൾഫ്രണ്ടിനെ തട്ടിയെടുത്തു, ഇന്ന് ഞാൻ നിന്റെ ഗേൾഫ്രണ്ടിനെ പരലോകത്തേക്ക് പറഞ്ഞയക്കാൻ പോവാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന എഡ്ഡിയുടെ തലയിലേക്ക് മേരി ജെയിൻ ഒരു സിമെന്റിന്റെ കട്ട എടുത്തിടുവാണ്. പെട്ടെന്ന് വെനത്തിന്റെ ശ്രദ്ധ തെറ്റി. ആ തക്കം സ്പൈഡർമാൻ പാഴാക്കിയില്ല. അവൻ പെട്ടെന്ന് എഡ്ഡിയെ അടിച്ചു മാറ്റി എംജെയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി. പക്ഷെ വെനം സ്പൈഡർമാനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് നേരെ താഴേക്ക് വീഴുവാണ്. താഴെ എത്താറായപ്പോഴും ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. വെനം ഒരു വിധത്തിൽ പെട്ടെന്ന് ചാടി മാറി. പക്ഷെ സ്പൈഡർമാൻ വലവിട്ട് തൂങ്ങിയാടി പോകാൻ നോക്കിയെങ്കിലും അവൻ നേരെ നിലത്തേക്ക് വന്ന് വീഴുവാണ്. എംജെ വെച്ചിരുന്ന കാർ പതുക്കെ താഴേക്ക് വീഴാൻ തുടങ്ങി. അത് കാണുന്ന എംജെ നേരെ പുറത്തേക്ക് ചാടുവാണ്. അങ്ങനെ ഭാഗ്യത്തിന് അവൾ വെനം നെയ്തു വെച്ച വലകളിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നു. എത്ര നേരം അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എംജെക്ക് പോലും അറിയില്ല. ഈ സമയത്താണ് അവിടെയുള്ള എല്ലാ മണലും തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച് സാൻഡ്മാൻ അങ്ങോട്ട് പൊങ്ങി വരുന്നത്. ഇതുവരെ വന്നതിനേക്കാൾ ഒരുപാട് വലിപ്പത്തിൽ ഒരു രാക്ഷസനെ പോലെയുള്ള സാൻഡ്മാൻ. മേരി ജെയിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സ്പൈഡർമാനെ തന്റെ വലിയ കൈകൾ വെച്ച് സാൻഡ്മാൻ അടിച്ച് തെറിപ്പിക്കുവാണ്. ഈ സമയത്ത് വെനമാണെങ്കിൽ സ്പൈഡർമാനെ അനങ്ങാൻ പറ്റാത്തതുപോലെ ഒരു സ്ഥലത്ത് കെട്ടിവെക്കുന്നു. സാൻഡ്മാൻ തന്റെ വലിയ കൈ ഉപയോഗിച്ച് സ്പൈഡർമാനെ വീണ്ടും ഇടിക്കാൻ തുടങ്ങി. പതുക്കെ സ്പൈഡർമാന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കണ്ട ജനങ്ങളെല്ലാം വളരെ നിരാശയിലായി. ഒരുപക്ഷെ ഇത് സ്പൈഡർമാന്റെ അവസാനമായിരിക്കാം. ന്യൂസ് ചാനലുകളെല്ലാം ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി. ഇനി എന്താണ് ചെയ്യുക? ഇത്രയും വലിയ രണ്ട് വില്ലന്മാരെ തോൽപ്പിക്കാൻ സ്പൈഡർമാൻ ഒറ്റയ്ക്ക് പറ്റില്ല. ഈ സമയത്താണ് സാൻഡ്മാന്റെ ചെവിയുടെ അടുത്തേക്ക് എന്തോ വട്ടത്തിലുള്ള ബോൾ പോലെയുള്ള ഒരു സാധനം പാഞ്ഞു വന്ന് കേറിയിരിക്കുന്നത്. അതിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു പംകിൻ ബോംബാണ്. ഒരു നിമിഷം കൊണ്ട് ആ പംകിൻ ബോംബ് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. സാൻഡ്മാന്റെ മുഖത്തിന്റെ പകുതി ഭാഗം എങ്ങോട്ടൊക്കെയോ അടർന്നു പോവാണ്. തീർച്ചയായിട്ടും സ്പൈഡർമാനെയും മേരി ജെയിനെയും രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള ഹാരി ഓസ്ബോൺ ആണ്. തീർച്ചയായിട്ടും അവൻ അവന്റെ അച്ഛനെ പോലെയല്ല. ഹാരി തിരിച്ചു വന്നത് കണ്ട് പീറ്ററിന് സന്തോഷമായി. ഹാരി, അവസാനം നീ എന്റെ അടുത്തേക്ക് വന്നു. എന്താ പീറ്റർ, ഞാൻ വൈകി പോയിട്ടൊന്നുമില്ലല്ലോ? കൃത്യസമയത്ത് ഞാൻ എത്തിയില്ലേ? യെസ്, പക്ഷെ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. കുഴപ്പമില്ല, ഇനി സമയമുണ്ടല്ലോ. അപ്പൊ ഇനി എന്താ പരിപാടി? പൊളിച്ചടക്കുമല്ലേ? അങ്ങനെ പറഞ്ഞ് രണ്ട് കൂട്ടുകാരും സെറ്റ് ആയിട്ട് രണ്ട് വില്ലന്മാരെ അടിച്ചൊതുക്കാൻ പോവാണ്. മിസ്റ്റർ ജോന ജെയിംസിനാണെങ്കിൽ ഇതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ്. ആ സമയത്താണ് അടുത്തുള്ള ഒരു പെൺകുട്ടി ചെറിയൊരു ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ഒന്നും നോക്കാതെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാമറ വില കൊടുത്തു വാങ്ങി ആ ചെറിയ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എന്തൊക്കെ സംഭവിച്ചാലും അയാളുടെ പേപ്പറിന്റെ റേറ്റിംഗ് കുറയാൻ അയാൾ സമ്മതിക്കില്ല. പക്ഷെ അപ്പോഴാണ് അടുത്ത് നിന്ന് പെൺകുട്ടി പറയുന്നത്, അങ്കിൾ, ക്യാമറയുടെ പൈസ എനിക്ക് തന്നു, പക്ഷെ അതിലിടുന്ന ബാറ്ററി തരണമെങ്കിൽ എനിക്ക് ഇനിയും പൈസ തരണം. അപ്പോഴാണ് ജോന ജെയിംസിന് തന്നെക്കാളും വലിയ തെണ്ടികൾ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലായത്. സ്പൈഡർമാനും ഹാരിയും കൂടി പലതരത്തിൽ രണ്ട് വില്ലന്മാരെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹാരിയുടെ ഗ്ലൈഡറിൽ നിന്ന് വരുന്ന തീയും അവന്റെ കയ്യിലെ പംകിൻ ബോംബ്സും തുടരെ ഉപയോഗിച്ച് അവൻ സാൻഡ്മാനെ അങ്ങനെ തന്നെ ഇല്ലാതെയാക്കി താഴേക്ക് വീഴ്ത്തുകയാണ്. ഈ സമയത്ത് സ്പൈഡർമാൻ മേരി ജെയിനെ രക്ഷിച്ച് ബിൽഡിങ്ങിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തുന്നു. ആ സമയത്താണ് അവിടേക്ക് വെനം കയറി വരുന്നത്. വെനം ചാടി വന്ന് സ്പൈഡർമാന്റെ രണ്ട് കൈയും അവിടെയും ഇവിടെയുമായിട്ട് കെട്ടിവെച്ച് അവനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു. പീറ്ററിന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എഡി, പ്ലീസ്, ആ സ്യൂട്ട് നിന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവി നിന്നെ അങ്ങനെ തന്നെ മാറ്റിമറിക്കും. നീ ഇപ്പൊ പഴയതുപോലെയല്ല. നീ ഇപ്പൊ ചെയ്യുന്നതൊക്കെ ആ ജീവി നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എഡി. അത് മനസ്സിലാക്ക്. പീറ്റർ, എന്തിനാ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി കള്ളങ്ങൾ പറയുന്നത്? നിന്നെ കൊല്ലണമെന്നുള്ളത് എനിക്ക് സ്വയം വന്ന ആഗ്രഹമാണ്, അല്ലാതെ അതാരും എന്നെ തോന്നിപ്പിച്ചതല്ല. പിന്നെ ഇതിടുമ്പോ ഒരു നല്ല പവർ അങ്ങോട്ട് വരും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് എനിക്ക് കളയാൻ തോന്നുന്നില്ല. ശരിയാണ് എഡി, ആ സ്യൂട്ട് ഇടുമ്പോ നമ്മൾക്ക് ഒരുപാട് എനർജി വന്നതുപോലെ തോന്നും, ഒരുപാട് ശക്തി കിട്ടിയതുപോലെ തോന്നും. പക്ഷെ അത് പതുക്കെ നമ്മളെ നശിപ്പിക്കും. നിനക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നിന്നെ കൺട്രോൾ ചെയ്ത് നിന്നെ ഒരു വളരെ മോശം ആളാക്കി മാറ്റും. അതിനെ ഉപേക്ഷിച്ചേക്ക്. ഓ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് നല്ല ആളാവേണ്ട കാര്യമില്ല. എനിക്ക് മോശം ആളായാൽ മതി. അതാണ് എനിക്കിഷ്ടം. എനിക്കിപ്പോ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. ഇതില്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ എന്റെ കൺമുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തിച്ച് നിർത്താൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് വെനം സ്പൈഡർമാനെ കുത്താൻ പോകുമ്പോഴേക്കും ഹാരി അവന്റെ ഗ്ലൈഡർ കൊണ്ട് വെനത്തിനെ അടിച്ചു തീർപ്പിക്കുന്നു. വീണ്ടും വെനത്തിനെ ആക്രമിക്കാൻ ഹാരി ഗ്ലൈഡർ കയറി വന്നപ്പോഴേക്കും വെനം ഹാരി അടിച്ച് നിലത്തിട്ടു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ ഇരുമ്പ് കമ്പികൾ നിലത്തേക്ക് വീഴുവാണ്. അതൊക്കെ നിലത്ത് വന്ന് വീണപ്പോൾ ഉണ്ടായ സൗണ്ട് വേവ്സ് കാരണം വെനം ആകെ അസ്വസ്ഥനായി. അപ്പോഴാണ് പീറ്ററിന് ഓർമ്മ വന്നത്, അന്ന് പള്ളിമണി അടിച്ച സമയത്ത് തനിക്ക് വെനത്തിനെ തന്റെ മേൽ നിന്ന് കളയാൻ പറ്റിയതിന് കാരണം ആ സൗണ്ട് വേവ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ വെനത്തിനെ തോൽപ്പിക്കാൻ പറ്റിയേക്കും. പക്ഷെ അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴേക്കും വെനം ഹാരിയുടെ ഗ്ലൈഡർ എടുത്ത് പീറ്ററിനെ കുത്താൻ വേണ്ടി അവന്റെ നേരെ ചാടി വന്നുകൊണ്ടിരിക്കുവാണ്. പീറ്ററിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴാണ് നമ്മുടെ ഹാരി ഓസ്ബോൺ അതിന്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത്. ഹാരി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. വെനം കൊണ്ടുവന്ന ഗ്ലൈഡറിലെ മൂർച്ചയുള്ള രണ്ട് കത്തികളും ഹാരിയുടെ നെഞ്ചിലേക്ക് കുത്തിക്കയറി. ഹാരി അനങ്ങാൻ പറ്റാതെ നിലത്തേക്ക് വീഴുവാണ്. ഇത് കണ്ട പീറ്റർ ദേഷ്യം വന്നിട്ട് തന്റെ കയ്യിലെ കെട്ടുകളെല്ലാം വിടിയിച്ച് വെനത്തിനെ അടിച്ചു തെറിപ്പിച്ചു. എന്നിട്ട് സമയം പാഴാക്കാതെ അവിടെ കിടക്കുന്ന ഇരുമ്പ് കമ്പികൾ എടുത്ത് തമ്മിൽ കൂട്ടിയടിച്ച്
അടിച്ച് ശബ്ദം ഉണ്ടാക്കി. പീറ്റർ വിചാരിച്ച പോലെ തന്നെ വെനത്തിന് ഈ സൗണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വെനത്തിന്റെ ചുറ്റും പുറത്തേക്ക് കടക്കാൻ പറ്റാത്തതുപോലെ സ്പൈഡർമാൻ ഇരുമ്പ് കമ്പികൾ കുത്തി നിർത്തുവാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും അതിലോരോന്നിലും അടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കി. ഈ സൗണ്ട് വേവ്സ് കാരണം വെനം പതുക്കെ പതുക്കെ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ എഡ്ഡിയുടെ ശരീരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ വെനം വേർപിരിയാൻ തുടങ്ങി. സ്പൈഡർമാൻ വെബ് ഷൂട്ട് ചെയ്ത് എഡ്ഡിയെ വെനത്തിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് വലിച്ച് മാറ്റിയിട്ടു. പക്ഷേ ഈ സമയമായപ്പോഴേക്കും വെനത്തിന്റെ ശക്തി ഒരുപാട് കൂടിക്കഴിഞ്ഞു. മറ്റൊരു ശരീരത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ വെനം പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. പീറ്ററിന് ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് മനസ്സിലായില്ല. അവൻ വീണ്ടും ആ കമ്പികളിലടിച്ച് ശബ്ദം ഉണ്ടാക്കി നേരെ ഒരു പംകിൻ ബോംബ് എടുത്ത് വെനത്തിന്റെ അടുത്തേക്ക് എറിയുവാണ്. ഇത് കാണുന്ന എഡ്ഡിക്ക് സഹിച്ചില്ല. കാരണം അവന് ശക്തി കിട്ടിയതും അവന്റെ ജീവിതത്തിലുണ്ടായ ഒരേ ഒരു നല്ല കാര്യവും ഈ പറയുന്ന വെനമാണ്. അതുകൊണ്ട് എഡ്ഡി വെനത്തിനെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ചാടുവാണ്. അങ്ങനെ വെനവും എഡ്ഡിയും കൂടി പംകിൻ ബോംബ് പൊട്ടിത്തെറിച്ച് അവിടെ തന്നെ ഇല്ലാതെയായി. മേരി ജെയിൻ ഹാരിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. പക്ഷെ ഹാരി MJയോട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. കാരണം മരണം ഉറപ്പായെന്ന് ഹാരിക്ക് മനസ്സിലായി. സാൻഡ്മാൻ പതുക്കെ സ്പൈഡർമാന്റെ മുന്നിലേക്ക് വരുവാണ്. അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനല്ല, ഒന്ന് മനസ്സ് തുറന്ന് മാപ്പ് പറയാൻ വേണ്ടി. സ്പൈഡർമാൻ, ഞാനന്ന് കൊന്നത് നിന്റെ അങ്കിളിനെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. എനിക്കന്ന് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അതറിയാതെ സംഭവിച്ചു പോയതാണ്. അങ്ങനെയല്ല ഫ്ലിന്റ്, നമ്മൾക്ക് എപ്പോഴും ഒരു വഴി തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷെ നീ എന്തിനാ എന്റെ അങ്കിളിനെ കൊന്നത്? അതല്ലാതെ നിനക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ലേ? സ്പൈഡർമാൻ, എന്റെ മോൾ മരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവൾ ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുവാണ്. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്റെ മോൾക്ക് വേണ്ടിയാണ്. അന്ന് എനിക്ക് പണം ആവശ്യമുണ്ടായിരുന്നു, ഒരുപാട് പണം ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ടെൻഷൻ അടിച്ച് എന്റെ മനസ്സിന്റെ താളമാകെ തെറ്റി. എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ആ കാർ വേണമെന്ന് ഞാൻ നിന്റെ അങ്കിളിനോട് പറഞ്ഞു. പക്ഷെ നിന്റെ അങ്കിൾ എന്നോട് പറഞ്ഞത് മോശം കാര്യങ്ങൾ ചെയ്യരുതെന്നാണ്. ഒരു നല്ല ആളായിട്ട് ജീവിക്കാൻ നിന്റെ അങ്കിൾ എന്നോട് പറഞ്ഞു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ എനിക്കപ്പം മനസ്സിലായി അദ്ദേഹം എന്നെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന്. പക്ഷെ എന്നെ കൊണ്ട് ആ സമയത്ത് ശരിക്കും ആലോചിക്കാൻ സാധിച്ചില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. പോലീസ് പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അറിയാതെ എന്റെ കയ്യിലിരുന്ന തോക്ക് പൊട്ടി. അങ്ങനെയാണ് നിന്റെ അങ്കിൾ മരിച്ചത്. തെറ്റ് എന്റെ തന്നെയാണ്. പക്ഷെ പറ്റുമെങ്കിൽ മാത്രം എനിക്ക് മാപ്പ് തരണം. കാരണം ആ കാര്യം ഓർത്ത് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഇത് നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. പീറ്ററിന് ഇതൊക്കെ കേട്ട് കരച്ചിൽ അടക്കി പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. പക്ഷെ ആന്റി പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർമ്മിക്കുവാണ്. ഒരാളെയും കൊല്ലാൻ നമ്മൾക്ക് അവകാശമില്ല. മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. ഫ്ലിന്റ്, ഞാനും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ചെയ്ത ഒരു തെറ്റിന്റെ ഭാഗമായിട്ടാണ് അങ്കിൾ ബെൻ അന്ന് അങ്ങോട്ട് വന്നത്. ഞാൻ ഇങ്ങനെയായി മാറിയത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല. എനിക്കിനി ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റുമോന്നും അറിയില്ല. പക്ഷെ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ്. നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ മരണം വരെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ശരി, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. കുഴപ്പമില്ല, തെറ്റുകൾ എല്ലാവർക്കും പറ്റും. അത് വീണ്ടും ആവർത്തിക്കാതിരുന്നാൽ മതി. ഫ്ലിന്റ് മാർക്കോ മണൽത്തരികളായി ദൂരേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും തന്റെ മകളെ ചികിത്സിക്കാൻ വേണ്ടിയായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. പീറ്റർ പെട്ടെന്ന് ഹാരിയുടെ അടുത്തേക്ക് ഓടി വരുവാണ്. ഹാരി അപ്പോഴേക്കും മരിക്കാറായി. ഹേയ് മാൻ, നീ എന്താ എണിക്കാത്തത്? നിനക്കിപ്പോ എങ്ങനെയുണ്ട്? നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പീറ്റർ, എന്റെ സമയം കഴിഞ്ഞു. എന്റെ അച്ഛന്റെ സമയം കഴിഞ്ഞ പോലെ എന്റെയും സമയമായി. പക്ഷെ ഇതൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഹാരി, ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ജീവി എന്റെ മേൽ കയറി കഴിഞ്ഞു. പിന്നെ എനിക്കൊന്നും ആലോചിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ എന്തിനാ പീറ്റർ ഇപ്പൊ പറയുന്നത്? അതിലൊന്നും ഒരു കാര്യമില്ല. നീ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. അതെനിക്കും അങ്ങനെ തന്നെയാണ് ഹാരി. അതിനി ഒരിക്കലും മാറാനും പോകുന്നില്ല. അങ്ങനെ ആ വാക്കുകൾ കേട്ട് ഹാരി തന്റെ കണ്ണുകൾ അടച്ചു. അങ്ങനെ ഹാരി ഓസ്ബോൺ അവന്റെ കൂട്ടുകാർക്ക് വേണ്ടി മരണത്തിന് കീഴടങ്ങി. MJയും പീറ്ററും കരച്ചിലടക്കാൻ പറ്റാതെ ഹാരിയെ നോക്കി ഇങ്ങനെ കരയുവാണ്. സീൻ ചേഞ്ച് ആവുന്നു. ഹാരിയുടെ മരണശേഷമുള്ള ചടങ്ങുകളാണ് കാണിക്കുന്നത്. അവിടെ പീറ്ററും MJയും എല്ലാ ആളുകളും വന്നിട്ടുണ്ട്. പക്ഷെ MJയും പീറ്ററും പരസ്പരം സംസാരിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ് വീണ്ടും പരസ്പരം സംസാരിക്കാൻ അവർക്കൊരു മടിയുണ്ട്. അങ്ങനെ എല്ലാം അവസാനിച്ചു. കുറെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു റെസ്റ്റോറന്റ് ആണ് കാണിക്കുന്നത്. അവിടെ മേരി ജെയിൻ പാട്ട് പാടുന്നുണ്ട്. എല്ലാവരും ആ പാട്ട് ആസ്വദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് പീറ്റർ പാർക്കർ കടന്നു വരുവാണ്. പീറ്ററിനെ കണ്ട MJ പാട്ട് നിർത്തി. പീറ്റർ നടന്നു വന്ന് MJയുടെ അടുത്തേക്ക് കൈ നീട്ടുവാണ്. MJ ഒന്നും ആലോചിക്കാതെ പീറ്ററിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേർക്കും തെറ്റുകൾ സംഭവിച്ചു. രണ്ടുപേർക്കും ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ടായി. പരസ്പരം ഒരുപാട് കുറ്റപ്പെടുത്തി. പക്ഷെ എല്ലാത്തിന്റെ അവസാനം ഈ പറയുന്ന ദേഷ്യവും അസൂയയും പ്രതികാരവും അങ്ങനെയുള്ള വികാരങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്ന് രണ്ടുപേരും മനസ്സിലാക്കി. അങ്ങനെ പീറ്റർ പാർക്കറും മേരി ജെയിനും അവസാനമായിട്ട്, അതും എന്നേക്കുമായിട്ട് വീണ്ടും ഒന്നിക്കുകയാണ്. അവരുടെ കഥ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ നഗരത്തിന്റെ രക്ഷകനായിട്ട് സ്പൈഡർമാൻ അവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ ഇതിൽ കുറെ കുഴപ്പങ്ങൾ ഉള്ളതുപോലെ ചിലപ്പോൾ തോന്നിയേക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ ഇഷ്ടമല്ലെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളെ കൊണ്ടും പറ്റില്ല. എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് ഒരുപാട് പേർ ഇൻസ്റ്റാഗ്രാമിലും കമന്റ്സിലൂടെയും ഒക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോ പഠിക്കാനായിട്ട് ഒരുപാടുള്ളതുകൊണ്ട് വീഡിയോ ഇടാനായിട്ട് ഒരു മൂഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഫേസ് 4ലെയും 5ലെയും മാർവൽ സിനിമകളുടെ ശോകം അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ പലതരത്തിൽ വീഡിയോ ഇടാനായിട്ട് ഒരു മൂഡ് കിട്ടുന്നില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ once again it's me Amit signing out. See you, chump.